നമസ്തേ. പുത്തൻ പുലരിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. അതിനേവർക്കും ശുഭദിനം ആശംസിക്കുകയാണ്. ഇന്ന് കൊല്ലവർഷം 1200 ആണ്ട്, കർക്കിടകം 28, ഉത്രട്ടാതി 2025, ആഗസ്റ്റ് 13 ബുധൻ. രാഹുകാലം 12:29 PM to 2:02 PM. നമസ്കാരം. ശുഭദിനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശ്വേതവരാഹകൽപ്പത്തിലെ 7ാമത്തെ ചതുർയുഗമായ വൈവസ്വത മന്വന്തരത്തിലെ 28ാമത്തെ ചതുർയുഗമാണ്. കലിയുഗം തുടങ്ങിയിട്ട് 5126ാമത്തെ വർഷമാണ്. ഇന്ന് കലിദിന സംഖ്യ വരുന്നത് 18,72,435ാമത്തെ ദിവസമാണ്. ശ്രീകൃഷ്ണ പരമാത്മാവ് സ്വർഗാരോഹണം ചെയ്ത ദിനം മുതൽ കണക്കാക്കുമ്പോഴാണ് ഈ കലിദിന സംഖ്യ എണ്ണി വരുന്നത്. മലയാളത്തിലെ കലണ്ടർ അനുസരിച്ച് 1200 ആണ്ട്, കർക്കിടക മാസം 28 തീയതിയാണ്. ശകവർഷം 1947, ശ്രാവണ മാസം 22 തീയതിയാണ്. ഗ്രിഗോറിയൻ കലണ്ടർ അനുസരിച്ച് 2025 ആഗസ്റ്റ് മാസം 13 തീയതിയാണ്. ഇപ്പോൾ കൃഷ്ണപക്ഷമാണ്. കൃഷ്ണപക്ഷത്തിലെ ചതുർത്ഥി തിഥിയാണ്. വളരെ കുറച്ച് നേരത്തേക്ക് 6:36 വരെയുള്ള സമയത്താണ്, ഉദയശേഷം 6:36 വരെയുള്ള സമയത്താണ് ഈ ചതുർത്ഥി തിഥിയുള്ളത്. അതിനുശേഷം പഞ്ചമി തിഥിയാണ്. കരണം വരുന്നത് പുലികരണമാണ്. അതും 6:36 വരെയുള്ള ഉദയാൽപരം 6:36 വരെയുള്ള സമയത്താണ് പുലി കരണം വരുന്നത്. നിത്യയോഗം ധൃതി നാമ നിത്യയോഗമാണ്. അത് വൈകിട്ട് 4:05 വരെയുള്ള സമയത്ത് ധൃതി നാമ നിത്യയോഗം വരുന്നു. ഇന്ന് നാൾ അഥവാ നക്ഷത്രം വരുന്നത് ഉത്രട്ടാതി നക്ഷത്രമാണ്. രാവിലെ 10:32 വരെയാണ് ഉത്രട്ടാതി നക്ഷത്രം. അതിനുശേഷം രേവതിയാണ്. ഞാറ്റുവേല ആയില്യം ഞാറ്റുവേലയാണ്. ഇന്ന് ദിവസം ബുധന്റെ കാലഹോരയിൽ തുടങ്ങുന്ന ദിവസമാണ്. ഇന്ന് ഉദയം സംഭവിക്കുന്നത് 6:19:06 ഉദയം സംഭവിക്കുന്നു. വൈകിട്ട് 6:40:41 അസ്തമയം സംഭവിക്കുന്നു. ദിനമാനം വരുന്നത് 12 മണിക്കൂർ 21 സെക്കൻഡ് 21 മിനിറ്റ് 35 സെക്കൻഡാണ്. ദിനമാനം ക്രമേണ കുറഞ്ഞു വരുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ദോഷകാലങ്ങളാകുന്ന രാഹു ഗുളിക കാലം, യമകണ്ഠക കാലങ്ങളിൽ രാഹുകാലം വരുന്നത് ഉച്ചയ്ക്ക് 12:29 തുടങ്ങി 2:02 വരെയും, ഗുളികകാലം 10:57 മുതൽക്ക് 12:29 വരെയും, യമകണ്ഠക കാലം രാവിലെ 7:51 മുതൽക്ക് 9:24 വരെയുള്ള സമയത്താണ്. ഈ 3 കാലങ്ങളും പൊതുവെ വർജ്യകാലങ്ങളായിട്ടാണ് പറയപ്പെടുന്നത്. ഇന്ന് ചന്ദ്രാഷ്ടമം വരുന്നത് ചിങ്ങക്കൂറുകാർക്കാണ്. മകം, പൂരം, ഉത്രം നാളുകാർക്കാണ് ഇന്ന് ചന്ദ്രൻ അഷ്ടമത്തിൽ വരുന്നു എന്നുള്ളതിനാൽ ഇന്നത്തെ ദിവസം അവർക്ക് പൊതുവെ അനുകൂലമായിട്ടുള്ള ദിവസമല്ല. പുതിയ പദ്ധതികൾ തുടങ്ങുക, യാത്ര മുതലായവ ഇന്ന് ഉപേക്ഷിക്കേണ്ടതാണ്. ഇന്ന് അഭിജിത് മുഹൂർത്തം വരുന്നത് 12:05 മുതൽക്ക് 12:27 വരെയും, മധ്യഭാഗം 4 മിനിറ്റ് ഒഴിച്ച് 12:31 മുതൽക്ക് 12:53 വരെയുമാണ്. ഈ അഭിജിത് മുഹൂർത്തം പൊതുവെ മറ്റൊരു മുഹൂർത്തം തേടാൻ സാധിക്കാതെ വരുന്നാൽ ഈ അഭിജിത് മുഹൂർത്തം ഒരു സുമുഹൂർത്തമായിട്ട് എടുക്കാം എന്ന് ആചാര്യമതത്തിൽ ഉള്ളതാണ്. ഇന്ന് നക്ഷത്രം വരുന്നത് ഉത്രട്ടാതിയാണ്. വിവാഹാദി കാര്യങ്ങൾക്കും വ്രതം ആരംഭിക്കുക, പ്രതിഷ്ഠ, അതുപോലെ പുതിയ നൂതന ഗൃഹാരംഭം, ഇതിനൊക്കെ അനുകൂലമായിട്ടുള്ള ദിവസമാണ്. എന്നാൽ ഇന്ന് തിഥി വരുന്നത് ചതുർത്ഥി തിഥിയാണ്. അത് 6:36 വരെയാണ്. ഉദയം മുതൽക്ക് ഏതാനും മിനിറ്റുകൾ മാത്രമേ ഉള്ളൂ. തുടർന്ന് വരുന്നത് പഞ്ചമിയാണ്. ചതുർത്ഥി തിഥി പൊതുവെ അനുകൂലമായിട്ടുള്ള ദിവസമല്ല. യുദ്ധം മുതലായിട്ടുള്ള കാര്യം, ശത്രു വധം, ബന്ധനം, വിഷം, അഗ്നി, ശസ്ത്രം മുതലായിട്ടുള്ളവ സംയോഗം ചെയ്യുക, ഇതൊക്കെയാണ് ചതുർത്ഥി തിഥിക്ക് നല്ലത്. പഞ്ചമി തിഥി എല്ലാത്തിനും അനുകൂലമായിട്ടുള്ളതാണ്. പഞ്ചമി രാവിലെ 6:36 ശേഷം വരുന്നതായിട്ടുള്ള പഞ്ചമി തിഥി അനുകൂലമായിട്ടുള്ളത് ആകയാൽ അന്നത്തെ ദിവസം അനുകൂല കർമ്മങ്ങൾ ചെയ്യാവുന്നതാണ്. നമസ്കാരം. ഏതായാലും ഏറെ സജീവമായ ഒരു വാർത്താ ദിനം തന്നെയാണ് നമ്മളെ കാത്തിരിക്കുന്നത്. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക് പോകാം. അതിനു മുമ്പ് നോക്കാം ഈ മണിക്കൂറിലെ പ്രധാന തലക്കെട്ടുകൾ. തൃശൂരിൽ BJP പ്രവർത്തകർക്കെതിരെ പോലീസിന്റെ നരനായാട്ട്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ഓഫീസ് ആക്രമിച്ചതിൽ പ്രതിഷേധിച്ച പ്രവർത്തകർക്ക് ക്രൂരമർദ്ദനം. പോലീസ് കാടത്തത്തിന്റെ ദൃശ്യങ്ങൾ ജനം ടിവിക്ക്.
പരിക്കേറ്റ പ്രവർത്തകരെ സുരേഷ് ഗോപി നേരിട്ടെത്തി സന്ദർശിക്കും. സംസ്ഥാന വ്യാപകമായി ഇന്ന് BJP പ്രതിഷേധം. കോതമംഗലത്തെ ലവ് ജിഹാദിൽ പോലീസിന്റെ നിർണായക നീക്കം. പ്രതി റമീസിന്റെ മാതാപിതാക്കളെ ഇന്ന് കസ്റ്റഡിയിലെടുക്കും. പെൺകുട്ടി ആത്മഹത്യ ചെയ്യുന്ന അവസ്ഥയിലേക്ക് റമീസ് എത്തിച്ചെന്ന് പോലീസ്. കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ പെൺകുട്ടിയുടെ വീട് സന്ദർശിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്കയിലേക്ക്. ന്യൂയോർക്കിൽ UN പൊതുസഭയിൽ പങ്കെടുക്കും. ഡൊണാൾഡ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്തിയേക്കും. അധിക തീരുവയിലും വ്യാപാര കരാറിലും ചർച്ചയ്ക്ക് സാധ്യത. പണപ്പെരുപ്പ നിരക്കിൽ കേരളം രാജ്യത്തൊന്നാമത്. ജൂലൈയിലെ സംസ്ഥാനത്തെ പണപ്പെരുപ്പ നിരക്ക് 8.89%. ഒരു മാസത്തിനിടെ ഉണ്ടായത് 2.19% വ്യത്യാസം. രാജ്യത്താകെയുള്ള പണപ്പെരുപ്പ നിരക്ക് 2017 ജൂണിന് ശേഷമുള്ള ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ജനം ബ്രേക്കിംഗ്. ഏഴ് ബൂത്താണുള്ളത്. അതിൽ 1, 2, 3, 6 ഈ ബൂത്തുകളിൽ രണ്ടാമത്തെ ബൂത്തിൽ 44 ഇതര മതസ്ഥരെയാണ് അവിടെ കൊണ്ടുവന്ന് വോട്ട് ചേർത്തിരിക്കുന്നത്. ആ വോട്ട് ചേർത്തിരിക്കുന്നത് 50 വർഷത്തിലേറെയായി അങ്ങനെയുള്ള വേറൊരു മതസ്ഥർ ഈ ഭാഗത്ത് താമസിച്ചിട്ടില്ല. വാടകയ്ക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രീതിയിൽ അവിടെ താമസിച്ചിട്ടില്ല. പക്ഷേ ഇപ്പോൾ അവരെ രണ്ടാമത്തെ ബൂത്തിൽ 44 പേരെയും, മൂന്നാമത്തെ ബൂത്തിൽ 47 പേരെയും, ആറാമത്തെ ബൂത്തിൽ 53 പേരെയും ഇങ്ങനെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പം ബൂത്തിലെ ഓരോ വീട്ടിലെയും ആൾക്കാരെ വ്യക്തമായി വെരിഫിക്കേഷൻ ഇറങ്ങുന്ന ഞങ്ങളുടെ പ്രവർത്തകർക്കറിയാം. അവർ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള കരട് വോട്ടർ പട്ടികയിൽ വ്യാപക ക്രമക്കേടെന്ന പരാതി. CPM-ന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരം ആറ്റുകാൽ വാർഡിൽ അനധികൃതമായി വോട്ടർമാരെ തിരികെ കയറ്റി ജനം ബ്രേക്കിംഗ്. പീഡന പരാതി ഉയർന്നിട്ടും വേടനെ അറസ്റ്റ് ചെയ്യാത്തതിൽ വ്യാപക പ്രതിഷേധം. വേടൻ കഴിയുന്നത് മുഖ്യമന്ത്രിയുടെ കുടക്കീഴിലെന്ന് കേസരി മുഖ്യപത്രാധിപർ NR മധു. വേടന്റെ ബലാത്സംഗത്തെ അടുത്ത കലോത്സവത്തിൽ സർക്കാർ പിന്തുണയ്ക്കുമെന്നും പരിഹാസം. വെടിനിർത്തലിന് പകരമായി സ്വന്തം ഭൂമി റഷ്യക്ക് വിട്ടു നൽകാൻ തയ്യാറല്ലെന്ന് ഉക്രൈൻ. നിലപാടറിയിച്ച് വ്ളാഡിമിർ സെലൻസ്കി. ഉക്രൈൻ ഭൂമി തിരിച്ചു നൽകണമെന്ന് റഷ്യയുടെ ഡൊണാൾഡ് ട്രംപ്. ക്രിക്കറ്റ് ആവേശത്തിലേക്ക് തലസ്ഥാനം. KCL 2ാം സീസണുകളുടെ ആവേശ പോരാട്ടങ്ങൾക്ക് തുടക്കം. പിന്നാലെ വനിതാ ഏകദിന ലോകകപ്പ് മത്സരങ്ങളും. മലയാളി താരങ്ങൾ ഇടം നേടുന്നതും കാത്ത് കേരളം. വിശദമായ വാർത്തകളിലേക്ക്. ഇന്നലെ കേരളം ഒരു നരനായാട്ടിനാണ് സാക്ഷ്യം വഹിച്ചത്. തൃശൂരിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ഓഫീസ് ആക്രമിച്ചതിലും തുടർന്നുണ്ടായ പോലീസ് നരനായാട്ടും നമ്മൾ വളരെ ഗൗരവത്തോടെയാണ് കണ്ടത്. വളരെ CPM-ൻ്റെയും പോലീസിൻ്റെയും ആ ഒരു ഒത്തുതീർപ്പ് രാഷ്ട്രീയം, അവർ ഏത് തരത്തിലാണ് BJP പ്രവർത്തകരെ വേട്ടയാടുന്നത്, അത് തേടിപ്പിടിച്ച് വേട്ടയാടുന്നത്, അതിക്രൂരമായി മർദ്ദിക്കുന്നത് എന്നതൊക്കെയും നമ്മൾ കണ്ടതാണ്. ഇന്നലെ വൈകിട്ടോടെയാണ് ഇത്തരത്തിലുള്ളൊരു ഹീനകൃത്യം തൃശ്ശൂരിലുണ്ടായിരുന്നു. ഇന്നലെ വൈകിട്ടോടെ തന്നെ സംസ്ഥാനത്തുടനീളം വലിയ രീതിയിലുള്ള വിമർശനങ്ങളും പ്രതിഷേധങ്ങളുമാണ് ഉണ്ടായത്. ഇന്ന് സംസ്ഥാന വ്യാപകമായി BJP പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. തൃശ്ശൂരിൽ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വം നടക്കുന്ന SP ഓഫീസിലേക്കുള്ള മാർച്ചിൽ BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ, ശോഭാ സുരേന്ദ്രൻ അടക്കമുള്ള നേതാക്കൾ പങ്കെടുക്കും. അതേസമയം തന്നെ ഡൽഹിയിൽ നിന്ന് തിരുവനന്തപുരത്തെത്തിയ കേന്ദ്രമന്ത്രി പുലർച്ചെ തൃശ്ശൂരിലേക്ക് പുറപ്പെട്ടു കഴിഞ്ഞു. രാവിലെ 9:30 തൃശ്ശൂരിലെത്തുന്ന സുരേഷ് ഗോപി പരിക്കേറ്റ BJP പ്രവർത്തകരെ സന്ദർശിക്കും. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും ടിൻഡു ദാസും തൃശ്ശൂരിൽ നിന്നും സാനു K. സജീവും ചേരുകയാണ്. ആദ്യം ടിൻഡുവിലേക്ക്. ടിൻഡു, ഗുഡ് മോർണിംഗ്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ സംസ്ഥാന വ്യാപകമായിട്ട് തന്നെയാണ് BJP പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. ഈ ഒരു സംഭവം നടന്നതിന് ശേഷം ഇന്നലെ രാത്രി തന്നെ
സംസ്ഥാനത്തിൻ്റെ പലയിടങ്ങളിലും വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉയർന്നിരുന്നു, പ്രതിഷേധ പ്രകടനങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇന്ന് ജില്ലാതലങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെയാണ് വ്യാപകമായ പ്രതിഷേധങ്ങളും പ്രതിഷേധ പ്രകടനങ്ങൾക്കും BJP ആഹ്വാനം ചെയ്തിട്ടുള്ളത്. ആദ്യം സാനുവിലേക്ക്. സാനു, ഇന്നലെ വൈകിട്ടോടെയാണ് അതിക്രൂരമായ ഒരു നരനായാട്ടുണ്ടായത്. BJP പ്രവർത്തകരെ തേടിപ്പിടിച്ചുകൊണ്ട് അതിക്രമിക്കുന്ന ഒരു സാഹചര്യമാണ് ബോധപൂർവം പോലീസ് സൃഷ്ടിച്ചത്. CPM പ്രവർത്തകർക്ക് ഒത്താശ ചെയ്യുന്ന സമീപനത്തിനെതിരെ വ്യാപക പ്രതിഷേധമുണ്ടായി. ഇന്നലെ ഈ ഒരു സംഭവത്തിന് ശേഷം തന്നെ സംസ്ഥാനത്ത് അങ്ങോളം ഇങ്ങോളം പ്രതിഷേധം അലയടിച്ചിരുന്നു. ഇന്നും പ്രതിഷേധമാണ്. തൃശ്ശൂരിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി എത്ര മണിക്ക് എത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തൃശ്ശൂരിൽ എത്രത്തോളം പ്രതിഷേധ പരിപാടികൾക്കാണ് BJP ആഹ്വാനം ചെയ്തിരിക്കുന്നത്? KP ഇന്നലെ വൈകുന്നേരം CPIM തൃശൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സുരേഷ് ഗോപി MPയുടെ ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിനെ തുടർന്നാണ് സംഘർഷ സംഭവങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത്. അതായത് ഈ സുരേഷ് ഗോപിയുടെ ഓഫീസിലേക്കുള്ള മാർച്ചിനിടെ ദിശാ ബോർഡ്, കേന്ദ്രമന്ത്രിയുടെ ഓഫീസിലേക്കുള്ള ദിശാ ബോർഡിലേക്ക് കരിയോയിലും ഒപ്പം തന്നെ ചെരുപ്പുമാലയും ഒരു പ്രവർത്തകൻ അണിയിച്ചതോടുകൂടിയാണ് ഈ സംഭവങ്ങൾക്ക് തുടക്കമാകുന്നത്. ഈ പ്രവർത്തകനെ പോലീസ് അറസ്റ്റ് ചെയ്ത് പോലീസ് വാഹനത്തിൽ കയറ്റിയെങ്കിലും CPIM നേതാക്കൾ മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ മുന്നിലൂടെ തന്നെ ഇറക്കിക്കൊണ്ടുപോവുകയായിരുന്നു. ഇതിന് ശേഷമാണ് BJP ജില്ലാ കമ്മിറ്റിയുടെ, സിറ്റി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ CPIMന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. MG റോഡിന് സമീപമുള്ള CPMന്റെ ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് ഓഫീസിന് 100 മീറ്റർ മുമ്പ് പോലീസ് തടയുകയും തുടർന്ന് പ്രവർത്തകർ വളരെ സമാധാനപൂർവ്വം അവിടെ ഇരുന്ന് പ്രതിഷേധിക്കുകയുമായിരുന്നു. ഇതിനിടയിലേക്കാണ് ഈ പോർമുഖം തുറന്നുകൊണ്ട് CPIM പ്രവർത്തകരും ഈ BJP മാർച്ചിനെ നേരിടാൻ വേണ്ടി എത്തുകയായിരുന്നു. തുടർന്നാണ് പോലീസ് ആദ്യഘട്ടത്തിൽ BJP പ്രവർത്തകരെ മാത്രമാണ് പ്രതിരോധിക്കാൻ അല്ലെങ്കിൽ അവരെ തടയാൻ നോക്കിയത്. CPIM പ്രവർത്തകർക്ക് വേണ്ട ഒത്താശ ചെയ്തു കൊടുക്കുന്ന കാഴ്ചയും ഇന്നലെ നമ്മൾ വൈകുന്നേരം കണ്ടതാണ്. പോലീസിന്റെ ലാത്തിയടിയിൽ BJPയുടെ സിറ്റി ജില്ലാ അധ്യക്ഷൻ ജസ്റ്റിൻ ജേക്കബിന്റെ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. ഒപ്പം തന്നെ BJPയുടെ ജില്ലാ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള PK ബാബുവിനും CPIMന്റെ കല്ലേറിൽ പരിക്കേറ്റിട്ടുണ്ട്. BJPയുടെ സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബുവിനും ഇന്നലത്തെ മാർച്ചിൽ പരിക്കേറ്റിട്ടുണ്ട്. ഇവരെല്ലാം തൃശ്ശൂരിലെ അശ്വിനി ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ്. ഒപ്പം തന്നെ സുരേഷ് ഗോപി പരിക്കേറ്റവരെ കാണാനും ഒപ്പം തന്നെ തൃശ്ശൂരിലേക്കും ഇന്ന് എത്തുന്നുണ്ട്. 9:30യോടുകൂടി വന്ദേ ഭാരത് ട്രെയിനിൽ തൃശ്ശൂരിലെത്തുന്ന കേന്ദ്രമന്ത്രിക്ക് BJP ഊഷ്മളമായിട്ടുള്ള സ്വീകരണം ഒരുക്കാനായിട്ടുള്ള നടപടികളും ഇവിടെ എല്ലാം ഏകോപിപ്പിച്ചിരിക്കുകയാണ്. ദൃശ്യങ്ങളിൽ നിന്നും കണ്ടതാണ്, കൃത്യമായി മനസ്സിലാക്കാൻ സാധിച്ചിരുന്നു. ഒരു പോലീസുകാരൻ പിന്നിൽ നിന്ന് വന്ന ഈ ജസ്റ്റിന്റെ തലക്കടിക്കുന്ന, BJP ജില്ലാ അധ്യക്ഷന്റെ തലക്കടിക്കുന്ന ദൃശ്യം, ഈ ലാത്തി ഒടിഞ്ഞു പോകുന്ന കാഴ്ചയും കണ്ടിരുന്നു. ഈ ഒരു സംഭവത്തിന് ശേഷം ഈ പോലീസുകാരൻ പിന്മാറുന്ന കാഴ്ചയും ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമായിരുന്നു. ഈ പോലീസുകാരനെ തിരിച്ചറിയാൻ സാധിച്ചിട്ടുണ്ടോ? ആസൂത്രിതമായ ഒരു അതിക്രമമാണ് നടന്നത് എന്നത് കൃത്യമായിരുന്നു. കാരണം ആ പോലീസുകാർ അവിടെ സംഘമായി എത്തുന്നു, ഒരു പ്രകോപനവുമില്ലാതെ BJP പ്രവർത്തകരെ ആക്രമിക്കുന്നു. ഈ ജില്ലാ അധ്യക്ഷനെ തെരഞ്ഞുപിടിച്ച് തലയ്ക്ക് മർദ്ദിക്കുന്ന, തലയ്ക്കടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഇത് CPM നേതൃത്വത്തിൻ്റെ ഒത്താശയോടെയാണ്. CPM നേതൃത്വം ചൂണ്ടിക്കാണിച്ചിട്ട് തന്നെയാണ് ഈ പോലീസുകാരൻ ഇത്തരത്തിലുള്ള അതിക്രമം നടത്തിയത് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഈ പോലീസുകാരൻ ആരാണ് എന്നത് കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടോ? ഇതിന് നേതൃത്വം കൊടുത്ത CPM പ്രവർത്തകർക്കെതിരെയും നടപടി സ്വീകരിക്കാൻ പോലീസ് തയ്യാറായിട്ടുണ്ടോ? KP ഇന്നലെ BJPയുടെ ജില്ല, അതായത് പഴയ നടക്കാവിലുള്ള പഴയ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നിന്നും BJPയുടെ മാർച്ച് ആരംഭിച്ചപ്പോൾ തന്നെ പോലീസിന്റെ ഭാഗത്ത് നിന്ന് പല വിധത്തിലുള്ള ആക്രോശങ്ങളും അതുപോലെ തന്നെ ഭീഷണി സ്വരങ്ങളും ഉയർന്നിരുന്നു എന്നാണ് BJP പ്രവർത്തകർ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത്. ഈ മാർച്ചിനുടനീളം പോലീസിന്റെ ഭാഗത്ത് നിന്ന് പ്രകോപനങ്ങൾ ഉണ്ടായി എന്നാണ് BJP പ്രവർത്തകർ അറിയിച്ചിട്ടുള്ളത്. ആ പ്രകോപനങ്ങളുടെ ബാക്കി പത്രമാണ് ഈ മാർച്ചിനെ തടഞ്ഞതിന് ശേഷം ഉണ്ടായിട്ടുള്ള ആ ഒരു കയ്യാങ്കളിയും ആ ജില്ലാ അധ്യക്ഷന്റെ തലക്കിട്ട് അടിക്കുന്നതിലേക്ക് എത്തിയിട്ടുള്ളത്. ക്യാമ്പിൽ നിന്നുള്ള പോലീസ് ഉദ്യോഗസ്ഥനാണ് ഈ ആക്രമണത്തിന് നേതൃത്വം നൽകിയിട്ടുള്ളതെന്നാണ് നമുക്ക് പ്രാഥമികമായിട്ട് ലഭിക്കുന്ന വിവരം. അദ്ദേഹം മാസ്ക് ധരിച്ചിട്ടുണ്ടായിരുന്നു. ഒപ്പം തന്നെ ഹെൽമറ്റും നെയിം പ്ലേറ്റും ഒഴിവാക്കിയ പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു ഈ ആക്രമണത്തിന് നേതൃത്വം നൽകിയത്. മുൻനിരയിൽ നിന്ന പോലീസ് ഉദ്യോഗസ്ഥൻ ജില്ലാ അധ്യക്ഷന്റെ തലക്കിട്ട് അടിച്ചതിന് ശേഷം പിൻവലിയുന്ന ഒരു കാഴ്ചയും കണ്ടു. പിന്നീട് ആ പോലീസ് ഉദ്യോഗസ്ഥനെ അവിടെ കണ്ടിരുന്നില്ല. ഈ സംഭവത്തിന് തൊട്ടു പിന്നാലെയാണ് CPIM പ്രവർത്തകർ പ്രതിഷേധവുമായിട്ട് രംഗത്ത് വന്നത്. പിന്നീട് ഈ പോലീസ് ഉദ്യോഗസ്ഥൻ CPIM പ്രവർത്തകർ വന്ന ഭാഗത്തേക്ക് പോയി മറയുകയായിരുന്നു.
പിന്നീട് അദ്ദേഹം BJP പ്രവർത്തകർ പ്രതിഷേധിക്കുന്ന ഭാഗത്തേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്തായാലും വളരെ ആസൂത്രിതമായിട്ട് BJP പ്രവർത്തകർക്ക് നേരെ അക്രമം അഴിച്ചുവിടാൻ വേണ്ടി ആസൂത്രണം ചെയ്തെത്തിയ പോലീസ് ഉദ്യോഗസ്ഥർ ഇവർക്കൊപ്പം ഈ പോലീസുകാർക്കിടയിൽ ഉണ്ടായിരുന്നു എന്നത് തന്നെയാണ് ഈ ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാകുന്നത്. ഒപ്പം തന്നെ ഈ മാർച്ചിനിടയിൽ മറ്റൊരു സംഭവം, പ്രധാനപ്പെട്ട കാര്യവും സംഭവിച്ചിരുന്നു. അതായത് ഒരു BJP മാർച്ച് വരുമ്പോൾ സ്വാഭാവികമായിട്ടും എതിർപ്പുമായിട്ട് CPIM പ്രവർത്തകർ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നിന്ന് എത്താനുള്ള എല്ലാ സാധ്യതകളും ഉണ്ടായിരുന്നു. അത് അവർ മുന്നിൽ കണ്ട് അവിടെ വേണ്ട വിധത്തിൽ സുരക്ഷ ഒരുക്കിയില്ല എന്നുള്ളതും പോലീസിന്റെ ഭാഗത്ത് നിന്ന് സംഭവിച്ചിട്ടുള്ള വലിയ വീഴ്ചയാണ്. അത് അവർ മറച്ചു വെക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതായത് സാധാരണ നിലയിൽ ഒരു മാർച്ച് വരുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ ആൾ വരും, അതിന് മറുഭാഗത്തും ഇത്തരത്തിൽ തന്നെ പ്രതിഷേധം ഉണ്ടാകുമെന്നുള്ളത് സാമാന്യേന കണ്ടെത്തേണ്ട അല്ല മനസ്സിലാക്കേണ്ട കാര്യം. അവർ അത് ഗൗരവത്തിലെടുത്തില്ല. ഏതാനും ചില പോലീസുകാരെ മാത്രമാണ് ജില്ലാ കമ്മിറ്റി ഓഫീസിന്റെ മുൻഭാഗത്ത് നിശ്ചയിച്ചിരുന്നത്, അല്ലെങ്കിൽ അവിടെ സുരക്ഷയ്ക്ക് നിയോഗിച്ചിരുന്നത്. ആ പോലീസ് ഉദ്യോഗസ്ഥരെ തള്ളി മാറ്റിക്കൊണ്ട് വളരെ നിഷ്പ്രയാസം BJP പ്രവർത്തകർക്കിടയിലേക്ക് പാഞ്ഞെത്തിയ CPM പ്രവർത്തകരെ കൃത്യമായിട്ട് പ്രതിരോധിക്കാൻ പോലും ആവാതെ പോലീസ് കുഴകുന്ന കാഴ്ചയും നമ്മൾ ഇന്നലെ കണ്ടതാണ്. എന്തായാലും ഈ പ്രവർത്തകർ അവിടെ നിന്ന് വലിയ രീതിയിൽ കുപ്പിയും ഒപ്പം തന്നെ കല്ലുകളും BJP പ്രവർത്തകർക്കെതിരെ വലിച്ചെറിയുകയായിരുന്നു. ഇത്തരത്തിൽ കല്ലും കുപ്പികളും എറിയുമ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ മാറി നിന്നു കൊടുക്കുന്ന കാഴ്ചയും നമ്മൾ ഇന്നലെ തൃശ്ശൂരിൽ കണ്ടതാണ്. അത്തരത്തിൽ CPM പ്രവർത്തകർക്ക് വേണ്ട എല്ലാ വഴികളും ഒരുക്കി നൽകുകയും ഒപ്പം തന്നെ സമാധാനപരമായിട്ട് പ്രതിഷേധിച്ച BJP പ്രവർത്തകർക്ക് നേരെ പോലീസിന്റെ ലാത്തി പ്രയോഗം നടത്തുന്ന കാഴ്ചയുമാണ് ഇന്നലെ വൈകുന്നേരം തൃശ്ശൂരിൽ നിന്നുണ്ടായത്. അതേപോലെ തന്നെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ അവിടെ കരിയോയിൽ ഒഴിച്ച പ്രവർത്തകനെ രാത്രി ഈ പ്രതിഷേധങ്ങളുടെ പശ്ചാത്തലത്തിൽ രാത്രി ഏറെ വൈകിയാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. അതും നമുക്കറിയാൻ സാധിച്ചു. അറസ്റ്റ് ചെയ്ത് അദ്ദേഹത്തെ വിട്ടയച്ചു എന്നുള്ളത് നമുക്ക് ചില വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്. എന്തായാലും ഇത്തരത്തിൽ ഈ CPM പ്രവർത്തകർക്ക് അനുകൂലമായിട്ടുള്ള നിലയിലേക്ക് പോലീസ് മാറുകയും ഒപ്പം തന്നെ സമാധാനപരമായിട്ട് പ്രതിഷേധിച്ച BJP പ്രവർത്തകർക്ക് നേരെ വലിയ രീതിയിൽ അക്രമം അഴിച്ചു വിടുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഇന്ന് 10:30 BJP സിറ്റി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജില്ലാ പോലീസ് മേധാവിയുടെ ഓഫീസിലേക്കാണ് മാർച്ച് സംഘടിപ്പിച്ചിട്ടുള്ളത്. ഈ മാർച്ചിൽ BJPയുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ ഒപ്പം തന്നെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭാ സുരേന്ദ്രൻ അടക്കം പങ്കെടുക്കുന്നുണ്ട്. ഈ മാർച്ചിൽ കേന്ദ്രമന്ത്രിയും പങ്കാളിയാകുമെന്നുള്ള ഒരു വിവരവും നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അത് തന്നെയാണ്. സംസ്ഥാന വ്യാപകമായി വലിയ പ്രതിഷേധം തന്നെയാണ് അലയടിച്ചുകൊണ്ടിരിക്കുന്നത്. ആസൂത്രിതമായ ഒരു അതിക്രമം തന്നെയാണ് പോലീസിന്റെ ഭാഗത്തിനുണ്ടായത്. CPM പ്രവർത്തകർക്ക് അടിഞ്ഞാടാനുള്ള എല്ലാ അവസരവും പോലീസ് ഒരുക്കി കൊടുക്കുകയാണ്. പോലീസുകാർ CPMനൊപ്പം ചേർന്ന് BJP പ്രവർത്തകരെ ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ ജനം TVയുടെ കേരളം തത്സമയം കണ്ടതുമാണ്. വ്യാപകമായ പ്രതിഷേധമാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങളുമായി ടിൻഡു ദാസ് കൂടി ചേരുകയാണ്. ടിൻഡുവിലേക്ക് എത്തുന്നതിന് മുമ്പ് ഒരിടവേള. തൃശ്ശൂരിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ഓഫീസ് ആക്രമിച്ചതിലും തുടർന്നുണ്ടായ പോലീസ് നരനായട്ടിലും ഇന്ന് സംസ്ഥാന വ്യാപകമായി BJP പ്രതിഷേധം നടത്തുകയാണ്. വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും ടിൻഡു ദാസ് ചേരുകയാണ്. ടിൻഡു, നമസ്തേ. സംസ്ഥാന വ്യാപകമായി വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിന് തന്നെയാണ് BJP ആഹ്വാനം ചെയ്തിരിക്കുന്നത്. ജില്ലാ കേന്ദ്രങ്ങൾ, താലൂക്ക് കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെയാണോ പ്രതിഷേധം? മറ്റ് വിശദാംശങ്ങൾ കൂടി. തീർച്ചയായിട്ടും KP, തൃശ്ശൂർ കേന്ദ്രമന്ത്രിയുടെ ക്യാമ്പ് ഓഫീസ് CPM പ്രവർത്തകർ CPM അക്രമികൾ അടിച്ചു തകർത്ത സംഭവത്തിൽ സംസ്ഥാന വ്യാപകമായിട്ട് പ്രതിഷേധം സംഘടിപ്പിക്കാൻ തന്നെയാണ് BJP സംസ്ഥാന നേതൃത്വത്തിന്റെ തീരുമാനം. ഇന്ന് വിവിധ ജില്ലകളിൽ BJPയുടെ പ്രമുഖ നേതാക്കന്മാർ പങ്കെടുക്കുന്ന പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കും. രാജ്യത്തിന് ജനാധിപത്യ വ്യവസ്ഥയെ ചോദ്യം ചെയ്യുന്ന, നിയമവ്യവസ്ഥയെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ CPM കോൺഗ്രസിന്റെ അവിശുദ്ധ കൂട്ടുകെട്ടോട് നടത്തുന്ന ഇത്തരം നരനായാട്ടുകൾ അത് ഏത് രീതിയിലാണ് ഈ പ്രവർത്തകർ അല്ലെങ്കിൽ CPM കോൺഗ്രസുകാർ ഏത് രീതിയിലാണോ ഇത്തരത്തിലുള്ള അക്രമങ്ങൾ ഉണ്ടാക്കുന്നത് അതിനെ അതേ രീതിയിൽ തന്നെ നേരിടുമെന്ന് തന്നെയാണ് കഴിഞ്ഞ ദിവസം BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരൻ പ്രസ്താവനയുടെ വ്യക്തമാക്കിയിട്ടുള്ളത്. വോട്ട് ചോർച്ച എന്ന ആരോപണം മുന്നോട്ട് വെക്കുമ്പോൾ, അതായത് രാഹുൽ ഗാന്ധിയാണ് ഇത്തരത്തിലൊരു വോട്ട് ചോർച്ച അല്ലെങ്കിൽ ഇത്തരത്തിലൊരു കള്ളവോട്ടുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്ക് തിരികൊളുത്തുന്നത്. പക്ഷേ അത് അടിസ്ഥാനരഹിതവും യുക്തിരഹിതവുമാണെന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉൾപ്പെടെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. അതിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് സംസ്ഥാനത്തും സമാനമായ രീതിയിൽ പ്രതിഷേധങ്ങളും അതോടൊപ്പം തന്നെ സമാനമായ രീതിയിൽ അക്രമങ്ങളും സൃഷ്ടിക്കാനാണ് CPM കോൺഗ്രസും ശ്രമിക്കുന്നത് എന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ അത് BJP വ്യക്തമാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിൽ ഈ എല്ലാ സുസ്ഥിരമായിട്ടുള്ള അല്ലെങ്കിൽ എല്ലാ സൂക്ഷ്മതയോടുകൂടി നടത്തുന്ന ഒരു സംവിധാനമാണ് രാജ്യത്തെ തെരഞ്ഞെടുപ്പ് സംവിധാനം എന്ന് പറയുന്നത്. അതത് സംസ്ഥാനങ്ങളിൽ ഈ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് തന്നെ ഇത്തരത്തിൽ വോട്ട് ചോർച്ചയുമായി ബന്ധപ്പെട്ട
വിവാദങ്ങൾ വരികയും അതിൽ രാഷ്ട്രീയ കക്ഷികളെയൊക്കെ ചർച്ചയ്ക്ക് വിളിക്കുകയും എന്തെങ്കിലും എതിർപ്പുകൾ ഉണ്ടെങ്കിൽ അതിൽ പങ്കുവയ്ക്കുകയൊക്കെ ചെയ്യാമെന്നുള്ള സാഹചര്യമിരിക്കെ, സുതാര്യമായിട്ടുള്ള വ്യവസ്ഥിതികൾ നിലനിൽക്കെ, നിയമപരമായിട്ട് മുന്നോട്ട് പോകാമെന്നിരിക്കെ തെരഞ്ഞെടുപ്പ് വ്യവസ്ഥിതിയോട് കാണിക്കുന്ന, രാജ്യത്തിൻ്റെ ജനാധിപത്യ വ്യവസ്ഥിതിയോട് കാണിക്കുന്ന ഇത്തരം സംഭവങ്ങളോട് ഒരിക്കലും ഐക്യപ്പെടാൻ സാധിക്കില്ല, ഒരിക്കലും കൂട്ടുനിൽക്കാൻ സാധിക്കില്ല എന്ന തരത്തിലൊരു പ്രതികരണം തന്നെയാണ് കഴിഞ്ഞ ദിവസം BJPയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. തൃശ്ശൂരിലും സമാനമായ രീതിയിൽ, കേരളത്തിലും സമാനമായ രീതിയിൽ വിവാദങ്ങൾ ഉണ്ടാക്കി രാജ്യത്തിൻ്റെ ജനാധിപത്യ വ്യവസ്ഥിതിയെ ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയാണ് ഇരു മുന്നണികളും കൂടി ചേർന്നുകൊണ്ട് എന്നുള്ളൊരു വിമർശനം ഇതിനോടൊപ്പം തന്നെ ടിൻഡു പറഞ്ഞതുപോലെ തന്നെയാണ്. ഇടതുപക്ഷമായാലും വലതുപക്ഷമായാലും BJPയെ കടന്നാക്രമിക്കുന്ന ഒരു സാഹചര്യം വോട്ട് ചേർക്കലുമായി ബന്ധപ്പെട്ട്. എന്നാൽ നുണപ്രചാരണങ്ങൾ ഓരോന്നും പൊളിഞ്ഞു വീഴുകയും ചെയ്യുന്നു. ഇതിൻ്റെ ഒരു അസഹിഷ്ണുതയാണ് എല്ലായിടത്തും CPM പ്രവർത്തകരുടെ ഭാഗത്തുനിന്നാലും കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്തുനിന്നാലും കാണാൻ സാധിക്കുന്നത്. ഇതിലെ CPM പ്രവർത്തകർ BJP പ്രവർത്തകരെ ആക്രമിക്കുകയും അതിനെ പോലീസ് ഒത്താശ ചെയ്യുകയും ചെയ്തത് ഇത്തരത്തിൽ ഒന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ വലിയ പ്രതിഷേധം ഇന്നലെ BJP സംസ്ഥാന അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്തരം അതിക്രമം CPMന്റെ ഭാഗത്ത് നിന്നും ഉണ്ടാവുകയാണെങ്കിൽ, ആവർത്തിക്കുകയാണെങ്കിൽ, അതിന് പോലീസ് കൂട്ടുനിൽക്കുകയാണെങ്കിൽ, ഒത്താശ ചെയ്യുകയാണെങ്കിൽ അതിശക്തമായ പ്രതിരോധം ഉണ്ടാകുമെന്നുള്ള മുന്നറിയിപ്പ് തന്നെയാണ് അദ്ദേഹം നൽകിയിരിക്കുന്നത്. ഇന്ന് സംസ്ഥാന വ്യാപകമായി പ്രതിഷേധം അലയടിക്കുമ്പോൾ അത് തന്നെയായിരിക്കും പ്രകടമാവുക, അല്ലേ? തീർച്ചയായിട്ടും അത്തരത്തിൽ തന്നെയാണ്. കാരണം CPM കോൺഗ്രസിൻ്റെ അവിശുദ്ധ കൂട്ടുകെട്ട് അത് കേരളത്തിന് പുറത്ത് എങ്ങനെയാണെന്ന് ജനങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം. കേരളത്തിനകത്തും അത് സജീവമായിട്ട് തന്നെ തുടരുന്നുണ്ട്. ഇവരുടെ കൂട്ടുകെട്ടിൻ്റെ ഫലമായി നടത്തുന്ന വിവാദങ്ങൾക്ക് പിന്നാലെ അത് അക്രമങ്ങളായി മാറും. നമുക്കറിയാം, സമാന കാലങ്ങൾ അല്ലെങ്കിൽ സമീപകാലങ്ങൾ ഉണ്ടായ സംഭവ വികാസങ്ങൾ എടുക്കുകയാണെങ്കിൽ ഒരു വിവാദം ഉയർത്തിക്കൊണ്ടുവന്ന് പിന്നീട് അത് എതിർ കക്ഷിയിൽ നിൽക്കുന്ന, എതിർ ചേരിയിൽ നിൽക്കുന്ന രാഷ്ട്രീയ കക്ഷികളിലെ പെട്ട ആളുകളെ ആക്രമിക്കുന്ന തരത്തിലേക്ക് CPM മുന്നോട്ട് പോകുന്നത്. അതിന് സമാനമായ രീതിയിൽ തന്നെയാണ് ഇന്നലെ തൃശ്ശൂർ കണ്ടത്. തൃശ്ശൂർ കേന്ദ്രമന്ത്രിയുടെ ക്യാമ്പ് ഓഫീസിലേക്ക് നടത്തിയ പ്രതിഷേധം, ആ പ്രതിഷേധത്തിനൊടുവിൽ ഉണ്ടാകുന്ന സംഘർഷങ്ങൾ, ആ സംഘർഷം എങ്ങനെയാണ് ബോധപൂർവം സൃഷ്ടിക്കുന്നു, പോലീസിൻ്റെ സഹായത്തോടു കൂടി BJP പ്രവർത്തകരെ മർദ്ദിക്കുന്നു, അത് മറ്റൊരു രീതിയിലുള്ള പ്രശ്നങ്ങളിലേക്ക് കൊണ്ടുപോകുന്നു. അപ്പോൾ ഒരു സംഭവ വികാസം ഉണ്ടാക്കി അതിനെ എങ്ങനെയാണ് അക്രമാസക്തമായ രീതിയിലേക്ക് കൊണ്ടുപോവുകയും അതിനെ കായികപരമായിട്ട് നേരിടുകയും ചെയ്യുന്ന ശൈലിയാണ് സമീപകാലമായിട്ട് CPMൽ ഉണ്ടായിട്ടുള്ളത്. CPMൻ്റെ പോഷക സംഘടനകളും CPMൻ്റെ യുവജന സംഘടനകളും സമാനമായ രീതിയിൽ തന്നെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ആശയപരമായി നേരിടേണ്ട, നിയമപരമായി നേരിടേണ്ട വിഷയങ്ങളിൽ എങ്ങനെയാണ് കായികപരമായി അക്രമങ്ങൾ നടത്തിക്കൊണ്ട് എങ്ങനെയാണ് ആ വിഷയത്തെ കൈകാര്യം ചെയ്യുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ്. അതിൽ പോലീസിൻ്റെ ഒത്താശയും കൂട്ടുനിൽപ്പും കൂടി കാണുമ്പോൾ നമുക്കത് പകൽ പോലെ വ്യക്തമാണ് എന്തായിരുന്നു CPMൻ്റെ കോൺഗ്രസിൻ്റെ അവിശുദ്ധ ഉദ്ദേശമെന്നും പകൽ പോലെ വ്യക്തമാണ്. എന്തായാലും ഇത്തരം സംഭവങ്ങൾക്കെതിരെ വലിയ ശക്തമായ രീതിയിൽ തന്നെ BJP അതിനെ നേരിടുമെന്ന് കഴിഞ്ഞ ദിവസങ്ങൾ അറിയിച്ചിട്ടുണ്ട്. എല്ലാ ജില്ലാ താലൂക്ക് കേന്ദ്രങ്ങളിലും പ്രമുഖമായ നേതാക്കന്മാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കാൻ തന്നെയാണ് നീക്കം. ആശയപരമായിട്ട് തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതെങ്കിലും അക്രമാസക്തമാകുന്ന സാഹചര്യത്തിൽ അത് എങ്ങനെ നേരിടുമെന്ന് വ്യക്തമായ ധാരണയുണ്ടെന്നും BJP കഴിഞ്ഞ ദിവസം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ ഒരുപക്ഷേ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു വ്യവസ്ഥിതിയെ മൊത്തം ബാധിക്കുന്ന, അല്ലെങ്കിൽ ഇത്തരത്തിൽ രാജ്യത്തിൻ്റെ ജനാധിപത്യ സംവിധാനങ്ങളെ ബാധിക്കുന്ന നിയമസംഹിതകളെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ നുണപ്രചരണങ്ങൾ അഴിച്ചുവിടുമ്പോൾ അതിനെ അക്രമാസക്തമായി അതിനെ നേരിടേണ്ട രീതിക്ക് BJP നേരിടുമെന്ന് അറിയിച്ചിരിക്കും. പക്ഷേ അക്രമാസക്തമാകുമ്പോൾ അത് കേരളത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന അക്രമങ്ങൾ, ആ അക്രമങ്ങളെല്ലാം മുന്നിൽ കാണുന്നുണ്ട്. അതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ പ്രശ്നങ്ങളെല്ലാം നേരിടാനായിട്ട് BJP സമഗ്രമായിട്ട് പ്രതിഷേധ പരിപാടി സംഘടിപ്പിക്കുന്നത്. എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ട പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കും. ഈ കോൺഗ്രസ് CPM കൂട്ടുകെട്ടിൽ നടക്കുന്ന ഇത്തരം നുണപ്രചരണങ്ങളെ നേരിടുമെന്ന് തന്നെയാണ് സംസ്ഥാന അധ്യക്ഷൻ കഴിഞ്ഞ ദിവസം അറിയിച്ചിട്ടുള്ളത്. KP ശരി, അത് തന്നെയാണ്. വലിയ പ്രതിഷേധമാണ് സംസ്ഥാനത്ത് ഇന്നലെ വൈകിട്ടോടെ തന്നെ ഉണ്ടായത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും CPMൻ്റെയും കോൺഗ്രസിൻ്റെയും നേതൃത്വത്തിലുള്ള ഇത്തരത്തിലുള്ള ആരോപണങ്ങളെ തെളിവുകൾ സഹിതമാണ് BJP നേതൃത്വം പ്രതിരോധിച്ചത്. കാരണം നുണപ്രചാരണങ്ങൾ ഓരോന്നായി പൊളിഞ്ഞു വീണുകൊണ്ടിരിക്കുന്നു. ഇതിൻ്റെ അസഹിഷ്ണുതയാണ് CPMൻ്റെ ഭാഗത്തിനുമുണ്ടായത്. ഇതിന് കൂട്ടുനിൽക്കുന്ന നിറനായാട്ട് തന്നെയാണ് പോലീസും നടത്തിയത്. ഇതിലാണ് വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയർന്നിരിക്കുന്നത്. ജില്ലാ കേന്ദ്രങ്ങളിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിന് തന്നെയാണ് BJP ഇന്ന് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. ടിൻഡു ദാസാണ് തിരുവനന്തപുരത്ത് നിന്നും വിവരങ്ങൾ നൽകിയത്. കേരളം ഏറെ ഗൗരവത്തോടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന മറ്റൊരു വാർത്തയാണ് ലവ് ജിഹാദ്. ലവ് ജിഹാദില്ല, പ്രണയക്കെണിയില്ല, അതൊക്കെയും സംഘപരിവാർ സംഘടനകളുടെ അജണ്ടയാണ് എന്ന്
പറഞ്ഞു വെക്കാൻ സ്ഥാപിച്ചെടുക്കാൻ ശ്രമിക്കുന്ന ഇടതുപക്ഷ സർക്കാർ, വലതുപക്ഷ നേതൃത്വം. പക്ഷേ അതല്ല യാഥാർത്ഥ്യമെന്ന് ഒരിക്കൽ കൂടി തെളിഞ്ഞിരിക്കുകയാണ്. കഴിഞ്ഞ ഒരാഴ്ച 3 കേസുകളാണ് ലവ് ജിഹാദുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതിലെ ഒടുവിലത്തെ സംഭവമാണ് കോതമംഗലത്തെ സംഭവം. ഈ കോതമംഗലത്തെ ലവ് ജിഹാദിനിരയായി 23-കാരിയാണ് ജീവനൊടുക്കിയത്. ഈ ഒരു സംഭവത്തിൽ സോനയുടെ സുഹൃത്ത് റമീസിന്റെ മാതാപിതാക്കളെ ഇന്ന് കസ്റ്റഡിയിൽ എടുക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പെൺകുട്ടിയെ ആത്മഹത്യയുടെ വക്കിൽ എത്തിച്ചത് റമീസാണെന്നും പോലീസ് കണ്ടെത്തിയിരുന്നു. പെൺകുട്ടിയുമായി റമീസ് തർക്കമുണ്ടാക്കിയതിന്റെ തെളിവുകൾ മൊബൈൽ ഫോണിൽ നിന്നും ലഭിച്ചിട്ടുണ്ട്. റമീസിനെ പോലീസ് ഇന്ന് കസ്റ്റഡിയിൽ വാങ്ങും. അതേസമയം ഇനി അന്വേഷണം ആവശ്യപ്പെട്ട് ഇന്ന് തന്നെ മുഖ്യമന്ത്രിക്ക് കത്ത് നൽകുമെന്ന് പെൺകുട്ടിയുടെ സഹോദരൻ വ്യക്തമാക്കി. മുഖ്യമന്ത്രിക്ക് ഉൾപ്പെടെ പരാതി കൊടുക്കാമെന്ന് പറഞ്ഞത് ഇതിൻ്റെ പുറകിൽ എന്തെങ്കിലും ആരെങ്കിലുമൊക്കെ പുറകിലുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ശരിക്കൊരു അന്വേഷണത്തിനുണ്ട്. സംശയമുള്ളതുകൊണ്ടാണ് നമ്മളിങ്ങനെ കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ നമ്മളും സമ്മതിച്ച് ആവശ്യപ്പെട്ട് അവരും അന്വേഷിക്കുന്നുണ്ട്. മൊഴിയെടുത്തപ്പോൾ മതം മാറുന്ന കേസിനെ കുറിച്ച് തന്നെയാണ് പറഞ്ഞത്. അവരത് കറക്റ്റായിട്ട് എഴുതുകൊണ്ടും പോകുന്നുണ്ട്. മൊഴി കറക്റ്റായിട്ട് തന്നെ എഴുതുന്നുണ്ട്. ഇതിന് പുറകിൽ മാത്രമല്ല, ഇതേമാതിരി ഏറെ ഏതെങ്കിലും പെൺകുട്ടികൾക്ക് സംഭവിച്ചിട്ടുണ്ടോ എന്നും കൂടെ അറിയാലോ. ചിലപ്പോൾ ഇവർ തന്നെ ഇതിനു മുമ്പ് എന്തെങ്കിലും ഇങ്ങനെ ശ്രമിച്ചിട്ടുണ്ടോ. വാർത്തയുടെ വിശദാംശങ്ങളുമായി സുബിൻ തോമസ് ചിരിയാണ്. സുബിൻ, നമസ്തേ. ഇത് മറ്റ് ലവ് ജിഹാദ് കേസുകൾ പോലെ അട്ടിമറിക്കാനുള്ള ഒരു നീക്കം തന്നെയാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഇത് ലവ് ജിഹാദ് അല്ല, ഇത് മറ്റൊരു തരത്തിലുള്ള ഒരു കേസാണ്. കേവലം ഒരു ആത്മഹത്യയാണ് എന്ന് വരുത്തി തീർക്കാനുള്ള നീക്കം പ്രാഥമിക ഘട്ടത്തിൽ തന്നെ നമ്മൾ കണ്ടതാണ്. പക്ഷേ അതിശക്തമായ പ്രതിഷേധമാണ് ഈ ഒരു വിഷയത്തിൽ ഉയർന്നത്. ആ പെൺകുട്ടിയുടെ ആത്മഹത്യാ കുറിപ്പ് തന്നെ തെളിവായി മുന്നിൽ നിൽക്കെ പോലീസിന്റെ തുടർ നീക്കങ്ങൾ ഏത് തരത്തിലാണ്? പ്രധാനമായും ഈ പ്രതിഷേധങ്ങളെല്ലാം രൂക്ഷമായ അല്ലെങ്കിൽ അതിശക്തമായി തുടരുന്ന ഒരു സാഹചര്യത്തിലാണ് നിർണായക നീക്കം പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. കൂടാതെ ഈ പോലീസ് അന്വേഷണത്തിൽ നിന്ന് മാറി അന്വേഷണം NIAക്ക് കൈമാറണമെന്നൊരാവശ്യം കുടുംബം ഇന്നലെ തന്നെ ഉന്നയിച്ചിരുന്നു. ഇന്ന് തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള കത്ത് മുഖ്യമന്ത്രിക്ക് നൽകുമെന്നുള്ളതാണ് ഈ പെൺകുട്ടിയുടെ സഹോദരൻ വ്യക്തമാക്കിയിട്ടുള്ളത്. ഇതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിൽ പോലീസ് അടുത്ത നീക്കം നിലവിൽ ആരംഭിച്ചിട്ടുണ്ട്. എന്തായാലും നിലവിൽ ഈ റമീസിന്റെ കുടുംബവുമായി ബന്ധപ്പെട്ട് കൂടുതൽ തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ നിർബന്ധിത മതപരിവർത്തനത്തിലേക്ക് നയിക്കുന്നതുമായി ബന്ധപ്പെട്ട് കൂടുതൽ തെളിവുകൾ ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനമായും കണ്ടെത്തിയിട്ടുള്ളത്. ഇത്തരത്തിൽ ഈ പെൺകുട്ടിയെ ആത്മഹത്യയിലേക്ക് നയിക്കുന്നതിൽ അല്ലെങ്കിൽ നയിച്ചതിൽ റമീസിന് കൃത്യമായ പങ്കുണ്ട്. റമീസിന്റെ മാതാപിതാക്കൾക്കും കൃത്യമായ പങ്കുണ്ട്. അതിന്റെ തെളിവുകൾ ഈ റമീസിന്റെയും അതുപോലെ തന്നെ പെൺകുട്ടിയുടെയും വാട്സപ്പ് ചാറ്റിൽ നിന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് പോലീസ് നൽകുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് തന്നെ റമീസിന്റെ മാതാപിതാക്കളെ കസ്റ്റഡിയിലെടുക്കും. അതിനുശേഷം വിശദമായി ചോദ്യം ചെയ്യുമെന്നുള്ളതാണ് അന്വേഷണ സംഘം വ്യക്തമാക്കിയിട്ടുള്ളത്. ഇതിനുശേഷം ഇന്ന് തന്നെ ഇവരുടെ അറസ്റ്റും ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്നുള്ളത് ഈ NIA അന്വേഷണവുമായി ബന്ധപ്പെട്ട് കുടുംബം നൽകുന്ന ഒരു വിവരം ഒരു ബാഹ്യശക്തികളുടെ ഇടപെടൽ ഈ ഒരു സഹോദരിയുടെ മരണത്തിലുണ്ടോ അല്ലെങ്കിൽ പെൺകുട്ടിയുടെ മരണത്തിൽ കാരണമായിട്ടുണ്ടോ എന്നൊരു സംശയം കുടുംബം പ്രധാനമായും ഉന്നയിക്കുന്നുണ്ട്. മത തീവ്രവാദ സംഘടനകളുടെ വേരുകൾ കേരളത്തിലുണ്ട്. അവരുടെ ഒരു ഇടപെടൽ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള ഒരു സംശയം കുടുംബം പ്രകടിപ്പിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ റമീസും കുടുംബവും മറ്റാരെയെങ്കിലും ഇത്തരത്തിൽ ചതിയിൽപ്പെടുത്തിയിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങളിലെല്ലാം തന്നെ അവർ സംശയം ഉന്നയിക്കുന്നു. ഇക്കാര്യങ്ങളെല്ലാം പുറത്തു വരണമെങ്കിൽ ഒരു ദേശീയ ഏജൻസിയുടെ അന്വേഷണം ആവശ്യമാണ്. അതായത് സുബിൻ, ഇത് കേവലം ഒരു പ്രണയം മാത്രമല്ല, പ്രണയത്തിന്റെ പേരിലുള്ള ഒരു വ്യക്തിയുടെ മതം മാറ്റം മാത്രമല്ല, സംഘടിതമായ ഒരു നീക്കം ഇതിന്റെ പിന്നിൽ ഉണ്ടായിട്ടുണ്ട്. റമീസിന്റെ മാതാപിതാക്കളുടെ പങ്ക് കൃത്യമാണ്, മറ്റ് ചില തീവ്രവാദ സംഘടനകളുടെ പങ്ക് കൃത്യമാണ്. അത്തരത്തിലുള്ള വിമർശനങ്ങൾ തന്നെയാണ് ഈ പെൺകുട്ടിയുടെ സഹോദരനടക്കം ഉന്നയിക്കുന്നത്. അതായത് കേവലം ഒരു പ്രണയ നൈരാശ്യത്തിലുള്ള ഒരു മരണം എന്നതിലുപരിയായിട്ട് കേരളം ഏറെക്കാലമായി വളരെ ഗൗരവത്തോടെ ചർച്ച ചെയ്യുകയും എന്നാൽ നമ്മുടെ പോലീസ് സംവിധാനങ്ങൾ, ഇടത് വലത് സർക്കാരുകൾ മുഖം തിരിച്ചതുമായ ലവ് ജിഹാദ് എന്ന് പറയുന്ന ആസൂത്രിതമായ ഒരു നീക്കം അത് കൂടുതൽ വ്യക്തമാവുകയാണ് ഈ ഒരു കേസിൽ, അല്ലേ? തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ്. പ്രധാനമായും എടുത്തു പറയേണ്ട ചില കാര്യങ്ങൾ എന്നുള്ളത് ഈ 5 വർഷത്തോളമായി പെൺകുട്ടിയും റമീസും പ്രണയത്തിലായിരുന്നു. ഈ സമയത്ത് ഈ പെൺകുട്ടിയുടെ കുടുംബവും പെൺകുട്ടിയും ആദ്യഘട്ടത്തിൽ ഈ റമീസുമായി ബന്ധപ്പെട്ട് മുമ്പോട്ട് പോകാൻ തന്നെ തീരുമാനിച്ചിരുന്നതാണ്. ആ സമയത്തെല്ലാം ചില അസ്വാരസ്യങ്ങൾ ഉണ്ടാവുകയും റമീസും കുടുംബവും കൂടുതലായി പെൺകുട്ടിയുടെ മേൽ ചില ഒരു സമ്മർദ്ദം ചെലുത്തുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായി. ഈ സമ്മർദ്ദം താങ്ങാനാവാതെയാണ് പെൺകുട്ടി ഇത്തരത്തിൽ ഈ ആത്മഹത്യയിലേക്ക് പോയത് എന്നുള്ളതാണ്. ഇത്തരത്തിൽ വീഡിയോ
വീട്ടിലേക്ക് വിളിച്ചു വരുത്തി ആദ്യഘട്ടത്തിൽ രജിസ്റ്റർ വിവാഹം ചെയ്യാമെന്ന് പറഞ്ഞ് അടിമാലിയിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു. അതിനുശേഷം തിരികെ അവിടെ നിന്ന് തന്ത്രപൂർവ്വം വീട്ടിലെത്തിക്കുന്നു. വീട്ടിലെത്തിച്ച ശേഷമാണ് ഇത്തരത്തിൽ നിർബന്ധിത മതപരിവർത്തനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഒരു സമ്മർദ്ദം ചെലുത്തുന്നത്. ഇതിന് തയ്യാറാകാതെ വന്നതോടുകൂടി ക്രൂരമായ മർദ്ദനം ആ പെൺകുട്ടി വീട്ടിൽ ഏൽക്കേണ്ടതായി വന്നു. ഇതെല്ലാം തന്നെ ഈ പെൺകുട്ടി ആത്മഹത്യാക്കുറിപ്പിൽ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. അതോടൊപ്പം തന്നെ സുഹൃത്തിനോട് വിളിച്ചു പറഞ്ഞിട്ടുള്ളതാണ്. ഇതിൽ ഒരു സംഘടിതമായ നീക്കമുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇപ്പോഴും ആ കുടുംബം വിശ്വസിക്കുന്നത്, അല്ലെങ്കിൽ പൊതുസമൂഹം വിശ്വസിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് സർക്കാരോ അല്ലെങ്കിൽ പ്രതിപക്ഷമോ ഇതുമായി ഒരു വാക്ക് പോലും സംസാരിക്കാനോ ഇതിൽ എത്രത്തോളം വസ്തുതയുണ്ട് എന്നടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത വരുത്താനോ ഇവർ തയ്യാറായിട്ടില്ല എന്നുള്ളതും ഏറ്റവും ഖേദകരമായിട്ടുള്ള കാര്യമാണ്. എന്തുകൊണ്ട് ഇവർ മൗനം തുടരുന്നു എന്നുള്ള ഒരു ചോദ്യമാണ് പൊതുസമൂഹം ഇപ്പോഴും ചോദിക്കുന്നത്. ആ ഒരു മൗനം വോട്ട് രാഷ്ട്രീയം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളതാണ് എന്നുള്ളൊരു ആരോപണം BJP ഉന്നയിക്കുന്നതിൻ്റെ സാധ്യതകൾ അതിൽ നിന്ന് തന്നെയാണ്. എന്തായാലും ഇന്നലെ BJP നടത്തിയ പ്രതിഷേധം, ആ പ്രതിഷേധത്തിൻ്റെ ഒരു ചൂട് ഇപ്പോഴും കെട്ടടങ്ങാത്ത ഒരു സാഹചര്യമുണ്ട്. ആ പ്രതിഷേധം തുടർ പ്രതിഷേധങ്ങൾ ഉണ്ടാകുമെന്നൊരു മുന്നറിയിപ്പ് പോലീസിനും അതുപോലെ തന്നെ സർക്കാരിനും BJP നൽകുകയും ചെയ്തിരുന്നു. ഇതിൻ്റെ എല്ലാം ഒരു അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ ഒരു പോലീസിൻ്റെ അടിയന്തര നീക്കം നിലവിൽ നടക്കുന്നത് എന്നുള്ളതാണ്. ലവ് ജിഹാദിനെ എത്രത്തോളം ഇല്ല എന്ന് പറയുന്നു, അത്രത്തോളം ഉണ്ട് എന്ന് വെളിവാക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സംഭവങ്ങൾ ഓരോ ദിവസവും ആവർത്തിക്കപ്പെടുന്നു. അതിലെല്ലാം തന്നെ ഇവർ മൗനം തുടരുകയും ചെയ്യുന്നു എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതിൽ കൃത്യമായൊരു ഇടപെടൽ നടത്തണമെങ്കിൽ അല്ലെങ്കിൽ ഇതിൻ്റെ മറ്റു വേരുകൾ അന്വേഷണമെങ്കിൽ കേന്ദ്ര ഏജൻസിയുടെ ഒരു ഇടപെടൽ അത്യന്താപേക്ഷിതമായ ഒരു സാഹചര്യമാണ് എന്തായാലും നിലവിൽ ഇപ്പോൾ കേരളത്തിലുള്ളത്. സരദിനെയാണ് ഇത്തരം കേസുകളെ തേച്ചുമാച്ച് കളയാനുള്ള നീക്കമാണ് ഇടത് സർക്കാർ സ്വാഭാവികമായും നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം സുബിൻ പറഞ്ഞതുപോലെ തന്നെ വോട്ട് ബാങ്ക് രാഷ്ട്രീയമാണ് മുന്നിലുള്ളത്. അതിൽ വലത് മുന്നണിയും ഒട്ടും പിറകോട്ടല്ല. ഇത്തരം സംഘടനകളെ സുഖിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഈ കേരള സ്റ്റോറി എന്നുള്ള സിനിമ വന്നപ്പോൾ അതിനെതിരെ ഇടതുപക്ഷവും വലതുപക്ഷവും വാളെടുത്തതൊക്കെ നമ്മൾ കണ്ടതാണ്. കാരണം കേരളത്തിൻ്റെ ഭൂമികയിൽ ഇങ്ങനെയൊരു സംഭവമില്ല എന്ന് സ്ഥാപിച്ചെടുക്കാനുള്ള നീക്കമാണ് അവർ നടത്തുന്നത്. പക്ഷേ അപകടകരമായ ഒരു അവസ്ഥയിലേക്ക് കേരളം എത്തിയിരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യമുണ്ട്. കോതമംഗലത്തെ പെൺകുട്ടി അതിൻ്റെ അവസാനത്തെ ഇരിയുമാണ്. അതുകൊണ്ട് തന്നെയാണ് ആ പെൺകുട്ടിയുടെ മാതാപിതാക്കൾ അന്വേഷണം, ദേശീയ അന്വേഷണ ഏജൻസിയുടെ ഇടപെടൽ കാത്തിരിക്കുന്നത്, ആവശ്യപ്പെടുന്നത്. കാരണം ഈ സംസ്ഥാന സർക്കാരിൻ്റെ ഈ ആഭ്യന്തര വകുപ്പ് അന്വേഷണത്തിൽ യാതൊരു വിധത്തിലുള്ള നീതിയും ലഭിക്കില്ല എന്നത് തന്നെയാണ് അവരുടെ ആശങ്ക. എങ്കിലും ഈ പെൺകുട്ടിക്കെങ്കിലും ഈ കുടുംബത്തിനെങ്കിലും നീതി ലഭിക്കട്ടെ എന്ന് തന്നെ നമുക്ക് പ്രാർത്ഥിക്കാം, പ്രതീക്ഷിക്കാം. സുബിൻ തോമസ് ആണ് വിവരങ്ങൾ നൽകിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടുത്ത മാസം അമേരിക്ക സന്ദർശിക്കുമെന്ന് റിപ്പോർട്ട്. ന്യൂയോർക്കിൽ നടക്കുന്ന ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭയിൽ പങ്കെടുക്കും. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. താരിഫ് വർധനയ്ക്ക് പിന്നാലെ ഇരു രാജ്യങ്ങളും തമ്മിൽ വ്യാപാര ബന്ധത്തിൽ ഉലച്ചു നിലനിൽക്കുന്നതിനിടെയാണ് നരേന്ദ്രമോദിയുടെ നിർണായക സന്ദർശനം. ഇവരുമായി ഡൽഹിയിൽ നിന്നും ജിഷ്ണു കൃഷ്ണൻ ചിരിയാണ്. ജിഷ്ണു, നമസ്തേ. ഇവിടെ പറഞ്ഞതുപോലെ തന്നെയാണ് ഏറെ നിർണായകമാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനം. കാരണം ചില ഉലച്ചിലുകൾ പ്രധാനമന്ത്രി ഭാരതത്തിൻ്റെയും അമേരിക്കയുടെയും ഇടയിൽ ഉണ്ടായിട്ടുള്ള ആ ഒരു ഊഷ്മളതയിൽ അല്പം ഒരു കോട്ടം തട്ടിയിട്ടുണ്ട്. അത് ട്രംപിൻ്റെ ചില കർക്കശമായ നിലപാട് തന്നെയാണ്. പക്ഷേ ആ നിലപാട് ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കില്ല, അമേരിക്കയുടെ വലിയേട്ടൻ മനോഭാവം ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കില്ല എന്നുള്ള നിലപാട് പ്രധാനമന്ത്രി വ്യക്തമാക്കിയതാണ്. ഭാരതം കൃത്യമായി വ്യക്തമാക്കിയതുമാണ്. ഈ ഒരു ഘട്ടത്തിലാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനം എന്നത് എത്രത്തോളം നിർണായകവുമാണ്. ജിഷ്ണു, KP, തീർച്ചയായും ഏറെ നിർണായകമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അമേരിക്ക സന്ദർശനം എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പ്രത്യേകിച്ച് അമേരിക്കയും ഭാരതവും തമ്മിൽ നിലവിൽ ഇന്ത്യക്ക് മേലുള്ള താരിഫ് വർധനവ് കൊണ്ടുവരികയും ആ വ്യാപാര ബന്ധത്തിലും നയതന്ത്ര ബന്ധത്തിലും നേരിയ ഉലച്ചിലുണ്ടാവുകയും ഒപ്പം KP ചൂണ്ടിക്കാട്ടിയതുപോലെ അമേരിക്കയുടെ ഒരു വലിയേട്ടൻ മനോഭാവം അംഗീകരിച്ചുകൊണ്ട് മുൻപോട്ട് പോകാനാകില്ല എന്ന് വ്യക്തമാക്കുന്നതോടൊപ്പം തന്നെ ആ പ്രശ്നത്തെ വളരെ കൃത്യമായി അഡ്രസ്സ് ചെയ്തുകൊണ്ട് വളരെ കൃത്യമായി മുൻപോട്ട് നോക്കി കണ്ടുകൊണ്ട് നീങ്ങാനാണ് ഭാരതം ശ്രമിച്ചിട്ടുള്ളത്. ആ പ്രശ്നം വഷളാക്കാനോ അമേരിക്കയുമായി കൊമ്പ് കോർക്കാനോ ശ്രമിക്കാതെ എല്ലാ രാജ്യങ്ങളുമായി ഭാരതത്തിൻ്റെ നയതന്ത്ര മേഖലയിലെ ഇടപാട് അല്ലെങ്കിൽ നയം എന്നുള്ളത് തന്നെ എല്ലാ രാജ്യങ്ങളുമായും സമാധാനത്തിലും നല്ല ഊഷ്മള ബന്ധത്തിലും മുൻപോട്ട് പോവുക. അതിനപ്പുറത്തേക്ക് ഭാരതത്തിൻ്റെ അഖണ്ഡതയെ അല്ലെങ്കിൽ പരമാധികാരത്തെ ചോദ്യം ചെയ്തുകൊണ്ട് ആരെങ്കിലും മുൻപോട്ട് വന്നാൽ അതിനെ കൃത്യമായി എതിർക്കുക എന്ന നിലപാട് വെച്ചുകൊണ്ടാണ് നയതന്ത്ര തലത്തിൽ കഴിഞ്ഞ 10 വർഷത്തിലധികമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും നമ്മുടെ രാജ്യത്തിൻ്റെയും ഇടപെടൽ
നിലവിലുള്ളത്. അതുകൊണ്ട് നിലവിൽ ഭാരതത്തിനെതിരെ താരിഫ് വർധനവ് കൊണ്ടുവരുന്നു. വ്യാപാര ബന്ധത്തിൽ ചില പ്രശ്നങ്ങൾ അമേരിക്കയുമായി ബന്ധപ്പെട്ടുണ്ടാകുന്നു. എന്നാൽ അത് പരിഹരിച്ചുകൊണ്ട് മുൻപോട്ട് പോകാനും ഒപ്പം ലോക വിപണിയിൽ ഭാരതത്തിൻ്റെ ആഭ്യന്തര ഉൽപ്പന്നങ്ങൾക്ക് വിപണനത്തിൻ്റെ സാധ്യതകൾ കണ്ടെത്തുന്നതിനുമുള്ള ശ്രമങ്ങൾ ഇതിനോടകം തന്നെ ഭാരതം ആരംഭിച്ചിട്ടുണ്ട്. അതിനിടയിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്കയിലേക്ക് പോകുമെന്ന റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരുന്നത്. അതായത് അടുത്ത മാസം സെപ്റ്റംബർ അവസാന വാരത്തിൽ അമേരിക്കയിൽ ന്യൂയോർക്കിൽ വെച്ചാണ് ഐക്യരാഷ്ട്രസഭയുടെ പൊതുസമ്മേളനം നടക്കുന്നത്. ആ സമ്മേളനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിസംബോധന ചെയ്ത് സംസാരിക്കുമെന്ന് മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് ആ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്കയിലെത്തും. ഐക്യരാഷ്ട്രസഭയിൽ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഏറെ നിർണായകമാകും. നിലവിലെ ഈ കാലഘട്ടത്തിൽ ഭാരതത്തിൻ്റെ യാത്ര സംബന്ധിച്ചും ഒപ്പം ഓപ്പറേഷൻ സിന്ദൂറും ഭീകരതയ്ക്കെതിരെ ഭാരതം നടത്തുന്ന പോരാട്ടങ്ങൾ ഏത് ലോകവേദികളിൽ, അത് ഐക്യരാഷ്ട്രസഭയിലാണെങ്കിലും മറ്റേത് വേദികളിൽ സംസാരിക്കുമ്പോഴും പ്രധാനമന്ത്രി ചൂണ്ടിക്കാണിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം ലോകം ഇന്ന് നേരിടുന്ന ഭീകരത തന്നെയാണ്. ആ ഭീകരതയ്ക്കെതിരെ ഒരുമിച്ച് നിന്ന് പോരാടണമെന്നും ആ പോരാട്ടത്തിന് മുൻപിൽ നിൽക്കാൻ ഭാരതം ഉണ്ടാകുമെന്ന പ്രഖ്യാപനം എപ്പോഴും പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്താറുണ്ട്. ജിഷ്ണു, ഇവിടെ ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭയിൽ പ്രധാനമന്ത്രി പങ്കെടുക്കുമ്പോൾ അദ്ദേഹത്തിന്റെ വാക്കുകൾ ലോകം അത്രമേൽ ആകാംക്ഷയോടെ അല്ലെങ്കിൽ അത്രമേൽ പ്രതീക്ഷയോടാണ് കാത്തിരിക്കുന്നത്. കാരണം ജിഷ്ണു പറഞ്ഞതുപോലെ തന്നെ സമാധാനമാണ് ഭാരതം എന്നും ആഗ്രഹിക്കുന്നത്. പക്ഷേ ഭാരതത്തിൻ്റെ മേലുണ്ടാകുന്ന ഒരു കടന്നുകയറ്റവും ഒരു ഭീകരതയും അംഗീകരിക്കില്ല. അത് മാത്രമല്ല, ലോകത്ത് എവിടെയും ഭീകരതയുണ്ടെങ്കിൽ ആ ഭീകരതയ്ക്കെതിരെ പോരാടുന്നവരോടൊപ്പം ഭാരതം ഉണ്ടാകും എന്നുള്ള ഒരു വ്യക്തതയും പ്രധാനമന്ത്രി പലപ്പോഴായി നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രിയുടെ വാക്കുകൾ അത്രത്തോളം പ്രതീക്ഷയോടെ ലോകം കാത്തിരിക്കുകയാണ്. ഒപ്പം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ കർക്കശമായ ചില നിലപാടുകൾ, അത് അമേരിക്കൻ ഭരണകൂടത്തിന് തന്നെ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാക്കിയെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഭാരതം പോലുള്ള ഒരു ലോകരാജ്യത്തോട് ഏറ്റുമുട്ടി മുന്നോട്ട് പോകാൻ പൊതുസമ്മതനായ ഒരു പ്രധാനമന്ത്രിയുടെ നിലപാടുകളെ തള്ളിക്കളഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകാൻ ട്രംപിന് സാധിക്കില്ല, അമേരിക്കയ്ക്ക് സാധിക്കില്ല എന്ന് എല്ലാവർക്കും അറിയാം, ലോകരാജ്യങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ ഒരു മയപ്പെടുന്ന സമീപനത്തിലേക്ക് ട്രംപ് സ്വാഭാവികമായും എത്തും. പ്രത്യേകിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായിട്ടുള്ള ട്രംപിൻ്റെ ഊഷ്മളമായ ബന്ധവും എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രിയുടെ യാത്ര ഒരു മഞ്ഞുരുകലിൻ്റെ ഒരു തുടക്കമാകും എന്ന കാര്യത്തിലും ഒരു സംശയവും വേണ്ട, അല്ലേ? KP ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാക്കുകളും ഒപ്പം അതേസമയം പ്രധാനമന്ത്രിയുടെ ഈ സന്ദർശനത്തിൽ, അമേരിക്കൻ സന്ദർശനത്തിൽ ഏവരും ഉറ്റുനോക്കുന്നത് അല്ലെങ്കിൽ ലോകരാഷ്ട്രീയം മുഴുവൻ ഉറ്റുനോക്കുന്നത് ഇരു ഭരണാധികാരികളും തമ്മിലുള്ള ഉഭയകക്ഷി ചർച്ച ഉണ്ടാക്കുമോ എന്നുള്ളത് തന്നെയാണ്. കാരണം നേരത്തെ നമുക്കറിയാം, രണ്ട് ലോക നേതാക്കളും തമ്മിൽ ലോകത്തിനു മുൻപിൽ ഒരുമിച്ച് നിൽക്കുകയും മുൻപോട്ട് പോക്കുകൾ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം കൂടുതൽ ഊഷ്മളമാക്കുമെന്ന പ്രഖ്യാപനങ്ങളും നടപടികളും അതിനനുസരിച്ചുണ്ടായിരുന്നു. പക്ഷേ നിലവിൽ റഷ്യയിൽ നിന്ന് ഇന്ത്യ ഇത്തരത്തിൽ വ്യാപാര ബന്ധം നടത്തുന്നതുമായി ബന്ധപ്പെട്ട് അത് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഭാരതത്തിനു മേൽ താരിഫ് വർധനവും വ്യാപാര മേഖലയിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളും ഇരു രാജ്യങ്ങളും തമ്മിലുണ്ടായത്. അത് പരിഹരിക്കണം എന്നുള്ളത് തന്നെയാണ് ഭാരതത്തിൻ്റെ നിലപാട്. ഒരു ലോക രാജ്യങ്ങളുമായും പ്രശ്നത്തിലൂടെ മുൻപോട്ട് പോകേണ്ടതില്ല, നമുക്ക് കൈകോർക്കാൻ സാധിക്കുന്ന എല്ലാ രാജ്യങ്ങളുമായി കൈകോർത്ത് മുൻപോട്ട് പോകണം എന്ന നിലപാട് തന്നെയാണ് നയതന്ത്ര തലത്തിൽ ഭാരതത്തിനുള്ളത്. പക്ഷേ KP ചൂണ്ടിക്കാട്ടിയതുപോലെ രാജ്യത്തിനെതിരെ അല്ലെങ്കിൽ രാജ്യ താൽപ്പര്യത്തിനെതിരെ വരുന്ന നിലപാടുകളും ചോദ്യങ്ങളും അത് മറുപടി നൽകിക്കൊണ്ട് തന്നെ മുൻപോട്ട് പോകും. നിലവിലെ ഈ വിഷയത്തിലും അത്തരത്തിലൊരു നിലപാട് തന്നെയാണ് ഭാരതം സ്വീകരിച്ചിട്ടുള്ളത്. കാരണം റഷ്യയിൽ നിന്ന് എന്നല്ല, എവിടെ നിന്നാണോ മാർക്കറ്റിൽ ഏറ്റവും കുറഞ്ഞ വിലയിൽ ഭാരതത്തിന് ഉൽപ്പന്നങ്ങൾ ലഭിക്കുന്നത്, ആ ഉൽപ്പന്നങ്ങളിൽ ഭാരതത്തിൻ്റെ രാജ്യ താൽപ്പര്യത്തിനനുസരിച്ച് അത്തരം വ്യാപാര ബന്ധങ്ങളിൽ ഏർപ്പെടും. ഭാരതത്തിലുള്ള ആഭ്യന്തര ഉൽപ്പന്നങ്ങൾ അത് ലോക വിപണിയിൽ എവിടെയാണോ മികച്ച വില ലഭിക്കുന്നത് അവിടേക്ക് ഭാരതം വിൽപ്പന നടത്തും. അമേരിക്ക അതിനെ എതിർക്കുകയാണെങ്കിൽ മറ്റ് ലോക രാജ്യങ്ങളിൽ വിശാലമായി കിടക്കുന്ന ലോക വിപണിയിലേക്ക് ഭാരതത്തിൻ്റെ ആഭ്യന്തര ഉൽപ്പന്നങ്ങൾ എത്തിക്കാനും അത് വളരെ മികച്ച വിലയിൽ വിൽപ്പന നടത്താൻ സാധിക്കുമെന്ന തികഞ്ഞ ആത്മവിശ്വാസം ഭാരതത്തിനുണ്ട്. അതുകൊണ്ട് അമേരിക്കയുടെ ഈ വിലപേശലോ കണ്ണുരുട്ടലോ നിലവിലെ സാഹചര്യത്തിൽ ഭാരതത്തിന് യാതൊരു തരത്തിലും പ്രതിസന്ധികൾ സൃഷ്ടിക്കില്ല, ചില പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും എന്ന് പ്രധാനമന്ത്രി പറയുന്നു. ആ പ്രത്യാഘാതങ്ങളെ നേരിടാനും മറികടക്കാനുമുള്ള ശക്തി ഇന്ന് ഭാരതത്തിനുണ്ട്. ഒപ്പം ട്രംപും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള കൂടിക്കാഴ്ച അത് ഏറെ നിർണായകമായിരിക്കും. ഇരു രാജ്യങ്ങളും തമ്മിൽ ഈ ന്യൂയോർക്കിൽ വെച്ച് തന്നെയും ഉഭയകക്ഷി ചർച്ചയുണ്ടാകാനുള്ള സാധ്യതയാണുള്ളത്. നിലവിലുള്ള ഈ ഒരു പ്രശ്നങ്ങൾക്ക് മറികടന്നുകൊണ്ട് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ ഊഷ്മളമാക്കുന്നതിനും ഒപ്പം അമേരിക്കയെ സംബന്ധിച്ച് നിലവിലുള്ള പ്രശ്നം എന്നുള്ളത് നേരത്തെ അമേരിക്ക മറ്റ് ലോകരാജ്യങ്ങളെ മുഴുവൻ നിയന്ത്രിക്കുന്നൊരു വലിയ സാമ്പത്തിക സൈനിക ശക്തിയായിരുന്നെങ്കിൽ ഇന്ന് അതിനെ മറികടന്നുകൊണ്ട് ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ജനപ്രിയമായ രാജ്യം
രാജ്യമായി മാറാനും എല്ലാ രാജ്യങ്ങൾക്കും സ്വീകാര്യമായിട്ടുള്ള അഭിപ്രായങ്ങളും തീരുമാനങ്ങളും പറയാനും അതിന് മുന്നിൽ നിൽക്കാനും സാധിക്കുന്ന ഒരു സാമ്പത്തിക സൈനിക ശക്തിയായി ഭാരതം മാറുന്നു. അതുകൊണ്ട് തന്നെയാണ് ഭാരതത്തിനെതിരെയുള്ള ചില എതിർപ്പുകൾ അല്ലെങ്കിൽ ഭാരതത്തിൻ്റെ മുൻപോട്ട് പോക്കിനെ തടയുന്ന ചില തീരുമാനങ്ങളും തടയാൻ ശ്രമിക്കുന്ന ചില തീരുമാനങ്ങളും അമേരിക്കയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. തീർച്ചയായും അത് ആ രാജ്യത്തിൻ്റെ താല്പര്യങ്ങളാണ്. പക്ഷേ ഭാരതത്തിൻ്റെ രാജ്യ താല്പര്യങ്ങൾ വിട്ടുകൊണ്ട് അല്ലെങ്കിൽ അത് സംരക്ഷിക്കുന്നതിന് ഏതറ്റം വരെയും ഏത് നടപടിയും സ്വീകരിക്കും എന്നുള്ളത് ഇതിനോടകം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സെപ്റ്റംബർ അവസാന വാരം US-ലെത്തുന്നത്. ന്യൂയോർക്കിൽ ഐക്യരാഷ്ട്ര സഭയുടെ പൊതുസമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കും. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി ഉഭയകക്ഷി ചർച്ച ഉണ്ടാകും എന്നാണ് മനസ്സിലാക്കേണ്ടത്. ജിഷ്ണു കൃഷ്ണനാണ് ഡൽഹിയിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത്. വിഷമദ്യം കഴിച്ച് മലയാളികളടക്കം 10 പേർ മരിച്ചതായി വിവരം. അഹമ്മദി ഗവർണറേറ്റിലെ പലയിടത്തായാണ് സംഭവം. മരിച്ചവരെല്ലാം പ്രവാസികളാണ്. പ്രാഥമിക പരിശോധനയിൽ മദ്യത്തിൽ നിന്ന് വിഷബാധ ഏറ്റതായാണ് റിപ്പോർട്ടുകൾ. ഇവരുമായി സുജിത് സുരേഷൻ ചിരികയാണ്. സുജിത്ത്, മലയാളികളടക്കം 10 പേരാണ് മരിച്ചിരിക്കുന്നത്. എപ്പോഴായിരുന്നു ഈ ഒരു സംഭവം? സുരേഷ്, കഴിഞ്ഞ രാത്രിയോടെയാണ് സംഭവം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അഹമ്മദി ഗവർണറേറ്റിലെ വിവിധ സ്ഥലങ്ങളിൽ നിന്നുമാണ് സംഭവം നടന്നിരിക്കുന്നത്. ഫർവാനിയ, ജഹറ, അദാൻ തുടങ്ങിയ ആശുപത്രികളിൽ 15ഓളം പേരാണ് ചികിത്സയിൽ കഴിയുന്നത്. ഇവരിൽ 10 പേർ മരണമടഞ്ഞതായിട്ടാണ് വിവരം. മരിച്ചവർ എല്ലാവരും പ്രവാസികളാണ്. ഇതിൽ മലയാളികളും ഉൾപ്പെട്ടിട്ടുള്ളതായിട്ടാണ് വിവരം. സുരേഷ്, ഈ ഗൾഫ് മേഖലയിൽ പൂർണ്ണമായും മദ്യം നിരോധിച്ചിരിക്കുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് കുവൈറ്റ്. പ്രാദേശികമായി നിർമ്മിച്ചെടുത്ത മദ്യത്തിൽ നിന്നാണ് ഇപ്പോൾ വിഷബാധ ഏറ്റിരിക്കുന്നത്. പ്രാഥമിക അന്വേഷണങ്ങളിൽ തന്നെ മദ്യത്തിൽ മെത്തനോൾ അടങ്ങിയ വിഷാംശം കലർന്നതായാണ്. സുജിത്ത്, ഇവിടെ അഹമ്മദി ഗവർണറേറ്റിലെ പലയിടത്തായാണല്ലോ ഇത്തരം ഒരു സംഭവം ഉണ്ടായത്. സുജിത്ത് പറഞ്ഞതുപോലെ തന്നെ നിരവധി പേർ ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലുമാണ്. ഇവിടെ ഈ ഒരു വിഷമദ്യം കഴിച്ചു, ഈ മദ്യം എത്തിച്ചത് ഒരേ സ്ഥലത്ത് നിന്നാണ് എന്നാണോ പ്രാഥമികമായ വിവരം? കാരണം പലയിടത്തായാണ് ഇത്തരത്തിലുള്ള ദാരുണമായ സംഭവങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത്. അല്ല, ഇത് അറിയാലോ, ഈ മദ്യം പൂർണ്ണമായും നിരോധിച്ച രാജ്യമായതുകൊണ്ട് തന്നെ പലയിടങ്ങളിലായിട്ടാണ് പ്രാദേശികമായിട്ട് ഇതൊക്കെ നിർമ്മിച്ചിരിക്കുന്നത്. ഇതിലെയൊന്നും ശരിയായ സ്രോതസ്സുകളൊന്നും നമുക്ക് അറിയാൻ കഴിയില്ല. എങ്ങനെയാണ് ഇവരിൽ മദ്യം എത്തിയതെന്നോ എന്നുള്ള വിവരങ്ങളൊന്നും നമുക്ക് വേഗം അറിയാൻ സാധ്യമല്ല. ഇതിൽ തൊഴിലാളികൾ പൂർണ്ണമായും കൂടുതലായിട്ടും തൊഴിലാളികൾ തിങ്ങിപ്പാർക്കുന്ന മേഖലകളാണ് ഇതൊക്കെ. അപ്പോൾ ഇതിൽ എത്രത്തോളം പ്രവാസികളും എത്രത്തോളം മലയാളികളും ഇത് ബാധ ഏറ്റിട്ടുണ്ടെന്നൊന്നും നമുക്ക് ഇപ്പോൾ വിവരങ്ങൾ ലഭ്യമല്ല. ഏതായാലും സുജിത്ത് പറഞ്ഞതുപോലെ തന്നെയാണ് ഈ 10 പേരാണ് മരിച്ചത്. മലയാളികളടക്കം 10 പേരാണ് മരിച്ചത്. നിരവധി പേർ ഇപ്പോഴും ചികിത്സയിലാണ്. ഏതായാലും വിഷമദ്യം കഴിച്ചിട്ടാണ് ഇത്തരത്തിലുള്ള ദാരുണമായൊരു സംഭവം ഉണ്ടായത്. സുജിത് സുരേഷനാണ് വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തയിലേക്ക്. സംസ്ഥാനത്ത് കോൺഗ്രസ് വിജയിച്ച പാലക്കാട് മണ്ഡലത്തിലും വ്യാപകമായി ഇരട്ട വോട്ടുകൾ. 3,26,151 ഇരട്ട വോട്ടുകളാണ് മണ്ഡലത്തിലുള്ളത്. ഇരട്ട വോട്ടുകൾ സംബന്ധിച്ച രേഖകൾ ജനം ടിവിക്ക് ലഭിച്ചു. ഇവരുമായി അരുൺ ആലത്തൂർ ചേരുകയാണ്. അരുൺ, കോൺഗ്രസ് വിജയിച്ച പാലക്കാട് മണ്ഡലത്തിലും ഇപ്പോൾ വ്യാപകമായി ഇരട്ട വോട്ടുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. നമ്മുടെ അന്വേഷണത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് കണ്ടെത്താൻ സാധിച്ചത്? സുരേഷ്, ഈ രാഹുൽ ഉന്നയിച്ച ഈ ഇരട്ട വോട്ട് അല്ലെങ്കിൽ വോട്ടർ പട്ടികയിലെ ക്രമക്കേട് സംബന്ധിച്ച വിവരങ്ങൾ അത് കോൺഗ്രസിനെ തന്നെ തിരിഞ്ഞു കൊത്തുന്ന കാഴ്ചയാണ് നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കാണുന്നത്. അതിലേറ്റവും ഒടുവിലത്തെ ഉദാഹരണമായി മാറുകയാണ് കോൺഗ്രസ് വിജയിച്ചിട്ടുള്ള പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിലെ കണക്കുകൾ എന്നുള്ളതാണ്. ഈ പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിലെ കണക്കുകൾ നമ്മൾ പരിശോധിച്ചപ്പോൾ 3,26,151 ഇരട്ട വോട്ടുകളാണ് ഈ പാലക്കാട് മണ്ഡലത്തിൽ ഉള്ളത് എന്നുള്ളതാണ്. VK ശ്രീകണ്ഠൻ എന്ന കോൺഗ്രസ് നേതാവാണ്, കോൺഗ്രസ് സ്ഥാനാർത്ഥിയാണ് ഈ പാലക്കാട് മണ്ഡലത്തിൽ വിജയിച്ചിട്ടുള്ളത്. അവിടെയാണ് ഇത്തരത്തിൽ 3,26,151 ഇരട്ട വോട്ടുകൾ ഉള്ളത്. 2024 ഏപ്രിൽ 4 പ്രസിദ്ധീകരിച്ച അവസാന വോട്ടർ പട്ടികയിലാണ് ഈ കണക്കുകൾ, ഇത്രയേറെ ഇരട്ട വോട്ടുകൾ നമുക്ക് കാണാൻ കഴിയുന്നത് എന്നുള്ളതാണ്. ഇതിൽ തന്നെ ഈ പാലക്കാട് നഗരത്തിലെ കൊപ്പം വാർഡിൽ ഒരു കുടുംബത്തിലെ 4 പേർക്ക് ഉൾപ്പെടെ ഇരട്ട വോട്ടുള്ളതായിട്ടാണ് നമുക്ക് ലഭിച്ച ഈ വിവരങ്ങളിൽ കാണാൻ കഴിയുന്നത്. അതായത് ഒരു കുടുംബത്തിലെ 4 ആൾക്ക്
ലോജിക്ക് ഉൾപ്പെടെയാണ് ഇരട്ട വോട്ടുകൾ. അത്തരത്തിൽ വ്യാപകമായിട്ട് ഇരട്ട വോട്ട് ഈ പാലക്കാട് മണ്ഡലത്തിലുണ്ട് എന്നുള്ളത് തന്നെയാണ്. അരുൺ, ഇവിടെ ഏറ്റവും ശ്രദ്ധേയമാകുന്നത് കുറഞ്ഞ വോട്ടുകളല്ല, 3,26,151 വോട്ടുകളാണ്. ഒരുപക്ഷെ ഈ കോൺഗ്രസിന്റെ വിജയത്തിന് തന്നെ ആധാരമായ വോട്ടുകൾ, അത്തരത്തിൽ വ്യാപകമായ കള്ളവോട്ടുകളാണ്, ഇരട്ട വോട്ടുകളാണ് കോൺഗ്രസ് ബോധപൂർവം സൃഷ്ടിച്ചത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്, അല്ലേ? തീർച്ചയായിട്ടും സുരേഷ്, ഈ രാഹുൽ പറയുന്ന ലോജിക്ക് പ്രകാരമാണെങ്കിൽ ഈ പാലക്കാട്ട് കോൺഗ്രസിൻ്റെ വിജയം അത് ഇത്തരത്തിലുള്ള ഇരട്ട വോട്ടുകൾ മൂലമാണോ എന്നുള്ള സ്വാഭാവികമായിട്ടും സംശയിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. മാത്രമല്ല, ഇതിലൊരു പ്രത്യേകത എന്തെന്നാൽ ഈ വിഷയത്തിൽ നേരത്തെ തന്നെ പരാതി ഉയർന്നിട്ടുണ്ട് എന്നുള്ളതാണ്. BJP ഇതുമായി ബന്ധപ്പെട്ട സംഭവത്തിൽ ഇലക്ഷൻ കമ്മീഷന് അന്ന് തന്നെ പരാതി നൽകിയിട്ടുണ്ട്. മാത്രമല്ല, കോടതിയെയും വിഷയത്തിൽ സമീപിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. രണ്ട് തരത്തിലാണ്, അതായത് ഈ രേഖകൾ കൃത്യമായിട്ട് തന്നെ അവർ ഒരു ഹാർഡ് കോപ്പി ആയിട്ടും ഒപ്പം തന്നെ ഒരു പെൻഡ്രൈവിലാക്കി സോഫ്റ്റ് കോപ്പി ആയിട്ടും തെരഞ്ഞെടുപ്പ് ഇലക്ഷൻ കമ്മീഷനും ഒപ്പം തന്നെ കോടതിക്കും നൽകി കോടതിയെയും സമീപിച്ചിരിക്കുന്ന സാഹചര്യമുണ്ട് എന്നുള്ളതാണ്. ഏതായാലും ഈ രാഹുൽ തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞ് ഇത്രയും മാസങ്ങൾ കഴിഞ്ഞിട്ടാണ് ഇങ്ങനത്തെ ആരോപണവുമായിട്ടൊക്കെ രംഗത്ത് വരാറെങ്കിൽ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചപ്പോൾ തന്നെ പാലക്കാട്ടെ BJP നേതൃത്വം അന്നത്തെ BJPയുടെ സ്ഥാനാർത്ഥിയായ C. കൃഷ്ണകുമാറും അതുപോലെ തന്നെ BJPയുടെ ജില്ലാ അധ്യക്ഷൻ KM ഹരിദാസും ചേർന്ന് ഇതിൻ്റെ ലിസ്റ്റുകൾ തയ്യാറാക്കി അന്ന് തന്നെ ഇവർ കോടതിയെ സമീപിക്കുകയും ഇലക്ഷൻ കമ്മീഷനെ സമീപിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഏതായാലും നിസ്സാര വോട്ടുകളല്ല, നമ്മളിപ്പോൾ ഇതിൻ്റെ രേഖകൾ പരിശോധിക്കുമ്പോൾ അതിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിസ്സാര വോട്ടുകളല്ല, 3,26,151 ഇരട്ട വോട്ടുകളാണ് പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൽ കാണാൻ കഴിയുന്നത് എന്നുള്ളതാണ്. അതിൽ തന്നെ ഒരു കുടുംബത്തിലെ നഗരത്തിലെ ഒരു കുടുംബത്തിലെ തന്നെ 4 പേർക്ക്, കുടുംബത്തിലെ 4 അംഗങ്ങൾക്ക് ഇരട്ട വോട്ടുകൾ ഉണ്ട് എന്നുള്ളതാണ്. ഏതായാലും പലയിടത്തും ഈ ഇരട്ട വോട്ടുകളുള്ള ഈ കുടുംബത്തിലെ അംഗങ്ങളും മറ്റുമൊക്കെ കോൺഗ്രസിൻ്റെ അംഗങ്ങളാണ്, കോൺഗ്രസിൻ്റെ അനുഭാവികളാണ് എന്നുള്ളതാണ് BJP ഉന്നയിക്കുന്ന ആരോപണം. അതുകൊണ്ട് തന്നെ ഈ രാഹുൽ പറയുന്നത് പ്രകാരമാണെങ്കിൽ പാലക്കാട്ടെ കോൺഗ്രസിൻ്റെ വിജയം അതും സംശയത്തിൻ്റെ നിഴലിൽ തന്നെയാണ്. അതിലും വിശദമായ അന്വേഷണം വേണം. ഈ ഇരട്ട വോട്ട് സംബന്ധിച്ചുള്ള കാര്യത്തിൽ വിശദമായ അന്വേഷണം വേണമെന്ന് നേരത്തെ തന്നെ പരാതി നൽകിയിട്ടുണ്ട്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആ പരാതി കൂടുതൽ ശക്തമായിട്ട് ഇനി വരും ദിവസങ്ങളിലൊക്കെ BJP ഉന്നയിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. ഏതായാലും നമുക്കിപ്പോൾ ലഭിച്ചിരിക്കുന്ന വിവരങ്ങൾ അതിൽ കൃത്യമായിട്ട് തന്നെ രേഖകളിൽ കാണാൻ സാധിക്കുന്നു. പാലക്കാട് കോൺഗ്രസ് വിജയിച്ച മണ്ഡലത്തിലും നിരവധി ഇരട്ട വോട്ടുകളാണുള്ളത്. കോൺഗ്രസ് വിജയിച്ച പാലക്കാട് മണ്ഡലത്തിലും വ്യാപകമായ ഇരട്ട വോട്ടുകളാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കുറഞ്ഞ വോട്ടുകളല്ല, 3,26,151. കോൺഗ്രസ് എങ്ങനെ ജയിച്ചു എന്ന ചോദ്യം ഇവിടെ പ്രസക്തമാവുകയാണ്. അരുണാലത്തൂരാണ് വിവരങ്ങൾ നൽകിയത്. BJPക്കെതിരെ തൊടുത്ത വോട്ടർ പട്ടിക വിവാദം CPMനും കോൺഗ്രസിനും തിരിച്ചടിയാവുകയാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലടക്കം ചേർത്ത കള്ളവോട്ടുകളുടെ കണക്കുകളുമായി ഇരുപക്ഷവും ചെളിവാരിയെറിയൽ തുടരുകയാണ്. കൊച്ചി കോർപ്പറേഷനിൽ മുണ്ടംവേലിയിൽ കള്ളവോട്ടുകൾ ചേർത്തതിന്റെ തെളിവുകൾ കോൺഗ്രസ് പുറത്തുവിട്ടപ്പോൾ പ്രതിരോധത്തിലായത് CPM ആണ്. വിവരങ്ങളുമായി ജിജീഷ് കരുണാകരൻ ശരിയാണ് കൊച്ചിയിൽ നിന്നും. ജിജീഷ്, നമസ്തേ. ഇവിടെ BJPക്കെതിരെ തൊടുത്തുവിട്ട ഒരു അസ്ത്രം, അല്ലെങ്കിൽ ഒരു ആയുധമാണ് ഈ കള്ളവോട്ട് ചേർക്കൽ, കള്ളവോട്ട് വിവാദം. എന്നാൽ ഇപ്പോൾ CPMനും കോൺഗ്രസിനും ഇവർ രണ്ടുപക്ഷവും BJPയെ പ്രതിരോധത്തിലാക്കാനുള്ള ഒരു നീക്കമാണ് നടത്തിയത്. എന്നാൽ സ്വയം പ്രതിരോധത്തിലാവുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഇരട്ട വോട്ടുകളെ ചൊല്ലി, കള്ളവോട്ടുകളെ ചൊല്ലി CPMും കോൺഗ്രസും പരസ്പരം പോർവിളി നടത്തുകയാണല്ലേ? നമസ്തേ കെ പി പറഞ്ഞതുപോലെ തന്നെ കോൺഗ്രസും CPMുമാണ് ഇവിടെ പെട്ടുപോയിരിക്കുന്നത്. കാരണം യാതൊരു അടിസ്ഥാനവുമില്ലാതെ BJPക്കെതിരെ അനധികൃതമായി വോട്ട് ചേർത്തു എന്ന ആരോപണം ഉയർത്തുന്നു. ആ ആരോപണം കത്തി നിൽക്കുമ്പോൾ BJP കൃത്യമായി തന്നെ കാര്യങ്ങൾ അന്വേഷിക്കുന്നു. അവർ തെളിവുകൾ അനുദിനം പുറത്തു കൊണ്ടുവരുന്നു. ആ പുറത്തു കൊണ്ടുവരുന്ന തെളിവുകൾ വ്യക്തമാക്കുന്നത് ഇടതു വലതു മുന്നണികൾ കാലങ്ങളായി തന്നെ സംസ്ഥാനത്ത് നടക്കുന്ന വിവിധ തെരഞ്ഞെടുപ്പുകളിൽ, അത് നിയമസഭാ തെരഞ്ഞെടുപ്പുകളാണെങ്കിലും തദ്ദേശ തെരഞ്ഞെടുപ്പാണെങ്കിലും ലോക്സഭാ തെരഞ്ഞെടുപ്പാണെങ്കിലും എല്ലാം തന്നെ വലിയ തോതിൽ കള്ളവോട്ടുകൾ ചേർത്തിട്ടുണ്ട് എന്ന് മാത്രമല്ല വോട്ടേഴ്സ് ലിസ്റ്റിൽ ക്രമക്കേടുകൾ നടത്തിയായിരുന്നു മുന്നോട്ട് പോയിരുന്നത് ഈ രണ്ട് മുന്നണികളും എന്ന കാര്യമാണ്. അങ്ങനെയാണ് ഈ ഇത്തരത്തിലുള്ള അവരുടെ കാര്യങ്ങൾ മറച്ചുവെക്കാൻ, അല്ലെങ്കിൽ അനധികൃതമായി വോട്ടുകൾ ചേർത്തതും വോട്ടർ പട്ടികയിൽ ക്രമക്കേടുകൾ നടത്തിയതും മറച്ചുവെക്കാനായിരുന്നു BJPക്കെതിരെ ആരോപണങ്ങൾ ഉയർത്തിയത് എന്നാണ് വ്യക്തമാകുന്നത്. സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് വരുന്ന ഉദാഹരണങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള തെളിവുകൾ പുറത്തു വരുമ്പോൾ അതിൽ ഏറ്റവും ഒടുവിലത്തേത് കൊച്ചിയിൽ മുണ്ടംവേലിയിൽ ഇത്തരത്തിൽ വോട്ടുകൾ ചേർത്തിട്ടുണ്ട്. അത് വിവിധ ഭാഷാ തൊഴിലാളികൾ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് ഇവിടെ എത്തി പലതരത്തിലുള്ള ജോലികൾ ചെയ്ത് ജീവിക്കുന്ന തൊഴിലാളികളുടെ പേരിലാണ് വലിയ തോതിൽ
ഇത്തരത്തിൽ വോട്ടർ പട്ടികയിൽ അവരുടെ പേരുകൾ തിരികെ കയറ്റിയിരിക്കുന്നത്. അവിടെ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് കോൺഗ്രസ് ആണ്. ആരോപണത്തിന്റെ മുന നീളുന്നത് CPM-ലേക്കാണ്. കാരണം CPM-നെ സംബന്ധിച്ചിടത്തോളം കള്ളവോട്ടുകൾ, വോട്ടർ പട്ടികയിലെ നടത്തുന്ന ക്രമക്കേടുകൾ, ഉദ്യോഗസ്ഥരെ അടക്കം സ്വാധീനിച്ചുകൊണ്ടുള്ള നീക്കങ്ങൾ എന്നത് ഒരു പുതിയ കാര്യമല്ല. കാലങ്ങളായി അവർ അനുവർത്തിച്ചു പോരുന്ന ഒരു രീതിയാണ് ഇത്തരത്തിൽ വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകളും വോട്ടർ പട്ടികയിലുള്ള തിരുത്തലുകളും എല്ലാം തന്നെ. അങ്ങനെയാണ് ഒരു നിർദ്ദേശം തന്നെ, അല്ലെങ്കിൽ കേഡറുകൾക്ക്, പാർട്ടി കേഡറുകൾക്ക് നൽകിയ നിർദ്ദേശങ്ങൾ തന്നെ ഓരോ ബൂത്തുകളിലും നിശ്ചിത വോട്ടുകൾ കള്ളവോട്ട് ചെയ്യണം, സാധാരണ നിലയിൽ നിശ്ചിത ആൾക്കാരെ വോട്ട് ചെയ്യിക്കണമെന്നാണ് മറ്റു പാർട്ടികൾ സാധാരണ നിലയ്ക്ക് നിർദ്ദേശിക്കാറുള്ളത്. എങ്കിൽ അതിൽ നിന്ന് വ്യത്യസ്തമായി നിശ്ചിത ആളുകളുടെ വോട്ട് പോളി ചെയ്യിക്കണം എന്നത് മാത്രമല്ല, നിശ്ചിത ആളുകളെ കൊണ്ട് കള്ളവോട്ടുകൾ ചെയ്യിക്കണം എന്നുകൂടി നിർദ്ദേശിക്കുന്ന ഒരു രാഷ്ട്രീയ സംവിധാനത്തിൽ നിന്നുകൊണ്ടാണ് CPM വിമർശനങ്ങൾ ഉന്നയിച്ചത് എന്ന് വ്യക്തമാക്കുന്നത് തന്നെയാണ്. അവർക്കെതിരെ ആണ് ഫോർട്ട് കൊച്ചി മുണ്ടംവേലിയിൽ ആരോപണങ്ങൾ ഉയർന്നത് എന്നത് ഏറ്റവും പ്രധാനമാണ്. അവിടെയാണ് നിരവധി വോട്ടുകൾ കൊച്ചി കോർപ്പറേഷനിലെ മുണ്ടംവേലിയിൽ ഒരു കെട്ടിടത്തിന്റെ വിലാസത്തിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 36 വോട്ടുകളായിരുന്നു ചേർത്തത്. ഈ ചെറിയ സ്ക്വയർ ഫീറ്റ് 400-500 സ്ക്വയർ ഫീറ്റിലുള്ള സ്ഥലത്താണ് ഇത്രയധികം ആളുകൾ താമസിക്കുന്നു എന്ന വിലാസം ഉണ്ടാക്കിക്കൊണ്ട് ഈ ആളുകളെ അവിടെ വോട്ടർമാരാക്കിയിരിക്കുന്നത്. മാത്രമല്ല, ഈ ഇവിടെ വന്ന് താമസിക്കുന്ന വിവിധ ഇതര ഭാഷ തൊഴിലാളികൾ എന്ന് പറയുന്നത് ഒരേ സമയം മറ്റു സ്ഥലത്ത് അവരുടെ സംസ്ഥാനങ്ങളിൽ, അവർ വരുന്ന സംസ്ഥാനങ്ങളിൽ, അത് ബംഗാളാണെങ്കിലും മറ്റ് സംസ്ഥാനങ്ങളാണെങ്കിലും തന്നെ, അയൽ സംസ്ഥാനങ്ങളാണെങ്കിലും എല്ലാം തന്നെ അവിടെയെല്ലാം വോട്ടുള്ള ആളുകളെയാണ് ഇവിടെ. സൂചിപ്പിച്ചതുപോലെ തന്നെ കണക്കുകൾ വ്യക്തമാണ്, കൃത്യമാണ്. ഇരട്ട വോട്ടിൽ, കള്ളവോട്ടിൽ പെട്ടിരിക്കുകയാണ് ഇടതുപക്ഷവും കോൺഗ്രസും. വാർത്തകളിലേക്ക് പോകും മുമ്പേ ഇന്ന് ദീപ്തമായ ഒരു സ്മരണയിലേക്കാണ്. സോപാന സംഗീതജ്ഞൻ ഞെരളത്ത് രാമപൊതുവാളിന്റെ സ്മൃതി ദിനമാണ് ഇന്ന്. ക്ഷേത്രകലയായ സോപാന സംഗീതത്തെ ജനകീയമാക്കിയ, ജനഹൃദയങ്ങളിലേക്ക് ഭക്തിയുടെ സംഗീതധാര ചുരിഞ്ഞ അനുഗ്രഹീത സംഗീതജ്ഞന് മുൻപിൽ ജനം TV-യുടെ പ്രണാമം. ഇന്ന് സോപാന സംഗീതജ്ഞൻ രാമപൊതുവാൾ സ്മൃതി ദിനം. സോപാന സംഗീതത്തിന്റെ ശ്രുതിയും പൊരുളും തേടി ഒരു മനുഷ്യായുസ് മുഴുവൻ നന്ദനോദ്യാനത്തിലെ ശ്രീകൃഷ്ണന്റെ രാസലീലകളുടെ പൊരുൾ തേടിപ്പോയ സോപാന സംഗീതോപാസകൻ ഞെരളത്ത് രാമപൊതുവാൾ. പാലക്കാട് ജില്ലയിൽ അലനല്ലൂർ തിരുവിഴാങ്കുന്നിനടുത്ത് ഞെരളത്ത് പൊതുവാട്ടിൽ ജാനകി പൊതുവാൾസ്യാരുടെയും കൂടല്ലൂർ കുറിഞ്ഞിക്കാവിൽ മാരാത്ത് ശങ്കുണ്ണിമാരാരുടെയും മകനായി 1916 ഫെബ്രുവരി 16-നാണ് രാമപൊതുവാൾ ജനിച്ചത്. രാമപൊതുവാളിന്റെ സംഗീതത്തിലെ ആദ്യ ഗുരു അമ്മ തന്നെയായിരുന്നു. പിന്നീട് വലിയമ്മാവൻ കരുണാകര പൊതുവാൾ, പരപ്പനാട്ട് രാമക്കുറുപ്പ്, അരൂർ മാധവൻ നായർ, ചെമ്പൈ വൈദ്യനാഥ ഭാഗവതർ എന്നിവരുടെ കീഴിലും സംഗീതം അഭ്യസിച്ചു. അങ്ങാടിപ്പുറത്തെ പ്രസിദ്ധമായ തിരുമാന്താംകുന്ന് ക്ഷേത്രത്തിൽ നിത്യേന സോപാന സംഗീതം അവതരിപ്പിച്ച് രാമപൊതുവാൾ എന്ന സോപാന സംഗീതജ്ഞൻ ശ്രദ്ധേയനായി. സോപാന സംഗീതത്തിന്റെ വഴിത്താരയിൽ വന്ന ഒരു അവധൂതനായിരുന്നു ഞെരളത്ത് രാമപൊതുവാൾ. ആന്തരികമായ ലഹരി കൊണ്ട് മാത്രം ജീവിതവും കലയും ആഘോഷിച്ച വ്യക്തി. സോപാന സംഗീതത്തിന്റെ കുലപതിയായാണ് ഞെരളത്ത് രാമപൊതുവാൾ അറിയപ്പെടുന്നത്. കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ അനുഷ്ഠാനങ്ങളുടെ ഭാഗമായി അവതരിപ്പിച്ചു വന്ന സോപാന സംഗീതത്തെ ജനകീയവൽക്കരിച്ചത് ഞെരളത്ത് രാമപൊതുവാളാണ്. സോപാന സംഗീതത്തിന് ജനഹിത സോപാനം എന്ന ജനകീയ രൂപം അദ്ദേഹം ആവിഷ്കരിച്ചു. ദൈവം സർവവ്യാപിയാണ് എന്ന ആശയം ഉൾക്കൊണ്ട് സോപാന സംഗീതത്തെ ക്ഷേത്രത്തിന് പുറത്തെത്തിച്ചു. കേരള കലാമണ്ഡലത്തിൽ ചൊല്ലിയാട്ടക്കളരിയിൽ പാട്ടുകാരൻ, കോട്ടയ്ക്കൽ പരമശിവവിലാസം നാടക ട്രൂപ്പിൽ സ്ത്രീവേഷക്കാരൻ, ചുനങ്ങാട് സദനം, തൃശൂർ സ്കൂൾ ഓഫ് ഡ്രാമ എന്നിവിടങ്ങളിൽ സംഗീത അധ്യാപകൻ എന്നിങ്ങനെ പല മേഖലകളിൽ പ്രവർത്തിച്ചു. അരവിന്ദൻ സംവിധാനം ചെയ്ത തമ്പ്, ജോൺ അബ്രഹാം സംവിധാനം ചെയ്ത അമ്മയറിയാൻ, ഗുരുവായൂർ മാഹാത്മ്യം തുടങ്ങിയ ചലച്ചിത്രങ്ങളിൽ അഭിനേതാവായും ഞെരളത്ത് രാമപൊതുവാൾ തിളങ്ങി. ഞെരളത്തിന്റെ ആത്മകഥ സോപാനം എന്ന പേരിൽ പ്രസിദ്ധീകരിക്കപ്പെട്ടു. ഒരു ക്ഷേത്രകലയ്ക്ക് ആദ്യമായി കേന്ദ്ര സംഗീത നാടക അക്കാദമി അവാർഡ് നേടിയ കലാകാരനാണ് ഞെരളത്ത് രാമപൊതുവാൾ. കേരള സംഗീത നാടക അക്കാദമി അവാർഡ് 1981-ലും കേന്ദ്ര സംഗീത നാടക അക്കാദമി അവാർഡ് 1985-ലും അദ്ദേഹത്തിന് ലഭിച്ചു. പിന്നീട് കേരളത്തിനകത്തും പുറത്തുമായി നിരവധി അംഗീകാരങ്ങൾ അദ്ദേഹത്തെ തേടിയെത്തി.
1996 ആഗസ്റ്റ് 13 80-ാം വയസ്സിൽ ഞെരളത്ത് രാമപൊതുവാൾ ഈ ലോകത്തോട് വിട പറഞ്ഞു. ഇന്നലകൾ ഇന്ന് പവേർഡ് ബൈ ഹോട്ടൽ ചിത്ര, പ്യുവർ വെജിറ്റേറിയൻ, മാർത്താണ്ഡം, കന്യാകുമാരി, നാഗർകോവിൽ. ഇനി നോക്കാം ഈ മണിക്കൂറിലെ പ്രധാന തലക്കെട്ടുകൾ. തൃശൂരിൽ BJP പ്രവർത്തകർക്കെതിരെ പോലീസിന്റെ നരനായാട്ട്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ഓഫീസ് ആക്രമിച്ചതിൽ പ്രതിഷേധിച്ച പ്രവർത്തകർക്ക് ക്രൂരമർദ്ദനം. പോലീസ് കാർത്തത്തിന്റെ ദൃശ്യങ്ങൾ ജനം ടിവിക്ക്. പരിക്കേറ്റ പ്രവർത്തകരെ സുരേഷ് ഗോപി നേരിട്ടെത്തി സന്ദർശിക്കും. സംസ്ഥാന വ്യാപകമായി ഇന്ന് BJPയുടെ പ്രതിഷേധം. കോലമംഗലത്തെ ലവ് ജിഹാദിൽ പോലീസിന്റെ നിർണായക നീക്കം. പ്രതി റമീസിന്റെ മാതാപിതാക്കളെ ഇന്ന് കസ്റ്റഡിയിലെടുക്കും. പെൺകുട്ടി ആത്മഹത്യ ചെയ്യുന്ന അവസ്ഥയിലേക്ക് റമീസ് എത്തിച്ചെന്ന് പോലീസ്. കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ പെൺകുട്ടിയുടെ വീട് സന്ദർശിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്കയിലേക്ക്. ന്യൂയോർക്കിൽ UN പൊതുസഭയിൽ പങ്കെടുക്കും. ഡൊണാൾഡ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്തിയേക്കും. അധിക തീരുവയിലും വ്യാപാര കരാറിലും ചർച്ചയ്ക്ക് സാധ്യത. പണപ്പെരുപ്പ നിരക്കിൽ കേരളം രാജ്യത്ത് ഒന്നാമത്. ജൂലൈയിലെ സംസ്ഥാനത്തെ പണപ്പെരുപ്പ നിരക്ക് 8.89%. ഒരു മാസത്തിനിടെ ഉണ്ടായത് 2.19% വ്യത്യാസം. രാജ്യത്താകെയുള്ള പണപ്പെരുപ്പ നിരക്ക് 2017 ജൂണിന് ശേഷമുള്ള ഏറ്റവും കുറഞ്ഞ നിരക്കിൽ. ജനം ബ്രേക്കിംഗ്. ഏഴ് ബൂത്താണുള്ളത്. അതിൽ 1, 2, 3, 6 ഈ ബൂത്തുകളിൽ രണ്ടാമത്തെ ബൂത്തിൽ 44 ഇതര മതസ്ഥരെയാണ് അവിടെ കൊണ്ടുവന്ന് വോട്ട് ചേർത്തിരിക്കുന്നത്. ആ വോട്ട് ചേർത്തിരിക്കുന്നത് 50 വർഷത്തിലേറെയായി അങ്ങനെയുള്ള വേറൊരു മതസ്ഥർ ഈ ഭാഗത്ത് താമസിച്ചിട്ടില്ല. വാടക തദ്ദേശത്തിന് മുന്നോടിയായുള്ള കരട് വോട്ടർ പട്ടികയിൽ വ്യാപക ക്രമക്കേടെന്ന പരാതി. CPMന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരം ആറ്റുകാൽ വാർഡിൽ അനധികൃതമായി വോട്ടർമാരെ തിരികെ കയറ്റി. ജനം ബ്രേക്കിംഗ്. ഇസ്ലാമിക ഭീകരശക്തികൾക്ക് മുന്നറിയിപ്പുമായി ഇസ്രയേൽ. ഹിറ്റ്ലറുടെ നാസിപ്പണിയുടെ വിധി ഹമാസിനെ കാത്തിരിക്കുന്നുവെന്ന് ബെഞ്ചമിൻ നെതന്യാഹു. ഇസ്ലാമിസ്റ്റ് ഭരണകൂടത്തിന്റെ ദുർഭരണത്തിൽ നിന്നും ഇറാൻ ജനത സ്വയം മോചനം നേടുമെന്നും ഇസ്രയേൽ പ്രധാനമന്ത്രി. വീടിന് പരാതി ഉയർന്നിട്ടും ഹിരൺദാസ് മുരളി എന്ന വേടനെ അറസ്റ്റ് ചെയ്യാത്തതിൽ വ്യാപക പ്രതിഷേധം. വേടൻ കഴിയുന്നത് മുഖ്യമന്ത്രിയുടെ കുടക്കീഴിലെന്ന് കേസരി മുഖ്യപത്രാധിപർ NR മധു. വേടന്റെ ബലാത്സംഗത്തെ അടുത്ത കലോത്സവത്തിൽ സർക്കാർ പിന്തുണയ്ക്കുമെന്നും പരിഹാസം. വെടിനിർത്തലിന് പകരമായി സ്വന്തം ഭൂമി റഷ്യക്ക് വിട്ടുനൽകാൻ തയ്യാറല്ലെന്ന് ഉക്രൈൻ. നിലപാട് അറിയിച്ച് വ്ളാഡിമിർ സെലൻസ്കി. ഉക്രൈൻ ഭൂമി തിരിച്ചു നൽകണമെന്ന് റഷ്യയോട് ഡൊണാൾഡ് ട്രംപ്. വിശദമായ വാർത്തയിലേക്ക്. തൃശൂരിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ഓഫീസ് ആക്രമിച്ചതിലും തുടർന്നുണ്ടായ പോലീസ് നരനായാട്ടിലും ഇന്ന് സംസ്ഥാന വ്യാപകമായി BJP പ്രതിഷേധിക്കുകയാണ്. തൃശൂരിൽ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന SP ഓഫീസിലേക്കുള്ള മാർച്ചിൽ BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ, ശോഭാ സുരേന്ദ്രൻ അടക്കമുള്ള നേതാക്കൾ പങ്കെടുക്കും. അതേസമയം ഡൽഹിയിൽ നിന്നും തിരുവനന്തപുരത്തെത്തിയ കേന്ദ്രമന്ത്രി പുലർച്ചെ തൃശൂരിലേക്ക് പുറപ്പെട്ടു കഴിഞ്ഞു. രാവിലെ 9:30 തൃശൂരിലെത്തുന്ന സുരേഷ് ഗോപി പരിക്കേറ്റ BJP പ്രവർത്തകരെ സന്ദർശിക്കും. ഇവരുമായി തൃശൂരിൽ നിന്നും സനു K സജീവ് ചേരുകയാണ്. സനു, നരനായാട്ടിൽ, പോലീസിന്റെ നരനായാട്ടിൽ വ്യാപകമായ പ്രതിഷേധമാണ് ഉയരുന്നത്. ഇന്നും പ്രതിഷേധം സംസ്ഥാന വ്യാപകമായി അലയടിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. പ്രത്യേകിച്ച് തൃശൂർ ജില്ലയിൽ എത്രത്തോളം പ്രതിഷേധ പരിപാടികൾക്കാണ് BJP നേതൃത്വം ആഹ്വാനം ചെയ്തിരിക്കുന്നത്. ഏതൊക്കെ പ്രമുഖ നേതാക്കൾ ഈ പ്രതിഷേധ പരിപാടികളിൽ പങ്കെടുക്കും. ഒപ്പം 9:30 തൃശ്ശൂരിലെത്തുന്ന റെയിൽവേ സ്റ്റേഷനിലെത്തുന്ന സുരേഷ് ഗോപി അശ്വിനി ഹോസ്പിറ്റലിൽ പരിക്കേറ്റവരെ സന്ദർശിക്കുകയും ചെയ്യും, അല്ലേ?
കെ പി ഇന്നലെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ഓഫീസിലേക്ക് CPIM-ന്റെ നേതൃത്വത്തിൽ നടത്തിയ മാർച്ചും അതിനെ തുടർന്നുണ്ടായ അക്രമങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിലുള്ളൊരു BJP-യുടെ നേതൃത്വത്തിൽ CPIM-ന്റെ ഓഫീസിലേക്ക് മാർച്ച് നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇതിനെ തുടർന്ന് പോലീസിന്റെയും ഒപ്പം തന്നെ CPIM-ന്റെയും ഭാഗത്തു നിന്ന് BJP പ്രവർത്തകർക്ക് നേരെ വലിയൊരു അക്രമമാണ് അടിച്ചുവിട്ടത്. BJP-യുടെ ജില്ലാ അധ്യക്ഷൻ ജസ്റ്റിൻ ജേക്കബ്, ഒപ്പം തന്നെ BJP-യുടെ ജില്ലാ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള PK ബാബു, BJP സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബു അടക്കമുള്ള നിരവധി പ്രവർത്തകർക്ക് CPM-ന്റെയും ഒപ്പം തന്നെ പോലീസിന്റെയും അക്രമത്തിൽ പരിക്കേറ്റിരുന്നു. ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ട് സംസ്ഥാന വ്യാപകമായിട്ട് ഇന്ന് BJP-യുടെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധ പരിപാടികളാണ് ആസൂത്രണം ചെയ്തിട്ടുള്ളത്. അതിന്റെ ഭാഗമായിട്ട് തൃശ്ശൂർ ജില്ലയിലും വലിയ പ്രതിഷേധത്തിന് BJP തയ്യാറെടുത്തിരിക്കുകയാണ്. ഇന്ന് 10:30 BJP സിറ്റി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജില്ലാ പോലീസ് മേധാവിയുടെ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. അതിൽ മുൻ സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ, ഒപ്പം തന്നെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭാ സുരേന്ദ്രൻ അടക്കമുള്ള നേതാക്കൾ പങ്കെടുക്കും. ആയിരക്കണക്കിന് പ്രവർത്തകരും ഈ മാർച്ചിൽ പങ്കാളികളാകുമെന്നാണ് BJP നേതൃത്വം അറിയിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അല്പസമയത്തിനുള്ളിൽ തന്നെ തൃശ്ശൂരിലേക്ക് എത്തിച്ചേരും. ഇന്ന് പുലർച്ചെ 5:30 അദ്ദേഹം വന്ദേ ഭാരത് ട്രെയിനിൽ തിരുവനന്തപുരത്ത് നിന്ന് തൃശ്ശൂരിലേക്കുള്ള യാത്ര ആരംഭിച്ചിട്ടുണ്ട്. 9:30 അദ്ദേഹം തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തുമെന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. റെയിൽവേ സ്റ്റേഷനിൽ വലിയൊരു സ്വീകരണമാണ് കേന്ദ്രമന്ത്രിക്ക് ഒരുക്കിയിട്ടുള്ളത്. BJP സിറ്റി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വലിയ തയ്യാറെടുപ്പുകളും അതിനു വേണ്ടിയിട്ട് നടത്തിയിട്ടുണ്ട്. എന്തായാലും ഈ സുരേഷ് ഗോപി തൃശ്ശൂരിലെത്തിയതിന് ശേഷം ആദ്യം ഇന്നലെ ഉണ്ടായ സംഘർഷത്തിൽ പരിക്കേറ്റ് കഴിയുന്ന BJP-യുടെ ജില്ലാ അധ്യക്ഷൻ അടക്കമുള്ളവർ ചികിത്സയിൽ കഴിയുന്ന അശ്വനി ആശുപത്രിയിലേക്കാണ് അദ്ദേഹം ആദ്യം പോകുക. അവിടെ ചെന്ന് പരിക്കേറ്റ പ്രവർത്തകരെ കാണുകയും അവരുടെ കാര്യങ്ങൾ, ക്ഷേമ വിവരങ്ങൾ ചോദിച്ചറിയുകയും ചെയ്യും. അതിനുശേഷം കേന്ദ്രമന്ത്രി അദ്ദേഹത്തിൻ്റെ ക്യാമ്പ് ഓഫീസിലേക്ക് എത്തുമെന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ഇന്നലെ ഈ ക്യാമ്പ് ഓഫീസിലേക്കാണ് CPM-ന്റെ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം നടക്കുകയും ഈ ക്യാമ്പ് ഓഫീസിലേക്കുള്ള ദിശ ബോർഡിലേക്ക് കരിയോയിൽ ഒഴിക്കുകയും അതിൻ്റെ പശ്ചാത്തലത്തിലാണ് തുടർന്ന് ഈ കാണുന്ന സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ വഴിമാറിയത്. ഈ ക്യാമ്പ് ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ ഈ ദിശാ ബോർഡിലേക്ക് കരിയോയിൽ ഒഴിച്ച പ്രവർത്തകനെ പോലീസ് ആദ്യം കസ്റ്റഡിയിലെടുക്കുകയും പിന്നീട് പോലീസ് വാഹനത്തിൽ നിന്ന് നമ്മളെല്ലാം ദൃശ്യങ്ങൾ കണ്ട പോലെ തന്നെ CPM-ന്റെ നേതാക്കൾ, മുതിർന്ന നേതാക്കൾ വന്ന് പോലീസ് ഉദ്യോഗസ്ഥരെ മാറ്റിയിട്ട് ഈ പ്രവർത്തകനെ മോചിപ്പിച്ചു കൊണ്ടുപോകുന്ന ദൃശ്യങ്ങൾ കേരളമെല്ലാം ഇന്നലെ കണ്ടതാണ്. ആ പ്രവർത്തകനെ ഇന്നലെ ഏറെ വൈകിയാണ് പിന്നീട് പോലീസ് അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യമുണ്ടായത്. അതുപോലെ തന്നെ ഇന്നലെ മാർച്ചും അതിനെ തുടർന്നുണ്ടായ സംഘർഷത്തെ തുടർന്നുണ്ടായ പ്രശ്നങ്ങളിൽ 70 പേർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. അതിലും പോലീസിന്റെ വിവേചനം ഉണ്ട്. 70 പേർക്കെതിരെ കേസെടുക്കുമ്പോൾ 30 പേർക്ക് CPM പ്രവർത്തകരായുള്ള 30 പേർക്കും ഒപ്പം തന്നെ 40 BJP പ്രവർത്തകർക്കെതിരെയുമാണ് കേസെടുത്തിട്ടുള്ളത്. ആ കേസെടുക്കുന്ന കാര്യത്തിലും സംഘർഷം സൃഷ്ടിച്ച CPM പ്രവർത്തകരെ സംരക്ഷിക്കുന്ന നിലപാടിലേക്ക് പോലീസ് മാറി. 30 പേർക്കെതിരെ മാത്രമാണ് CPM-ന്റെ ഭാഗത്തു നിന്നുള്ള 30 പേർക്കെതിരെ മാത്രമാണ് പോലീസ് കേസെടുത്തിട്ടുള്ളത്. BJP ജില്ലാ അധ്യക്ഷൻ അടക്കമുള്ള 40 പേർക്കെതിരെ മറുഭാഗത്തും കേസെടുത്തിട്ടുണ്ട്. അതായത് ഇന്നലെ ജസ്റ്റിൻ ജേക്കബും ഒപ്പം തന്നെ BJP ജില്ലാ ജനറൽ സെക്രട്ടറിക്ക് അടക്കം പരിക്കേറ്റിട്ടുള്ളത് ഈ CPM-ന്റെ ഭാഗത്തു നിന്നുണ്ടായ കല്ലേറിലും കുപ്പിയേറിലുമാണ്. ഈ കുപ്പിയെറിഞ്ഞവരെയും കല്ലെറിഞ്ഞവരെയും ഒരു ഭാഗത്ത് സംരക്ഷിക്കുകയും ഒപ്പം തന്നെ വളരെ സമാധാനപരമായിട്ട് പ്രതിഷേധിച്ച BJP പ്രവർത്തകർക്ക് നേരെ പോലീസിന്റെ നരനായാട്ട് നടത്തുന്ന കാഴ്ചയാണ് ഇന്നലെ വൈകുന്നേരം കേരളം ഒന്നാകെ കണ്ടത്. എന്തായാലും പോലീസിന്റെ ഇരട്ട നീതി കേസെടുക്കുന്ന കാര്യത്തിലും ഓരോ ജനങ്ങളെ നിയന്ത്രിക്കുന്ന കാര്യത്തിലുമെല്ലാം ഈ പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ട് സംഘടിച്ചവരെ നിയന്ത്രിക്കുന്ന കാര്യത്തിലെല്ലാം പോലീസിന്റെ ഇരട്ട നീതി ഇന്നലെ മുതൽ തുടങ്ങിയതാണ്. KP. യെസ്, തൃശ്ശൂരിൽ നിന്നും സാനു K. സജീവാണ് വിശദാംശങ്ങൾ നൽകിയത്. വലിയ രീതിയിലുള്ള പ്രതിഷേധം തന്നെയാണ് BJP ഇന്ന് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. സുരേഷ് ഗോപി 9:30 തന്നെ തൃശ്ശൂരിലെത്തും. അതിനുശേഷം അശ്വിനി ആശുപത്രിയിലെത്തി പരിക്കേറ്റവരെ സന്ദർശിക്കും. 10:30 SP ഓഫീസ് മാർച്ചിന് BJP നേതൃത്വം തീരുമാനിച്ചിരിക്കുന്നത്. ലൈംഗിക പീഡന പരാതിയിൽ ഹിരൺദാസ് മുരളി എന്ന വേടനെ അറസ്റ്റ് ചെയ്യാത്തതിൽ വ്യാപക പ്രതിഷേധം. മുഖ്യമന്ത്രിയുടെ കുടക്കീഴിലാണ് വേടൻ കഴിയുന്നതെന്ന് കേസരി മുഖ്യപത്രാധിപർ ഡോക്ടർ NR മധു പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ കുടക്കീഴിലാണ് വേടൻ കഴിയുന്നത്. അപ്പോൾ ഇവിടെ ഇത്തരം പീഡനങ്ങൾ നടത്തുന്ന ഒരു സാമൂഹ്യ വിരുദ്ധനെ സംരക്ഷിക്കുന്ന ഭരണകൂടമാണുള്ളത്. സ്ത്രീകൾക്ക് നീതി കിട്ടുമെന്ന് കരുതുന്നുണ്ടോ? പിന്നോക്കക്കാർക്ക് നീതി കിട്ടുമെന്ന് കരുതുന്നുണ്ടോ? അപ്പം വേടൻ്റെ സംരക്ഷകർ ഭരണകൂടമാണ്. വേടനെ പാർട്ടി സെക്രട്ടറി തന്നെയാണല്ലോ. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തതിൽ നീതിയില്ല. കാരണം അദ്ദേഹം കൈവശം വെച്ചിരുന്ന കഞ്ചാവിൻ്റെ അളവ് കുറഞ്ഞു പോയി എന്നാണ് പാർട്ടി സെക്രട്ടറി പറയുന്നത്. ലോകം മുഴുവൻ കമ്മ്യൂണിസം അരാജകത്വത്തിൽ നിന്നും ഊർജ്ജം കൊണ്ട് പ്രവർത്തിക്കുന്ന പ്രസ്ഥാനമാണ്. വേടൻ അവരുടെ ബ്രാൻഡ് അംബാസഡറാണ്. വേടൻ നടത്തിയ പീഡനം സ്റ്റേറ്റ് സ്പോൺസേർഡ് പീഡനമാണ്. വേടൻ കേരളത്തിലെ നിരവധി പെൺകുട്ടികളെ പീഡിപ്പിച്ചിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അത് നിലവിലത്തെ സാഹചര്യത്തിൽ ഞാൻ പറയുന്നു അത് സ്റ്റേറ്റ് സ്പോൺസേർഡ് പീഡനമാണ്.
അതുകൊണ്ട് സാമൂഹ്യ അരാജകത്വം പ്രചരിപ്പിക്കുക എന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുഖമുദ്രയാണ്. അവർ വേടനെ പോലെയുള്ളവരെ ബ്രാൻഡ് അംബാസഡർ ആക്കിയിരിക്കുന്നത്. വിശദാംശങ്ങളുമായി കോഴിക്കോട് നിന്നും ദിസ്ന സുരേഷ് ശരിയാണ്. ദിസ്ന, നമസ്തേ. ഇവിടെ വേടനെ സംരക്ഷിക്കുന്ന നിലപാടാണ് സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്നതെന്നുള്ള വ്യാപകമായ വിമർശനമുണ്ടായത്. കാരണം വേടൻ എവിടെയാണ് എന്ന് കണ്ടെത്താൻ പോലും പോലീസിന് സാധിച്ചിട്ടില്ല. മുഖ്യമന്ത്രിയാണ്, ആഭ്യന്തര വകുപ്പാണ് കൃത്യമായി വേടനെ സംരക്ഷിക്കുന്നതെന്നുള്ള വിമർശനം തന്നെയാണ് ഉയരുന്നത്. ഡോക്ടർ NR മധു അക്കാര്യം തന്നെയാണ് വ്യക്തമാക്കുന്നത്, അല്ലേ? തീർച്ചയായും KP സുരേഷ് കുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ കേസരിയുടെ മുഖ്യപത്രാധിപനായ NR മധു പറഞ്ഞു വെക്കുന്നതും അതുതന്നെയാണ്. ആഭ്യന്തര വകുപ്പ് വേടനെ സംരക്ഷിക്കുന്നു എന്നതാണ്. ഇത്രയും നാളായി പരാതി കൊടുത്തിട്ട് പോലും വേടനെതിരെ ഒരു ചെറുവിരൽ അനക്കാൻ പോലും ആഭ്യന്തര വകുപ്പിന് കഴിഞ്ഞിട്ടില്ല എന്നത് തന്നെയാണ്. കഴിഞ്ഞ ദിവസമാണ് ഈ ലുക്കൌട്ട് നോട്ടീസ് ഉൾപ്പെടെ പുറത്തിറക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പോലീസ് അതുമായി ബന്ധപ്പെട്ടുള്ള നീക്കത്തിലേക്ക് കടന്നത് എന്ന് തന്നെയാണ്. ഇത്ര ദിവസമായി പരാതി നൽകിയിട്ട് അതിനുശേഷം യാതൊരു തരത്തിലുള്ള നടപടിയും ഉണ്ടായിട്ടില്ല എന്നത് തന്നെയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എടുത്തു പറയേണ്ടത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസമാണ് മന്ത്രി മുഹമ്മദ് റിയാസിന്റെ വാർത്താ സമ്മേളനം ഉണ്ടായത്. ടൂറിസം വകുപ്പിന്റെ പരിപാടിയിൽ വേടൻ എത്തുമെന്ന് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തതും മുഹമ്മദ് റിയാസ് ആയിരുന്നു. കോഴിക്കോട് നടക്കുന്ന ഓണാഘോഷ പരിപാടി മർക്കസ് 2025 വേടന്റെ സാന്നിധ്യം ഉണ്ടാവുമെന്ന് മുഹമ്മദ് റിയാസ് വ്യക്തമാക്കിയിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിനോ ഒഴിഞ്ഞു മാറുന്ന ഒരു നിലപാടാണ് മുഹമ്മദ് റിയാസ് സ്വീകരിച്ചിരുന്നത്. അതിൽ പ്രധാനമായും മന്ത്രി പറഞ്ഞത്, മന്ത്രിയല്ല മന്ത്രിയോടൊപ്പം ഉണ്ടായിരുന്ന ടൂറിസം വകുപ്പിലെ ജീവനക്കാരാണ് വ്യക്തമാക്കിയത്. വേടന്റെ പരിപാടികൾ, ഈ ഓണാഘോഷ പരിപാടികളിൽ നിന്നും വേടന്റെ പരിപാടികൾ ഒഴിവാക്കി എന്ന് പറഞ്ഞ് തടി തപ്പാനുള്ള ഒരു ശ്രമത്തിലേക്കൊക്കെ തന്നെയും മന്ത്രി മുഹമ്മദ് റിയാസ് പോയതും നമ്മൾ കണ്ടതാണ്. അപ്പോൾ സർക്കാരിനെ മൊത്തത്തിൽ പ്രതിരോധത്തിലാക്കിയ ഒരു വിഷയം തന്നെയാണിത്. വേടന് സ്തുതി പാടുന്നതൊക്കെ തന്നെയും നമ്മൾ കണ്ടിരുന്നു. വേടൻ ചെയ്ത കുറ്റങ്ങളെയൊക്കെ ന്യായീകരിക്കുകയും ചെയ്തത് നമ്മൾ കണ്ടിരുന്നു. പിന്നീട് വേടന് സർക്കാർ വേദി നൽകുന്നത് നമ്മൾ കണ്ടിരുന്നു. പക്ഷേ ഇത്തരത്തിലൊരു ആരോപണം വരുമ്പോൾ, അതായത് ഇരയുടെ കൂടെയാണെന്ന് സർക്കാർ എപ്പോഴും പറയുമ്പോഴും അല്ലെങ്കിൽ അതിജീവിതയ്ക്കൊപ്പം എന്ന് സർക്കാർ പറയുമ്പോഴും എന്തുകൊണ്ടാണ് ഈ വിഷയത്തിൽ മൗനം സർക്കാർ എടുക്കുന്നത് എന്നൊരു ചോദ്യം തന്നെയാണ് നിലവിൽ വരുന്നത്. ആ ചോദ്യം തന്നെയാണ് കേസരി മുഖ്യപത്രാധിപൻ NR മധു ഇപ്പോൾ നിലവിൽ ഉന്നയിച്ചിട്ടുള്ളത്. വേടനെ സംരക്ഷിക്കുന്നത് ആഭ്യന്തര വകുപ്പ് തന്നെയാണ് എന്നത് തന്നെയാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. നിരവധി വിഷയങ്ങളിലൊക്കെ തന്നെയും അതായത് CPM മന്ത്രിമാരടക്കം നിരവധി തവണ ഇത്തരത്തിലുള്ള വിഷയങ്ങളിലൊക്കെ തന്നെയും പ്രതികരിക്കാറുണ്ട്. പക്ഷേ വേടനുമായി ബന്ധപ്പെട്ട ഒരു വിഷയങ്ങളിലും പരസ്യ പ്രതികരണത്തിന് തയ്യാറാവുന്നില്ല എന്നത് തന്നെയാണ് എടുത്തു പറയേണ്ടത്. KP അത്തരത്തിലുള്ള വിമർശനങ്ങൾ തന്നെയാണ് ശക്തമാകുന്നത്. കോഴിക്കോട് നിന്നും ദിഷ്ണിയാണ് വിവരങ്ങൾ നൽകിയത്. മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള കോളേജുകളിൽ ഈ മാസം 21 കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ തൃപ്പൂണിത്തുറ സംസ്കൃത കോളേജിൽ തെരഞ്ഞെടുപ്പ് മാറ്റിവെച്ചു. കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിൽ ABVP സ്ഥാനാർത്ഥികൾ നോമിനേഷൻ നൽകുന്നതിന് തൊട്ട് മുൻപാണ് തെരഞ്ഞെടുപ്പ് മാറ്റിവെച്ചുകൊണ്ടുള്ള VCയുടെ ഉത്തരവിറങ്ങിയത്. കോളേജിൽ വിദ്യാർത്ഥികൾ തമ്മിൽ സംഘർഷമുണ്ടായി എന്ന് വൈസ് ചാൻസലർക്ക് പ്രിൻസിപ്പൽ റിപ്പോർട്ട് നൽകിയതിനെ തുടർന്നായിരുന്നു തെരഞ്ഞെടുപ്പ് മാറ്റിവെച്ചത്. ഇവരുമായി ജിജീഷ് കരുണാകരൻ ചേരുകയാണ്. ജിജീഷ്, എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ളൊരു സാഹചര്യം ഒരുക്കിയത്? ഈ റിപ്പോർട്ട് അത് ബോധപൂർവം കൊടുത്തതാണ് എന്നുള്ള വിമർശനം തന്നെയാണോ ശക്തമാകുന്നത്? KP, ഇവിടെ SFIക്ക് അനുകൂലമായ ഒരു നിലപാടാണ് പ്രിൻസിപ്പൽ അടക്കമുള്ളവർ സ്വീകരിച്ചത്. അങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പ് അവസാന ഘട്ടത്തിൽ മാറ്റിവെക്കുന്നു എന്ന് മാത്രമല്ല ABVP കൊടുത്ത നോമിനേഷനുകൾ സ്വീകരിക്കാതിരിക്കുകയും ചെയ്യുന്നത്. കാരണം വളരെ നാളുകളായി, ഏതാണ്ട് 10 വർഷത്തോളം SFI കുത്തകയാക്കി വെച്ചിരിക്കുന്ന ഒരു ക്യാമ്പസ് ആയിരുന്നു. മറ്റ് യൂണിയനുകൾക്ക്, മറ്റ് വിദ്യാർത്ഥി സംഘടനകൾക്ക് അവിടെ സ്ഥാനാർത്ഥികൾ നിർത്താൻ പോലും അനുവദിക്കാറില്ല. അതിനിടയിലാണ് മുഴുവൻ പാനലിലേക്കും ABVP സ്ഥാനാർത്ഥികളെ നിർത്താൻ നിശ്ചയിക്കുന്നത്. അതിന്റെ ഭാഗമായി നോമിനേഷനുകൾ നൽകുന്നത്. ഇത് കൃത്യമായി തന്നെ സംഘർഷമാദ്യം ഉണ്ടാക്കുന്നു, സംഘർഷ സാഹചര്യം ഉണ്ടാക്കുന്നു. ആ സംഘർഷ സാഹചര്യം ഉണ്ടാക്കി എന്ന് വരുത്തിയതിന് ശേഷം പ്രിൻസിപ്പലിന്റെ കൂടി ഒത്താശയോടുകൂടി ആണ് കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പ് മാറ്റിവെച്ചിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് മാറ്റിവെച്ചത് കൊണ്ട് നോമിനേഷൻ സ്വീകരിക്കാൻ കഴിയില്ല എന്ന ഒരു ന്യായം ചുമത്തിയാണ് ABVPയുടെ പത്രികകളൊന്നും തന്നെ സ്വീകരിക്കാതിരുന്നത്. സ്വാഭാവികമായും SFIയെ എതിരില്ലാതെ ജയിപ്പിക്കാനുള്ള നീക്കങ്ങൾ തന്നെയാണ് അവിടെ കൃത്യമായി തന്നെ നടക്കുന്നത്. ഇപ്പോൾ പ്രിൻസിപ്പൽ അറിയിച്ചിരിക്കുന്നത് മറ്റൊരു തീയതിയിൽ തെരഞ്ഞെടുപ്പ് നടക്കും, അതിനു മുമ്പായി നോമിനേഷനുകൾ സ്വീകരിക്കുമെന്നെല്ലാമുള്ള വിശദീകരണം നൽകുമ്പോൾ പോലും ഇത് പൂർണ്ണമായും തന്നെ ഇന്നലെ 2 മണിയായിരുന്നു നോമിനേഷനുകൾ സ്വീകരിക്കുന്ന അവസാന സമയം എന്ന് പറയുന്നത്. ഇതിനു മുമ്പ് തന്നെ
ABVP മുഴുവൻ സീറ്റുകളിലേക്കും സ്ഥാനാർത്ഥികളെ നിർത്തിക്കൊണ്ടുള്ള നോമിനേഷൻ നൽകാൻ എത്തി. ഈ സമയത്താണ് പ്രിൻസിപ്പൽ വ്യക്തമാക്കുന്നത് ഇത് നൽകാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട്. മാത്രമല്ല വൈസ് ചാൻസലർക്ക് റിപ്പോർട്ട് നൽകുകയും ചെയ്തു. പ്രിൻസിപ്പൽ വൈസ് ചാൻസലർക്ക് റിപ്പോർട്ട് നൽകി. അതിൽ പറയുന്നത് കോളേജിൽ തൃപ്പൂണിത്തുറ സംസ്കൃത കോളേജിൽ സംഘർഷ സാഹചര്യമുണ്ട്, അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് നടത്താൻ കഴിയില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള ഒരു റിപ്പോർട്ടായിരുന്നു വൈസ് ചാൻസലർക്ക് നൽകിയത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കോളേജിൽ തെരഞ്ഞെടുപ്പ് മാറ്റിവെച്ചത്. അങ്ങനെ തെരഞ്ഞെടുപ്പ് അട്ടിമറിച്ചുകൊണ്ട് ഏകപക്ഷീയമായ ജയം SFIക്ക് ഉണ്ടാക്കി നൽകാനുള്ള നീക്കങ്ങളാണ് ചില അധ്യാപകരും ഒപ്പം തന്നെ പ്രിൻസിപ്പളും നടത്തുന്നത് എന്ന ആരോപണമാണ് ശക്തമായി തന്നെ ABVP ഉന്നയിക്കുന്നത്. ഇത്തവണ മുൻ വർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി SFI നില പരിങ്ങലിലാണ്. അവിടെ ABVP വലിയ വിജയം നേടുമെന്ന ഘട്ടത്തിലാണ് ഇത്തരം നീക്കങ്ങൾ നടക്കുകയും ചെയ്യുന്നത്. സൂചിപ്പിച്ചതുപോലെ തന്നെ ABVPയുടെ വിജയം, SFIയുടെ പരാജയ ഭീതി, ഇത് തന്നെയാണ് SFIയുടെ ഒരു സമ്മർദ്ദ തന്ത്രത്തിന് പിന്നിൽ. ജിഷാണ് വിവരങ്ങൾ നൽകിയത്. ബീഹാർ വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണത്തിനെതിരായ ഹർജികളിൽ സുപ്രീം കോടതിയിൽ ഇന്നും വാദം കേൾക്കും. വോട്ടർമാരെ കൂട്ടമായി ഒഴിവാക്കിയതിൽ ക്രമക്കേടുണ്ടെന്നാണ് ഹർജിക്കാരുടെ വാദം. എന്നാൽ ശുദ്ധീകരണ പ്രക്രിയയാണ് നടക്കുന്നതെന്നും ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിരുന്നു. ഇവരുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുകയാണ്. ജിഷ്ണു, ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണ് എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ കോടതിയിലെ ഹർജിക്കാരുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിലപാടുകളും എത്രത്തോളം നിർണായകമാണ്? KP ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണം ചോദ്യം ചെയ്തുകൊണ്ട് പ്രതിപക്ഷ പാർട്ടികൾ ഉൾപ്പെടെ നൽകിയിട്ടുള്ള ഹർജികളാണ് കോടതി ഒരുമിച്ച് പരിഗണിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലും ഈ കേസിന്മേൽ കോടതിയിൽ വാദം കേട്ടിരുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കോടതിയെ അറിയിച്ചിട്ടുള്ളത് വോട്ടർ പട്ടിക കുറ്റമറ്റതാക്കുന്നതിനുള്ള കൃത്യമായിട്ടുള്ള നടപടികളാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. മറ്റ് ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണ്. കൃത്യമായിട്ടുള്ള പരിശോധന നടത്തുന്നുണ്ട്. രാജ്യത്ത് വോട്ടവകാശമില്ലാത്ത ആളുകൾ, അനധികൃതമായും വോട്ടർ പട്ടികയിൽ കയറിപ്പറ്റിയിട്ടുള്ള ആളുകൾ, ഇവരെയെല്ലാം പുറത്താക്കിക്കൊണ്ട് അവരെയെല്ലാം വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിക്കൊണ്ട് വോട്ടർ പട്ടിക കുറ്റമറ്റതാക്കുന്നതിനുള്ള നടപടികൾ മാത്രമാണ് ബീഹാറിൽ സ്വീകരിച്ചതെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സുപ്രീം കോടതിക്ക് മുൻപാകെ അറിയിച്ചിട്ടുള്ളത്. എന്നാൽ ഹർജിക്കാരുടെ ഭാഗത്തുനിന്ന് വലിയ രീതിയിലുള്ള വാദങ്ങൾ കഴിഞ്ഞ ദിവസവും സുപ്രീം കോടതിക്ക് മുൻപിലേക്ക് എത്തിയിരുന്നു. അതായത് 65 ലക്ഷത്തിലധികം ആളുകളെയാണ് ഒറ്റയടിക്ക് വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്താക്കിയത്. അതിൽ ഗൂഢാലോചനയുണ്ട്, രാഷ്ട്രീയ താല്പര്യങ്ങളുണ്ട് തുടങ്ങിയിട്ടുള്ള വാദങ്ങൾ കോടതിക്ക് മുൻപിലേക്ക് വെച്ചു. ഒപ്പം ആധാർ കാർഡ് ഉള്ള ആളുകളെ എങ്ങനെയാണ് വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്താക്കുക എന്ന ചോദ്യവും കോടതിക്ക് മുൻപാകെ വന്നപ്പോൾ, എന്നാൽ ആധാർ കാർഡ് പൗരത്വ രേഖയായി കണക്കാക്കാനാകില്ല എന്ന വാദം കോടതി അംഗീകരിച്ചിട്ടുണ്ട്. ഒപ്പം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് കൃത്യമായ പരിശോധന പ്രാദേശിക തലത്തിൽ നടത്തിക്കൊണ്ടാണ് വോട്ടർ പട്ടിക കുറ്റമറ്റതാക്കുന്നത്. ഈ പ്രക്രിയ എല്ലാ സംസ്ഥാനങ്ങളിലും, തെരഞ്ഞെടുപ്പ് നടക്കുന്ന എല്ലാ സംസ്ഥാനങ്ങളിലും മുൻപോട്ട് കൊണ്ടുപോകാനാണ് തീരുമാനം എന്നുള്ളതും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിക്കുന്നു. നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പാർലമെൻറ്റിനകത്തും പുറത്തും പ്രതിപക്ഷം ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണമാണ് ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ, തീവ്ര പരിഷ്കരണത്തിൽ ക്രമക്കേട് നടന്നു എന്നുള്ളതാണ്. എന്നാൽ അതിൽ ഏറ്റവും വലിയൊരു വൈരുദ്ധ്യം എന്നുള്ളത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഈ വോട്ടർ പട്ടികയിന്മേൽ എന്താണ് ക്രമക്കേട് എന്ന് ചൂണ്ടിക്കാണിക്കാൻ രാജ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും അവസരം നൽകിയിരുന്നു. കഴിഞ്ഞ ദിവസവും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചത് ഈ അവസരം ഉപയോഗിച്ചുകൊണ്ട് രാജ്യത്തെ ഒരു രാഷ്ട്രീയ പാർട്ടിയും ഈ തീവ്ര പരിഷ്കരണം എന്ന നടപടിയെ ചോദ്യം ചെയ്തുകൊണ്ടോ അതിൻ്റെ ക്രമക്കേടുകൾ എന്താണെന്ന് ചൂണ്ടിക്കാട്ടിയോ പരാതി നൽകിയിട്ടില്ല. അതാണ് ഇത്. എവിടെയാണോ ഈ വിഷയങ്ങൾ ഉന്നയിക്കേണ്ടത് അതിന് പരിഹാരം കാണേണ്ടത്, എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ പരിഹാരം കാണേണ്ടത്, അത്തരം അധികൃതരുടെ മുൻപിലേക്ക് ഒരു പരാതിയും നൽകാൻ കോൺഗ്രസോ രാഷ്ട്രീയ RJDയോ അല്ലെങ്കിൽ ഒരു പ്രതിപക്ഷ പാർട്ടിയും തയ്യാറായിട്ടില്ല എന്നുള്ളത് അതിലെ മറ്റൊരു വസ്തുതയാണ്. ഏതായാലും കേസിന്മേൽ ഇന്നും വാദം പുരോഗമിക്കും. ജസ്റ്റിസുമാരായ സൂര്യകാന്ത് കൂടാതെ ജോയ്മല്യ ബാഗ്ജി എന്നിവരടങ്ങിയിട്ടുള്ള ബെഞ്ചാണ് കേസ് പരിഗണിച്ചുകൊണ്ടിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തുനിന്ന് ശക്തമായിട്ടുള്ള വാദങ്ങൾ മുൻപോട്ട് വയ്ക്കുന്നു. ബീഹാറിൽ മാത്രമല്ല, ഈ തീവ്ര പരിഷ്കരണ നടപടികൾ ഇനി തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന എല്ലാ സംസ്ഥാനങ്ങളിലും സ്വീകരിക്കുമെന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിലപാട്. അതേസമയം കഴിഞ്ഞ ദിവസം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികൾക്ക് ഇതുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ പരിഹരിക്കുന്നതിന് നേരിട്ട് കാണാൻ അവസരം നൽകിയിരുന്നു. 30 പ്രതിപക്ഷ എംപിമാരെ കാണാമെന്ന് അറിയിച്ചിരുന്നെങ്കിലും ആ അവസരം തട്ടിക്കളഞ്ഞുകൊണ്ട് മുഴുവൻ പ്രതിപക്ഷ എംപിമാരെയും ഒരുമിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കാണണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ടായിരുന്നു ഒരു മാർച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുൻപിലേക്ക് രാഹുൽ ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ നേതാക്കളുടെ, പ്രതിപക്ഷ എംപിമാരുടെ ഭാഗത്തുനിന്ന് നടത്തിയത്. അതായത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു മേശയ്ക്ക് ചുറ്റുമിരുന്ന് പ്രതിപക്ഷ നിരയിലെ 30 എംപിമാർ വരൂ, നമുക്ക് ഈ കാര്യങ്ങൾ സംസാരിക്കാം, അതിനുള്ളൊരു സൗകര്യം ഒരുക്കിയപ്പോൾ അത് ഒഴിവാക്കിക്കൊണ്ട്, അല്ലെങ്കിൽ അത് ആ അവസരം ഇല്ലാതാക്കിക്കൊണ്ട് മുഴുവൻ എംപിമാരെയും ഒരുമിച്ച് കാണണം എന്നുള്ളത്. അതായത് 200-250 എംപിമാരെ, രാജ്യസഭയിലെയും ലോക്സഭയിലെയും എംപിമാരെ എങ്ങനെയാണ് ഒരുമിച്ച് ഒരു സമയം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കണ്ടുകൊണ്ട് കാര്യങ്ങൾ വിശദീകരിക്കുക എന്നുള്ളതൊരു വലിയ ചോദ്യമാണ്. അതുകൊണ്ട്
തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായുള്ള കൂടിക്കാഴ്ച അട്ടിമറിച്ചുകൊണ്ടായിരുന്നു കമ്മീഷൻ്റെ മുൻപിലേക്ക് അല്ലെങ്കിൽ കമ്മീഷൻ്റെ ഓഫീസിന് മുൻപിലേക്ക് പ്രതിപക്ഷാംഗങ്ങൾ പ്രതിപക്ഷ എംപിമാർ മാർച്ച് നടത്തിയതെന്നുള്ളതാണ് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകൾ. രാഷ്ട്രീയപരമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. ഏറ്റവും ഒടുവിൽ രാജ്യത്തെ പരമോന്നത നീതിപീഠത്തിന് മുൻപിലേക്ക് ഈ കേസ് എത്തിയിട്ടുണ്ട്. കോടതിയുടെ ഭാഗത്തുനിന്ന് എന്ത് നിരീക്ഷണങ്ങളും അന്തിമ വിധിയും ഉണ്ടാകും എന്നുള്ളതും ഏറെ നിർണായകമാകും. KP സുപ്രീം കോടതിയിൽ ഇന്നും വാദം തുടരും. ജിഷ്ണുവാർ ഡൽഹിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. വിനായക ചതുർത്ഥിക്ക് മുന്നോടിയായി പരിസ്ഥിതി സൗഹൃദ ഗണേശ വിഗ്രഹങ്ങൾ നിർമ്മിച്ച് റായ്പൂർ സെൻട്രൽ ജയിലിലെ തടവുകാർ കളിമണ്ണും പ്രകൃതിദത്ത വസ്തുക്കളും ഉപയോഗിച്ച് നിർമ്മിച്ച ഈ വിഗ്രഹങ്ങൾ ശ്രദ്ധ നേടുകയാണ്. ഈ സംരംഭം തടവുകാർക്ക് ഒരു സർഗാത്മക വഴി നൽകുക മാത്രമല്ല, പരിസ്ഥിതി അവബോധവും സുസ്ഥിരമായ രീതികളും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നുവെന്ന് ജയിൽ സൂപ്രണ്ട് യോഗേഷ് സിംഗ് പറഞ്ഞു. 150-ൽ പരം വിഗ്രഹങ്ങളാണ് ഇതിനോടകം നിർമ്മിച്ചത്. തടവുകാർക്ക് നൈപുണ്യ വികസനത്തിനും വിദ്യാഭ്യാസത്തിനും ജോലി ചെയ്യുന്നതിനുമെല്ലാമുള്ള അവസരങ്ങൾ ജയിലിൽ വാഗ്ദാനം ചെയ്യുന്നുവെന്നും സൂപ്രണ്ട് യോഗേഷ് സിംഗ് കൂട്ടിച്ചേർത്തു. ആയിരത്തി 1945 ഹിറ്റ്ലറുടെ നാസിപ്പടയെ ഇല്ലാതാക്കിയെങ്കിൽ 2025 ഹമാസിനും അതേ വിധിയെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ഇറാൻ ഇസ്ലാമിക ഭരണകൂടത്തിന് ശക്തമായ മുന്നറിയിപ്പാണ് നെതന്യാഹു നൽകുന്നത്. ഇസ്ലാമിക ഭീകരരുടെ ദുർഭരണത്തിൽ നിന്നും ഇറാൻ ജനത സ്വയം മോചനം നേടണം. നിലവിലെ ഭരണകൂടത്തെ അധികാരത്തിൽ നിന്നും ഒഴിവാക്കിയാൽ സമ്പന്നവും സമൃദ്ധവുമായ രാജ്യം സ്വപ്നം അല്ലെന്നും ഇറാൻ ജനതയോട് നെതന്യാഹു പറഞ്ഞു. Do not let these fanatic mullahs ruin your lives for a minute longer. And know this, you are not alone. I stand with you. Israel stands with you. The entire free world stands with you. The tyrants of Tehran, so cruel, so callous, so cowardly, they won't last long. You know that. History will record that. Soon your country will be free. Water will be plentiful. Your economy will recover and thrive. Your children will be joyous and carefree again. As our founding father Theodore Herzl said of the Jewish state, if you will it, it is no dream. And I say to you, if you will it, a free Iran is no dream. Now is the time for action. Now is the time to fight for freedom. Iran bariye Irani. വിശദാംശങ്ങളുമായി ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് മൈസൺ ജോസ് ചേരുകയാണ്. ഐസൺ, ബെഞ്ചമിൻ നെതന്യാഹു കൃത്യമായ മുന്നറിയിപ്പൊപ്പം വാഗ്ദാനവും കൂടിയാണ് നൽകുന്നത് അല്ലേ? നെതന്യാഹു നൽകുന്നത് ഒരു വാഗ്ദാനം തന്നെയാണ് സുരേഷ്. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇറാനിൽ നിലവിലെ സാഹചര്യത്തിൽ ഇറാനെ സംബന്ധിച്ചിടത്തോളം വലിയ തോതിൽ ഒരു ആക്രമണം ഇറാനെതിരെ ഇസ്രായേൽ നടത്തുകയും ഇറാന്റെ പ്രതിരോധ ശേഷിയെ ഏതാണ്ട് പൂർണ്ണമായി തന്നെ തകർക്കുകയും ചെയ്ത ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് കടുത്ത നിലപാടുകളിലൂടെ ഇറാന്റെ ഭരണകൂടത്തെ, നിലവിലുള്ള ഈ ഭരണകൂടത്തെ, ഇസ്ലാമിക ഭരണകൂടത്തെ പൂർണ്ണമായും ഇല്ലാതാക്കി ഒരു സ്വതന്ത്ര രാഷ്ട്രമാകണമെന്നൊരു ആഹ്വാനം പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നൽകിയിരിക്കുന്നത്. സ്വാഭാവികമായും അത്തരത്തിലൊരു സ്വതന്ത്ര രാഷ്ട്രമാകാനുള്ള ഒരു നീക്കം നടത്തുകയാണെങ്കിൽ ആ നീക്കത്തിന് പരിപൂർണ പിന്തുണ ഉറപ്പാക്കാമെന്നും അത്തരത്തിലൊരു നീക്കം ഉണ്ടായാൽ സമൃദ്ധമായ ജലശുദ്ധീകരണ സംവിധാനങ്ങൾ ഉൾപ്പെടെ വിശാലമായ വികസനത്തിനുള്ള സാധ്യത അല്ലെങ്കിൽ പുരോഗതിക്കുള്ള സാധ്യത നിങ്ങൾ തന്നെ തുറക്കുകയാണ് എന്നും അദ്ദേഹം വളരെ കൃത്യമായി പറയുന്നുണ്ട്. വളരെ കൃത്യമായ നിലപാടുകളാണ് അദ്ദേഹം തന്റെ ഓരോ ും വ്യക്തമാക്കിയിരിക്കുന്നത് എന്ന് അദ്ദേഹത്തിന്റെ വീഡിയോ സ്പീച്ചിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. നിലവിൽ നമുക്ക് ലഭ്യമാകുന്ന അല്ലെങ്കിൽ ഈ വീഡിയോ സ്പീച്ചിലെ വിശദാംശങ്ങൾ പരിശോധിക്കുമ്പോൾ ഇറാനെതിരെ ഇനിയും ശക്തമായ പോരാട്ടങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട്. ആ പോരാട്ടങ്ങൾ ഉയർന്നു വരേണ്ടത് ഇറാന്റെ മണ്ണിൽ നിന്ന് തന്നെയാണ് എന്ന കൃത്യമായൊരു ബോധ്യം തന്നെയാണ് അദ്ദേഹം കൃത്യമായി മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നത്. മാത്രമല്ല, ഈ ഇറാന്റെ ഇസ്ലാമിക ഭീകര സ്വഭാവമുള്ള ഭരണകൂടത്തെ ഒഴിവാക്കണമെന്ന് ആദ്യ വാക്കിൽ നമ്മൾ കേട്ട ആ ശബ്ദശകലത്തിൽ ആദ്യ വാക്കിൽ തന്നെ അദ്ദേഹം പറയുന്നു. മാത്രമല്ല, വിശാലമായ ഇസ്രായേൽ എന്ന ചരിത്രവും ആത്മീയവുമായ ലക്ഷ്യം തനിക്കുണ്ട്. അതായത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ പല വിഷയങ്ങളും നേരത്തെ തന്നെ സൂചിപ്പിച്ചിരുന്നു. അതായത് 1945 ഹിറ്റ്ലറുടെ നാസിപ്പടയെ ഒഴിവാക്കിയെങ്കിൽ 2025 ഹമാസിനെ ഒഴിവാക്കുമെന്ന കൃത്യമായൊരു നിലപാട് അദ്ദേഹം അറിയിക്കുന്നുണ്ട്. ഇതിൽ നിന്നെല്ലാം തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഗാസ എന്ന കേവലമായ ഒരു രാഷ്ട്രം അല്ലെങ്കിൽ കേവലമായ ഒരു പ്രദേശം മാത്രമല്ല, മറിച്ച് ഇറാനും അതുപോലെ തന്നെ ഹിസ്ബുള്ളയുടെ നിയന്ത്രണത്തിലുള്ള പ്രദേശങ്ങൾ, ലെബനനിലുള്ള ഹിസ്ബുള്ളയുടെ നിയന്ത്രണത്തിലുള്ള പ്രദേശങ്ങളെല്ലാം തന്നെ ഒരുമിപ്പിച്ച് ഒരു ശക്തമായ ജനാധിപത്യ സംവിധാനത്തിലേക്ക് കൊണ്ടുവരിക, അവിടെയുള്ള ഭീകര സ്വഭാവമുള്ള സംഘടനകളെ അതായത് അധികാരത്തിൽ നിന്ന് ഒഴിവാക്കുക, ജനാധിപത്യം പുനഃസ്ഥാപിക്കുക എന്ന വിശാലമായ ലക്ഷ്യം തനിക്കുണ്ടെന്ന് കൃത്യമായി അദ്ദേഹം പറയുന്നു. വിശാല വാഗ്ദത്ത ദേശം എന്ന് പറയുന്ന വിശാല ഇസ്രായേൽ എന്ന ഉത്തരവാദിത്വമാണ് തന്നിൽ അർപ്പിച്ചിട്ടുള്ളത് എന്നും അദ്ദേഹം വളരെ കൃത്യമായി മാധ്യമങ്ങളോട് ഇന്നലെ ലോകത്തോട് സംബന്ധിക്കുന്ന വേളയിൽ കൃത്യമായി അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. ശരി, ഐസൻ ജോസ് ആണ് വിശദാംശങ്ങൾ നൽകിയത്.
കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ താളം തെറ്റിച്ച് ഡോക്ടർമാരുടെ കുറവ്. കാസർഗോഡ്, വയനാട് മെഡിക്കൽ കോളേജുകളിലേക്ക് താൽക്കാലികമായി വിന്യസിച്ച ഡോക്ടർമാരെ ഇതുവരെയും പുനർനിയമിച്ചിട്ടില്ല. ഇതിലൂടെ മതിയായ ചികിത്സ കിട്ടാതെ ദുരിതത്തിലായിരിക്കുകയാണ് രോഗികൾ. ഇവരുമായി ദിസ്ന സുരേഷ് ചേരുകയാണ്. ദിസ്ന, കോഴിക്കോട് മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ദിവസേന ആയിരക്കണക്കിന് രോഗികളാണ് എത്തുന്നത്. കോഴിക്കോട് ജില്ലയിൽ നിന്ന് മാത്രമല്ല അയൽ ജില്ലകളിൽ നിന്നടക്കം സാധാരണക്കാരായ നിരവധി പേർ ആശ്രയിക്കുന്ന ഒരു മെഡിക്കൽ കോളേജാണ്. ഇവിടെ ഡോക്ടർമാരുടെ കുറവ് എത്രത്തോളം രോഗികളെ ദുരിതത്തിലാക്കി കഴിഞ്ഞു? തീർച്ചയായും KP, നാഷണൽ മെഡിക്കൽ കമ്മീഷന്റെ പരിശോധനയ്ക്ക് മുന്നോടിയായാണ് ഇത്തരത്തിൽ താൽക്കാലികമായി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും ഡോക്ടർമാരെ പുനർവിന്യസിപ്പിച്ചിട്ടുള്ളത്. വയനാട് മെഡിക്കൽ കോളേജിലേക്ക് 11 പേരെയും കാസർഗോഡ് മെഡിക്കൽ കോളേജിലേക്ക് മാത്രം 20 പേരെയാണ് ഇത്തരത്തിൽ മാറ്റിയിട്ടുള്ളത്. പക്ഷേ മാസങ്ങൾ കുറെ കഴിഞ്ഞിട്ടും അവരെ തിരിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് തിരിച്ചു കൊണ്ടുവന്നിട്ടില്ല എന്നത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ജനറൽ മെഡിസിൻ വിഭാഗത്തെയാണ്. നമുക്കറിയാം മഴക്കാലമാണ്, അതുമായി ബന്ധപ്പെട്ട നിരവധി രോഗികൾ, പനിയൊക്കെ ബാധിച്ച ഒരുപാട് രോഗികളാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് എത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് സാധാരണക്കാരായ ആളുകളെ വലിയ രീതിയിൽ ബാധിക്കുന്നു എന്നൊരു പരാതിയാണ് നിലവിൽ ഉയർന്നു വന്നിട്ടുള്ളത്. നമുക്കറിയാം ഈ CPM ഒക്കെ തന്നെയും കോഴിക്കോട് മെഡിക്കൽ കോളേജിനെ സംരക്ഷിക്കാനുള്ള ഒരു ശ്രമം, സംരക്ഷണ ജാഥയൊക്കെ നടത്തിയത് നമ്മൾ കണ്ടതാണ്. കോൺഗ്രസും BJPയും മാധ്യമങ്ങളുമാണ് ഈ മെഡിക്കൽ കോളേജിനെ തകർക്കാൻ ശ്രമിക്കുന്നത് എന്നൊരു ആരോപണവുമായി ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെ രംഗത്ത് വന്നതും നമ്മൾ കണ്ടതാണ്. പക്ഷേ ഇത്തരത്തിൽ രോഗികൾ വലിയൊരു ബുദ്ധിമുട്ടിലേക്ക് മാറുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. ഇതിൽ ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്നതും ഡോക്ടർമാർ തന്നെയാണ്. PG ഡോക്ടർമാർ ഇത് സംബന്ധിച്ച് സമരമൊക്കെ നടത്തിയത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടതാണ്. അവർക്കും അമിത ജോലിഭാരമാണ്. അവർക്കും നിലവിൽ വരുന്ന പേഷ്യന്റിനെ നോക്കേണ്ടി വരുന്നു, അവർക്ക് വേണ്ടി കൂടുതൽ സമയം ചിലവഴിക്കേണ്ടി വരുന്നു എന്നൊരു പരാതിയാണ് ഡോക്ടർമാരുടെ ഭാഗത്തു നിന്നും ഉയർന്നു വരുന്നത്. എന്തുകൊണ്ടാണ് ഈ ഡോക്ടർമാരെ തിരികെ കൊണ്ടുവരാത്തത് എന്നൊരു ചോദ്യമാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്. സാധാരണക്കാരായ രോഗികൾ മണിക്കൂറുകളോളം ക്യൂ നിൽക്കേണ്ട ഒരു അവസ്ഥയിലേക്കും ഈ സാഹചര്യം മാറുകയാണ്. എന്തായാലും ഇതിന് ഉടനടി പരിഹാരം കാണണമെന്ന ആവശ്യമാണ് ഉയർന്നു വന്നിട്ടുള്ളത്. KP, ദിസ്നയാണ് കോഴിക്കോട് നിന്നും വിവരങ്ങൾ നൽകിയത്. മെഡിക്കൽ കോളേജിലെ ഉപകരണക്ഷാമം, ഡോക്ടർ ഹാരിസ് ചെറക്കലിനെതിരെയുള്ള നടപടിയിൽ ആരോഗ്യവകുപ്പും ഡോക്ടർമാരുടെ സംഘടനയും തമ്മിലുള്ള ചർച്ച വൈകുകയാണ്. ഡോക്ടർക്കെതിരെ നടപടി എടുക്കില്ല എന്ന് ആരോഗ്യവകുപ്പ് പറഞ്ഞിരുന്നുവെങ്കിലും റിപ്പോർട്ട് ഇപ്പോഴും വകുപ്പിന്റെ പരിഗണനയിലാണ്. ഹാരിസ് ഡോക്ടറിനെതിരെ ഡോക്ടർമാർക്കിടയിലും എതിർപ്പ് ഉയർന്നതാണ് ചർച്ച വൈകാൻ കാരണം. ഇവരുമായി ടിൻഡുദാസ് ചേരുകയാണ്. ഏത് സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ളൊരു ചർച്ച വൈകുന്നത്? തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഉപകരണക്ഷാമവുമായി ബന്ധപ്പെട്ട് യൂറോളജി വിഭാഗം മേധാവി കൂടിയായിരുന്ന ഡോക്ടർ ഹാരിസ് ചെറക്കൽ പുറത്തുവിട്ട വിഷയങ്ങളിൽ വലിയ വിവാദമാണ് സംസ്ഥാനത്തുണ്ടായത്. അതിൽ കേരളക്കാർ ഒട്ടാകെയും ഹാരിസ് ഡോക്ടറിനൊപ്പം നിൽക്കുകയാണ് ഉണ്ടായത്. അതിനുശേഷം നടന്ന പ്രശ്നങ്ങൾ നമുക്കറിയാം. ആശുപത്രിയിലെ ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ കാണാതാവുന്നത് ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളുണ്ടായി. അതിൽ DMAയും അതോടൊപ്പം തന്നെ ഹോസ്പിറ്റൽ പ്രിൻസിപ്പളും എതിരെ നിന്നത് ഹാരിസ് ഡോക്ടറിനെതിരെയായിരുന്നു. ഈ സാഹചര്യത്തിലാണ് KGM-CTA വിഷയത്തിൽ ഇടപെടുന്നത്. ആരോഗ്യവകുപ്പ് മന്ത്രി, ആരോഗ്യ വകുപ്പ് സെക്രട്ടറിയൊക്കെ ഹാരിസ് ഡോക്ടറിനെതിരെ നടപടിയെടുക്കാനായിട്ട് DMAയുടെ വിവിധ തലങ്ങളിൽ റിപ്പോർട്ടുകൾ തേടിയിട്ടുണ്ട്. ആ നൽകിയ റിപ്പോർട്ടുകളെല്ലാം ഹാരിസ് ഡോക്ടറിൻ്റെ എതിർപ്പ് അല്ലെങ്കിൽ ഹാരിസ് ഡോക്ടറിനെതിരെ ഉള്ള റിപ്പോർട്ടുകളായിരുന്നു. ആ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് KGM-CTA ഇതിൽ ഇടപെടുന്നത്. KGM-CTAയും ആരോഗ്യവകുപ്പ് മന്ത്രിയും തമ്മിലുള്ള ചർച്ച വൈകുന്നതിന് കാരണം ഉദ്യോഗസ്ഥന്മാർക്കിടയിലുള്ള എതിർപ്പാണെന്ന് നമുക്കറിയാൻ സാധിക്കുന്നു. ചില ഉദ്യോഗസ്ഥർക്ക്, അതായത് ഈ വിഭാഗത്തിലുള്ള ചില ഡോക്ടർമാർക്ക് ഹാരിസ് ഡോക്ടറിനോട് എതിരഭിപ്രായമുണ്ട്. ഹാരിസ് ഡോക്ടറിനെതിരെ നടപടിയെടുക്കണമെന്നൊരു അഭിപ്രായമുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള അഭിപ്രായം നിൽക്കുന്നത് കൊണ്ട് തന്നെ ഈ KGM-CTAയും ആരോഗ്യവകുപ്പ് മന്ത്രിയുമായിട്ടുള്ള ചർച്ച വൈകുന്നത് എന്ന് പറയാൻ സാധിക്കും. കാരണം ഹാരിസ് ഡോക്ടറിനെതിരെ നടപടി സ്വീകരിക്കില്ല എന്ന ആരോഗ്യ വകുപ്പ് പല ഘട്ടങ്ങളിലും സൂചന നൽകിയിട്ടുണ്ടായിരുന്നെങ്കിലും ഇപ്പോഴും DMA നൽകിയ റിപ്പോർട്ട് വകുപ്പിൻ്റെ പരിഗണനയിലാണ്. ആ റിപ്പോർട്ട് വകുപ്പിൻ്റെ പരിഗണനയിൽ ഇരിക്കുന്നിടത്തോളം കാലം ഡോക്ടറിനെതിരെ ഒരു നടപടി ഉണ്ടാകാൻ എല്ലാ കാലത്തും സാധ്യത നിലനിൽക്കുന്നുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് KGM-CTA വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് ചർച്ച നടത്തി ഡോക്ടർക്കെതിരെയുള്ള നടപടി ഇല്ലാതാക്കാൻ ശ്രമിക്കേണ്ടതായിട്ടുണ്ട്. പക്ഷേ ഡോക്ടർമാർക്കിടയിലുള്ള അസ്വാരസ്യങ്ങൾ, ഡോക്ടർമാർക്കിടയിലുള്ള സ്വരച്ചേർച്ച ഇല്ലായ്മ, അതൊക്കെ ഒരുപക്ഷെ ഇത്തരത്തിൽ ഈ ചർച്ച വൈകുന്നതിന് കാരണമായി മാറുന്നുണ്ട്. എന്തായാലും ഡോക്ടറിനെതിരെ ആദ്യഘട്ടത്തിൽ നടപടി എടുക്കില്ല എന്ന് അറിയിച്ചിരുന്നെങ്കിലും പിന്നീട് നടപടിക്കുള്ള സാധ്യത ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. എന്തായാലും ഈ വിഷയത്തിൽ വ്യക്തമായ ചർച്ച നടന്നാൽ മാത്രമേ ഡോക്ടർക്ക് ഈ നടപടി ഉണ്ടാകാതിരിക്കുകയും അതോടൊപ്പം തന്നെ ഈ ഉദ്യോഗസ്ഥർക്കിടയിലെ ഈ അഭിപ്രായ വ്യത്യാസക്കുറവ് പരിഹരിക്കാനും സാധിക്കുകയുള്ളതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. KP, ശരി. ടിൻഡുദാസാണ് തിരുവനന്തപുരത്ത് നിന്നും വിവരങ്ങൾ നൽകിയത്. കേരളത്തിൽ 2 വർഷത്തിനിടെ സർക്കാർ സ്കൂളുകളുടെ എണ്ണത്തിൽ
ഗണ്യമായ കുറവ് വന്നതായി കേന്ദ്ര സർക്കാർ. 2 വർഷത്തിനിടെ സംസ്ഥാനത്ത് 210 സർക്കാർ സ്കൂളുകൾക്കാണ് പൂട്ടുവീണത്. പല സംസ്ഥാനങ്ങളിലും സർക്കാർ സ്കൂളുകളുടെ എണ്ണം വർദ്ധിക്കുമ്പോഴാണ് കേരളത്തിലെ സ്കൂളുകൾക്ക് പൂട്ടുവീണത്. രാജ്യത്താകെ 5 വർഷത്തിനുള്ളിൽ എത്ര സർക്കാർ സ്കൂളുകൾ അടച്ചു പൂട്ടിയെന്ന കെ രാധാകൃഷ്ണൻ എംപിയുടെ ചോദ്യത്തിന് മറുപടിയായി കേന്ദ്ര വിദ്യാഭ്യാസ സഹമന്ത്രി ജയന്ത് ചൗധരി ലോക്സഭയിൽ നൽകിയ മറുപടിയിലാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. കേരളത്തിൽ 2 വർഷത്തിനുള്ളിൽ സർക്കാർ സ്കൂളുകളുടെ എണ്ണത്തിൽ ഗണ്യമായ കുറവ് വന്നതായി കേന്ദ്ര സർക്കാർ മറുപടി. രാജ്യത്താകെ 5 വർഷത്തിനുള്ളിൽ എത്ര സർക്കാർ സ്കൂളുകൾ അടച്ചുപൂട്ടിയെന്ന കെ രാധാകൃഷ്ണൻ എംപിയുടെ ചോദ്യത്തിന് മറുപടിയായാണ് കേന്ദ്ര വിദ്യാഭ്യാസ സഹമന്ത്രി ജയന്ത് ചൗധരി ലോക്സഭയിൽ കണക്കുകൾ നിരത്തി മറുപടി നൽകിയത്. 2021-22 വർഷത്തിൽ 5010 സർക്കാർ സ്കൂളുകൾ കേരളത്തിലുണ്ടായിരുന്നുവെന്നാണ് കണക്ക്. എന്നാൽ 2023-24 ആയപ്പോഴേക്കും സ്കൂളുകളുടെ എണ്ണം 4809 കുറഞ്ഞു. അതായത് 2 വർഷത്തിനുള്ളിൽ 201 സർക്കാർ സ്കൂളുകളുടെ കുറവ് കേരളത്തിലുണ്ടായി. രാജ്യത്ത് ഇക്കാലയളവിൽ സർക്കാർ സ്കൂളുകളുടെ എണ്ണത്തിൽ ഏറ്റവും കൂടുതൽ കുറവ് വന്നിരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കേരളം എന്നാണ് കേന്ദ്ര സർക്കാരിൻ്റെ പട്ടിക സൂചിപ്പിക്കുന്നത്. 2019-20 കാലയളവിൽ 5014, 2020-21 കാലയളവിൽ 5020, 2021-22 5010, 2022-23 4811, 2023-24 4809 എന്നിങ്ങനെയാണ് കേന്ദ്ര പട്ടികയിലെ കണക്കുകൾ. ഇക്കാലയളവിൽ പല സംസ്ഥാനങ്ങളിലും സർക്കാർ സ്കൂളുകളുടെ എണ്ണത്തിൽ വർധനമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ കേന്ദ്രത്തിന്റെ കണക്ക് ശരിയല്ലെന്നും വിശദമായ പരിശോധിച്ച ശേഷം മറുപടി നൽകാമെന്നുമാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ മറുപടി. ജനം, തിരുവനന്തപുരം. ഈ കായിക വാർത്തകളിലേക്കാണ്. ക്രിക്കറ്റ് ആവേശത്തിൽ കേരള ക്രിക്കറ്റ് ലീഗിൽ ഇത്തവണത്തെ കിരീടം തങ്ങൾ ഉയർത്തുമെന്ന് തൃശൂർ ടൈറ്റൻസ് ഉടമ സജാദ് സേട്ട്. യുവനിരയാണ് തങ്ങളുടെ കരുത്തെന്നും അദ്ദേഹം ജനം ടിവിയോട് പറഞ്ഞു. എം നിഖിൽ കുമാർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. കേരള ക്രിക്കറ്റ് ലീഗിൽ ആദ്യ സീസണിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച തൃശൂർ ടൈറ്റൻസിന്റെ ഉടമ സജാദ് സെയ്ദാണ് നമ്മുടെ കൂടെയുള്ളത്. സജാദ് സാർ, സീസൺ 2ാം ഇതിലേക്ക് കടക്കുകയാണ്. കേരള ക്രിക്കറ്റ് ലീഗ് 2ാം സീസണിലേക്ക് കടക്കുകയാണ്. എന്തൊക്കെയാണ് പ്രതീക്ഷകൾ? ആദ്യത്തെ പ്രതീക്ഷ നമ്മൾ ടീം ട്രോഫി എടുക്കുന്നത് തന്നെയാണ്. നമ്മൾ അതിനെല്ലാം ക്രിക്കറ്റ് കളിക്കുന്നതും നമ്മൾ ടീം എടുത്തതൊക്കെ അതിനാണ്. അതിൽ ഉപരിയായിട്ട് കെ സി ഐ ഇപ്പം നടത്തുന്ന പ്രൊമോഷൻസും കാര്യങ്ങളിലും ഐ എം ഷുവർ കേരള ക്രിക്കറ്റ് വിൽ ബിക്കം വൺ ഓഫ് ദ ബെസ്റ്റ് ലീഗ്സ് ഇൻ ഇന്ത്യ. അതുകൂടാതെ ഇപ്രാവശ്യം ഇഷ്ടംപോലെ യങ്സ്റ്റേഴ്സ് വരുന്നു നമുക്ക് വിശ്വാസമുണ്ട്. കഴിഞ്ഞ കൊല്ലം നമ്മൾ യങ്സ്റ്റേഴ്സിനെ പ്രോത്സാഹിപ്പിച്ച ഒരു ടീമാണ്. നമ്മുടെ ടീമിൽ നിന്ന് ഓൾമോസ്റ്റ് 5-6 പേര് കേരള സീനിയർ ടീമിൽ കളിച്ചു. ഇക്കൊല്ലവും നമ്മുടെ ടീമിലുള്ള യങ്സ്റ്റേഴ്സ് പെർഫോം ചെയ്യുന്നു. അവർ മേളിലേക്ക് പോകുന്ന അടുത്ത പടി കയറുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. നേരത്തെ സാറ് പറഞ്ഞതുപോലെ ഈ KCA നൽകുന്നൊരു പിന്തുണ അത് വളരെ വലുതാണ്. ഇപ്പോൾ ഞാൻ നേരത്തെ സൽമാനും ഒക്കെ പറഞ്ഞതുപോലെ ഈ വിഘ്നേഷ് പുതൂറിനെ പോലുള്ള പല താരങ്ങൾക്കും മുംബൈ ഇന്ത്യൻസ് പോലൊരു ടീമിലേക്ക് എത്താൻ സാധിച്ചു ഈ കേരള ക്രിക്കറ്റ് ലീഗ് കൊണ്ട്. അപ്പോൾ ഈ KCA നൽകുന്ന പിന്തുണ അത് വളരെ വലുതല്ലേ? തീർച്ചയായും. KCA ഉണ്ടെങ്കിലേ ഇവിടെ ക്രിക്കറ്റ് ഉള്ളൂ. ആൻഡ് KCA തരുന്ന പോലെ അവരുടെ ഗെയിമിലുള്ള സപ്പോർട്ട് എനിക്ക് തോന്നുന്നില്ല ഒരു ഓർഗനൈസേഷനും കേരളത്തിൽ തരുന്നുണ്ടെന്ന്. KCA ശരിക്കും നമ്മൾ ഓണേഴ്സായ നമുക്കറിയാം അവർ അങ്ങ് എങ്ങനെയൊക്കെ നമ്മൾ സഹായിക്കാൻ പറ്റുമോ എല്ലാ രീതിയിലും അവർ സഹായിക്കുവാണ്. ആൻഡ് ദി ആർ ഗിവിങ് അസ് ഓൾ ദ ഫെസിലിറ്റീസ്. അതുകൂടാതെ KCA ഇപ്പം പല ഗ്രൗണ്ട്സും ഡെവലപ്പ് ചെയ്യുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇനിയും നമ്മൾ വിഘ്നേഷ് പുത്തൂറിനെ പോലെയും ഇഷ്ടംപോലെ പ്ലേയേഴ്സ് ഇനി നമ്മുടെ IPL-ലും സീനിയർ ടീമിലേക്കും വരുന്നതായിട്ട് നമ്മൾ കാണും. ഓക്കെ, അപ്പോൾ 2ാം സീസണിലേക്ക് വരുന്നു. ഇത്തവണ കപ്പടിക്കും, ഉറപ്പാണോ? ഉറപ്പല്ലേ. കാര്യം ഐ ബിലീവ് നമ്മുടെ ടീം വളരെ ബാലൻസ് ടീമാണ്. അത്യാവശ്യം എക്സ്പീരിയൻസ് ഉണ്ട്, ഇഷ്ടംപോലെ യങ്സ്റ്റേഴ്സ് ഉണ്ട്. ഞാൻ യങ്സ്റ്റേഴ്സിൽ T20 വിശ്വസിക്കുന്ന കാര്യം വെച്ചാൽ അവർക്ക് പേടിയില്ല, ധൈര്യത്തോടെ അവർ കളിക്കും. ആൻഡ് T20 ഇസ് എ ഗെയിം വേ യു ഹാവ് ടു പ്ലേ ബ്രേവ്ലി. അത് കാരണം എനിക്ക് വളരെ ഉറപ്പുണ്ട്. നിങ്ങളിപ്പോൾ രോഹിത്തിനെ എടുത്താൽ തന്നെ 17 വയസ്സേ ഉള്ളൂ, യങ്ങസ്റ്റ് പ്ലെയർ നമ്മളെ എടുത്തത്. സോ നമുക്ക് തീർച്ചയായിട്ടും ഉറപ്പാണ് നമ്മുടെ ടീം നന്നായിട്ട് വരും, ഫൈനലി വരും, ഉറപ്പായിട്ടും കപ്പെടുക്കും ഇപ്രാവശ്യം. ഓക്കെ, അപ്പോൾ എന്തായാലും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. അപ്പോൾ വിശേഷങ്ങൾ പങ്കുവച്ചത് തൃശ്ശൂർ ടൈറ്റൻസ് ടീമിൻ്റെ ഉടമ സജാദ് സെയ്ദാണ്. ക്യാമറമാൻ അനീഷ് കാട്ടാക്കടയ്ക്കൊപ്പം എം നിഖിൽ കുമാർ, ജനം. കേരള ക്രിക്കറ്റ് ലീഗ് 2ാം സീസണിന്റെ കാൻഡർ വാൻ ട്രോഫി ടൂർ കൊല്ലം ജില്ലയിൽ പൂർത്തിയായി. നിലവിലെ ചാമ്പ്യന്മാരായ എരീസ് കൊല്ലം സേഴ്സിന്റെ മാസ്കോട്ട് ലോഞ്ച് എം മുകേഷ് MLA നിർവഹിച്ചു. മണിയെത്താം, ഇടവേള.
നേരത്തെ പൂർത്തീകരിക്കാൻ സാധിക്കാതിരുന്ന വാർത്തയിലേക്ക്. കേരള ക്രിക്കറ്റ് ലീഗ് 2ാം സീസണിന്റെ കാൻഡർബാൻ ട്രോഫി ടൂർ കൊല്ലം ജില്ലയിൽ പൂർത്തിയായി. നിലവിലെ ചാമ്പ്യന്മാരായ ഏരീസ് കൊല്ലം സേസിന്റെ മാസ്കോട്ട് ലോഞ്ച് എം മുകേഷ് MLA നിർവഹിച്ചു. ഓഗസ്റ്റ് 21 മുതൽ സെപ്റ്റംബർ 6 വരെയാണ് KCL 2ാം സീസൺ മത്സരങ്ങൾ നടക്കുക. കേരള ക്രിക്കറ്റ് ലീഗ് കാൻഡർബാൻ ട്രോഫി ടൂറിന്റെ ഭാഗമായി കൊല്ലം ബീച്ചിൽ സംഘടിപ്പിച്ച പരിപാടിയിലാണ് ജില്ലാ ടീമിന്റെ മാസ്കോട്ട് ലോഞ്ചിങ് നടന്നത്. എം മുകേഷ് MLA ഫ്ലാഗ് ഓഫ് കർമ്മം നിർവഹിച്ചു. ക്രിക്കറ്റ് ഒരു 3ാം സ്ഥാനത്തൊക്കെ വരുത്തുള്ളായിരുന്നു ഒരു കാലഘട്ടത്തിൽ. ഫുട്ബോൾ, അത് കഴിഞ്ഞ് വോളിബോൾ, ഒരുപക്ഷെ കബഡിയുടെ കൂടെ നിൽക്കുന്ന ഒരു ഇതായിരുന്നു. വേറെ പ്രത്യേകിച്ച് കാര്യങ്ങൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബാറ്റും പാഡും ബോളും ഒക്കെ മേടിക്കാൻ നല്ല കാശ് വേണം. മറ്റേത് ഒരു ബോളുണ്ടെങ്കിൽ 22 പേർക്ക് കളിക്കാം. പക്ഷേ കാലം മാറി വളരെ ഗംഭീരമായിട്ട് കേരളം മുന്നോട്ട് കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. ലഹരിക്കെതിരെയുള്ള സന്ദേശവുമായി 4 ദിവസമാണ് കൊല്ലം ജില്ലയിൽ പര്യടനം നടക്കുന്നത്. ഇതിനോടനുബന്ധിച്ച് ജില്ലാ ടീമിന്റെ വിവിധ ഫാൻസ് ക്ലബ്ബുകളും രൂപീകരിക്കുന്നുണ്ട്. പ്രചാരണ പരിപാടികൾക്കൊപ്പം ടീമിന്റെ പരിശീലനവും പുരോഗമിക്കുകയാണെന്ന് ഏരീസ് കൊല്ലം സെയിലേഴ്സ് ടീം CEO ഡോക്ടർ N പ്രഭിരാജ് പറഞ്ഞു. അതെ, കഴിഞ്ഞ കൊല്ലം മുതൽ നമ്മൾ ഫാൻസ് ക്ലബ്ബൊക്കെ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സ്കൂളുകളിലും കോളേജിലും കേന്ദ്രീകരിച്ചും അതേപോലെയുള്ള ക്രിക്കറ്റ് ക്ലബ്ബും ക്രിക്കറ്റ് അക്കാഡമിയൊക്കെ ആയിട്ട് ബന്ധപ്പെടുത്തി ഒരുപാട് ഫാൻസ് ക്ലബ്ബും ഒക്കെ നമ്മൾ ഈ പ്രാവശ്യം ഓൾറെഡി ഓർഗനൈസ് ചെയ്തിട്ടുണ്ട്. അവിടെ ട്രെയിനിങ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു. മംഗലപുരത്താണ് ട്രെയിനിങ്. നമുക്ക് 18 പേരാണുള്ളത്. അതിൽ കൊല്ലം ജില്ലയിൽ പ്രതിനിധിക്കുന്ന ആൾക്കാരും ഇന്നിപ്പം നമ്മുടെ ടീമിൽ 9 പേരുണ്ട്. ഈ പ്രാവശ്യം വിഷ്ണു വിനോദും അഖിലം ബസും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ല ടീമാണ്. അപ്പം വീണ്ടും നമുക്ക് കൊല്ലത്തേക്ക് തന്നെ ഈ കിരീടം കൊണ്ടുവരാമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. കൊല്ലം ജില്ലയിൽ നിന്നും KCLന്റെ ഭാഗമായതിൽ അഭിമാനമാണ് ടീം അംഗങ്ങൾക്കും. കഴിഞ്ഞ വർഷം കളിച്ചു, അതിൽ ഈ വർഷം ഫസ്റ്റ് ടൈമാണ്. അപ്പം എല്ലാം കൊണ്ട് എക്സൈറ്റഡ് ആണ്. അതുപോലെ തന്നെ നല്ല കോൺഫിഡൻസ് ഉണ്ട്. ഓൾറെഡി നമ്മുടെ ടീമിൻ്റെ പ്രാക്ടീസ് സ്റ്റാർട്ട് ചെയ്തു. നല്ല ടീമാണ്. കപ്പ് അടിക്കുമെന്ന് തന്നെയാണ് വിശ്വാസം. കൊല്ലം നമ്മുടെ സ്വന്തം സ്ഥലമല്ലേ, നമ്മൾ ജനിച്ചു വളർന്ന സ്ഥലമാണ് കൊല്ലം. സോ കൊല്ലം ഞങ്ങളുടെ വാക്യം പോലെ കൊല്ലം പൊളിയാണ്. അത് ഞങ്ങൾ എന്തായാലും ഉറപ്പായിട്ടും ഈ വർഷം ഞങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ മാക്സിമം എഫോർട്ട് ഇട്ട് ഈ കപ്പ് തിരിച്ച് കൊല്ലം നാട്ടിൽ തന്നെ കൊണ്ടുവരാൻ മാക്സിമം പരിശ്രമിക്കും. നിലവിലെ ചാമ്പ്യന്മാരായ ഏരീസ് കൊല്ലം സെയിലേഴ്സ് 18 താരങ്ങളെ ലേലത്തിലൂടെ സ്വന്തമാക്കിയിട്ടുണ്ട്. IPL താരവും കേരള രഞ്ജി ക്യാപ്റ്റനുമായ സച്ചിൻ ബേബി ഐക്കൺ പ്ലെയറായ ടീമിൽ ആദ്യ സീസണിൽ നിന്നുള്ള 11 താരങ്ങൾ തുടരും. ലേലത്തിലൂടെ ടീം സ്വന്തമാക്കിയതിൽ ഏറ്റവും ശ്രദ്ധേയൻ IPL താരം വിഷ്ണു വിനോദാണ്. വിഷ്ണു തന്നെയാണ് ടീമിന്റെ ഉപനായകനും. ഓഗസ്റ്റ് 21 മുതൽ സെപ്റ്റംബർ 6 വരെ തിരുവനന്തപുരം ഗ്രീൻഫീൽഡ് അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിലാണ് മത്സരങ്ങൾ നടക്കുക. ജനം, കൊല്ലം. ഒരു വാർത്തയിലേക്ക്. ഫോറസ്റ്റ് സ്റ്റേഷൻ കോമ്പൗണ്ടിൽ കഞ്ചാവ് കൃഷിക്ക് കൂട്ടുനിന്ന റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർക്കെതിരായ അച്ചടക്ക നടപടി 1 വർഷത്തെ ഇൻക്രിമെന്റ് തടയലിൽ ഒതുക്കി സംസ്ഥാന സർക്കാർ. എരുമേലി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ BR ജയനാണ് സംരക്ഷണമൊരുക്കുന്നത്. കുറ്റകൃത്യത്തെക്കുറിച്ച് അറിവുണ്ടായിട്ടും നടപടി സ്വീകരിക്കാനോ റിപ്പോർട്ട് ചെയ്യാനോ തയ്യാറായില്ലെന്നാണ് അന്വേഷണ റിപ്പോർട്ട്. ജനം എക്സ്ക്ലൂസീവ്. വിവരങ്ങളുമായി വിനീഷ് ശരിയാണ്. വിനീഷ്, സ്വന്തക്കാർക്ക് ഇടതുപക്ഷ സർക്കാരിന്റെ കീഴിൽ എപ്പോഴും സംരക്ഷണമാണ്. അത് തന്നെയാണോ ഇവിടെയും സംഭവിച്ചത്? തീർച്ചയായിട്ടും അത് തന്നെയാണ് നമുക്ക് ഈ ഒരു റിപ്പോർട്ടിൽ, പ്രത്യേകിച്ച് ഇദ്ദേഹം ഈ റേഞ്ച് ഓഫീസർ കുറ്റക്കാരനാണെന്ന് വകുപ്പ് തല അന്വേഷണം നടത്തി കണ്ടെത്തിയ സാഹചര്യത്തിലാണ് വനം വകുപ്പിൻ്റെ ഒരു സംരക്ഷണം ഒരുക്കിക്കൊണ്ടുള്ള നടപടി വന്നിരിക്കുന്നത്. പ്രധാനമായും എരുമേലി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസിലെ റേഞ്ച് ഓഫീസറായ AR അജയനാണ് ഇത്തരത്തിലുള്ള സംരക്ഷണം സംസ്ഥാന സർക്കാർ ഒരുക്കുന്നത്. ഫോറസ്റ്റ് ഓഫീസിന് പുറകുവശത്ത് കഞ്ചാവ് കൃഷി നടത്തി, പ്രത്യേകിച്ച് ഗ്രോ ബാഗിലും ഉൾപ്പെടെ തന്നെ മറ്റു ചാക്കുകളിലുമായി നിറച്ച നിരവധി ചാക്കുകളിൽ കഞ്ചാവ് നട്ടു വളർത്തി അതിനെ പരിപാലിച്ചു. അത് അവിടെ ഉണ്ടായിരുന്ന താൽക്കാലിക ജീവനക്കാരനാണ് അത്തരത്തിൽ ഒരു കഞ്ചാവ് നട്ടു വളർത്തി പരിപാലിച്ചത്. അതിന് സംരക്ഷണം ഒരുക്കിയതും അതിന് അംഗീകാരം നൽകിയതും അല്ലെങ്കിൽ അനുവാദം നൽകിയത് ഈ റേഞ്ച് ഓഫീസറാണ്. ഈ റേഞ്ച് ഓഫീസറാണ് ഇത് നടത്തിയതെന്നും ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൃത്യമായി തന്നെ പിന്നീട് നടത്തിയ അന്വേഷണത്തിൽ വ്യക്തമാകുന്ന സാഹചര്യമുണ്ടായിരുന്നു.
ആ അന്വേഷണം ഉത്തരവ് വന്ന് അന്വേഷണത്തിൻ്റെ വനം വകുപ്പിൻ്റെ തന്നെ ഒരു പ്രത്യേക അന്വേഷണ സംഘം അന്വേഷിച്ചു. ഇദ്ദേഹം ഇതിന് കൂട്ടുനിന്നു എന്ന് കൃത്യമായി തന്നെ റിപ്പോർട്ട് വരികയും ചെയ്തു. അപ്പോൾ സർക്കാർ എടുത്ത നടപടിയാണ് ഏറ്റവും അതിശയിപ്പിക്കുന്ന നടപടി. ഒരു ഉദ്യോഗസ്ഥൻ പ്രത്യേകിച്ച് ഇത്തരം പ്രശ്നങ്ങളിൽ ഇടപെട്ടുകൊണ്ട് കൃത്യമായ നടപടി സ്വീകരിക്കേണ്ട, നിയമപരമായ നടപടി, ആർക്കെതിരെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിൽ ഇടപെടുന്നവർക്ക് നിയമപരമായ നടപടി സ്വീകരിക്കേണ്ട ഉദ്യോഗസ്ഥൻ തന്നെ ഇത് ചെയ്തപ്പോൾ ആ ഉദ്യോഗസ്ഥന് നൽകിയിരിക്കുന്ന ശിക്ഷ അല്ലെങ്കിൽ ആ ഒരു പിഴ എന്ന് നമുക്ക് വേണമെങ്കിൽ അതിനെ വിലയിരുത്താൻ സാധിക്കുകയുള്ളൂ. ശിക്ഷ എന്ന് നമുക്ക് പൂർണ്ണമായും പറയാൻ സാധിക്കില്ല. കാരണം ഒരു വർഷത്തെ ഇൻക്രിമെൻ്റ്, അദ്ദേഹത്തിൻ്റെ സർവീസിലെ ഒരു വർഷത്തെ ഇൻക്രിമെൻ്റ് മാത്രം കട്ട് ചെയ്തുകൊണ്ട് വീണ്ടും അദ്ദേഹത്തെ ജോലിയിൽ പ്രവേശിപ്പിക്കുന്ന നടപടിയാണ് വനം വകുപ്പ് നടത്തിയിരിക്കുന്നത്. അതിൻ്റെ ഉത്തരവിൻ്റെ പകർപ്പ് തന്നെയാണ് നമുക്കിപ്പോൾ ലഭിച്ചിരിക്കുന്നത്. ഈ ഉദ്യോഗസ്ഥൻ കുറ്റക്കാരനാണ് എന്ന് സംബന്ധിച്ചുള്ള കൃത്യമായ റിപ്പോർട്ടുകൾ, അതിൻ്റെ തെളിവുകളെല്ലാം തന്നെ ആ ഉത്തരവിൽ വ്യക്തമാക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഏറ്റവും ശ്രദ്ധേയമെന്ന് പറയുന്നത് ഒരു ഫോറസ്റ്റ് ഓഫീസിൻ്റെ പുറകുവശത്ത് കാട് പിടിച്ച് കിടക്കുന്ന സ്ഥലത്ത് വളർത്തി എന്നതല്ല, ഗ്രോ ബാഗ് വച്ച് മറ്റു ചാക്കുകളിലുമായി ഇത്തരത്തിൽ കഞ്ചാവ് വളർത്തിയ ഉദ്യോഗസ്ഥരാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ സംരക്ഷണം നൽകുന്നത്, വനം വകുപ്പ് സംരക്ഷണം നൽകുന്നത്. അതൊരു മാതൃകാപരമായ നടപടിയെടുക്കാതെ ആ ഉദ്യോഗസ്ഥനെ സംരക്ഷിക്കുന്ന നിലപാട് തന്നെയാണ് ഇപ്പോഴും തുടരുന്നത്. പ്രത്യേകിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഗ്രോ ബാഗിലും മറ്റു ചാക്കുകളിലുമായി നിറച്ച സ്ഥലങ്ങളിൽ പല സ്ഥലങ്ങളിലായിട്ട് ഈ ഓഫീസിൻ്റെ പുറകുവശത്ത് തന്നെ കഞ്ചാവ് കൃഷി വളർത്തി അല്ലെങ്കിൽ കഞ്ചാവ് നട്ടു വളർത്തി എന്നതാണ് പ്രധാനപ്പെട്ട ആരോപണം. ആ ആരോപണം തെളിയിക്കപ്പെട്ടു. ആ ഉദ്യോഗസ്ഥനെ ഇപ്പോഴും സർക്കാർ സംരക്ഷിക്കുന്നു, വനം വകുപ്പ് സംരക്ഷിക്കുന്നു. പേരിന് ഒരു അച്ചടക്ക നടപടി എന്ന തരത്തിൽ ഒരു വർഷത്തെ അദ്ദേഹത്തിൻ്റെ സർവീസിലെ ഇൻക്രിമെൻ്റ് മാത്രം കട്ട് ചെയ്തുകൊണ്ടുള്ള ഒരു മുഖം രക്ഷിക്കൽ നടപടിയിലേക്ക് മാത്രമാണ് വനം വകുപ്പും സർക്കാരും കടന്നിരിക്കുന്നത്. ശരി, പേരിനൊരു നടപടി, കുറ്റക്കാരന് ഇടതുപക്ഷ സർക്കാരിൻ്റെ സംരക്ഷണം. വിനീഷാണ് വിശദാംശങ്ങൾ നൽകിയത്. ദേശീയ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനുകളുടെ പേരിൽ തട്ടിപ്പ് നടക്കുന്നതായി വ്യാപക പരാതി. ഡോക്ടറും എഞ്ചിനീയറും അടക്കം നിരവധി പേർ തട്ടിപ്പിന് ഇരയായതിന്റെ തെളിവുകൾ പുറത്തുവന്നു. കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനും. ഇവരുമായി കോഴിക്കോട് നിന്നും ദിസ്ന സുരേഷ് ചേരുകയാണ്. ദിസ്ന, ഏത് തരത്തിലാണ് ഇത്തരത്തിൽ വ്യാപകമായ തട്ടിപ്പുകൾ നടക്കുന്നത്? കെ പി സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ പേരിലും തട്ടിപ്പ് ഉണ്ടെന്ന ആരോപണമാണ് ഇപ്പോൾ നിലവിൽ ഉയർന്നു വരുന്നത്. അതിൽ പ്രധാനമായാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത് ഈ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കോർപ്സ് എന്ന സംഘടനയാണ് ഈ മനുഷ്യാവകാശ കമ്മീഷന്റെ പേരിലുള്ള സംഘടനയാണെന്ന് പറഞ്ഞുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു തട്ടിപ്പ് നടത്തുന്നത് എന്നൊരു ആരോപണവുമായാണ് പരാതിക്കാരി നിലവിൽ രംഗത്ത് വന്നിട്ടുള്ളത്. ഇതിൽ പ്രധാനമായും പറയുന്നത് ഇവർ 2000 രൂപ നൽകി സംഘടനയിൽ ചേരാൻ ആവശ്യപ്പെടുകയും പിന്നീട് അതിൽ അംഗമായതിനു ശേഷം ഇത്തരത്തിൽ നിരവധി ആവശ്യങ്ങൾക്ക് വേണ്ടി പണം വാങ്ങുന്നു എന്നൊരു ആരോപണമാണ് ഉയർന്നു വന്നിട്ടുള്ളത്. ജുവനൈൽ ഹോമിലെ മുൻ അധ്യാപികയായിരുന്ന ജയ രാമചന്ദ്രൻ, റിട്ടയർഡ് ആയിരുന്ന ജയ രാമചന്ദ്രനാണ് ഇത്തരത്തിലൊരു തട്ടിപ്പ് നടന്നു, താൻ ഇത്തരത്തിൽ കബളിപ്പിക്കപ്പെട്ടു എന്നൊരു പരാതിയുമായി രംഗത്ത് വന്നിട്ടുള്ളത്. അവർ പറയുന്നത് നിരവധി ആളുകൾ ഇത്തരത്തിലുള്ള തട്ടിപ്പിന് ഇരയായിട്ടുണ്ട്. ഈ സംഘടനയിൽ നിന്ന് പുറത്തുപോയവർക്കെതിരെ കള്ളക്കേസ് അടക്കം നൽകും എന്നൊരു ഭീഷണിയാണ് ഇത്തരത്തിലൊരു സംഘടന ഉയർത്തുന്നത് എന്നൊരു കാര്യം തന്നെയാണ് ഇവർ പറഞ്ഞു വെക്കുന്നത്. എന്തായാലും ഇതിൽ മനുഷ്യാവകാശ കമ്മീഷന്റെ ഇടപെടൽ ഉണ്ടാവുമെന്ന് തന്നെയാണ് മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ടപ്പോൾ നമുക്ക് അറിയാൻ സാധിച്ചത്. അപ്പോൾ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കോർപ്സ് എന്ന സംഘടന മനുഷ്യാവകാശ കമ്മീഷന്റെ ഒരു സംഘടനയാണ് എന്ന പേരിൽ വലിയ രീതിയിൽ ആളുകളെ അംഗമാക്കുകയും അവരിൽ നിന്ന് തുക വ്യാപകമായി വാങ്ങുകയും ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഈ സംഘടനയ്ക്കെതിരെ പരാതി പറയുമ്പോൾ തങ്ങൾക്കെതിരെ കള്ളക്കേസ് കൊടുക്കും എന്ന രീതിയിൽ ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നു എന്നൊരു ആരോപണമാണ് നിലവിൽ ഉയർന്നു വന്നിട്ടുള്ളത്. കെ പി ശരി, കോഴിക്കോട് നിന്നും ദിസ്നയാണ് വിവരങ്ങൾ നൽകിയത്. സമീപകാലത്തെ കടൽക്ഷോഭങ്ങൾ കാരണം കൊല്ലം ബീച്ചിന്റെ സ്ഥിതി ആശങ്കാജനകമാണ്. തീരമെല്ലാം കടലെടുത്തു കഴിഞ്ഞു. ബീച്ചിലേക്ക് എത്തുന്നവർക്ക് നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇതോടെ ചെറുകിട കച്ചവടക്കാരും ദുരിതത്തിലായിരിക്കുകയാണ്. ആശങ്കയുടെ തിരമാലകൾ ആഞ്ഞടിക്കുന്നതിനാൽ കൊല്ലം ബീച്ചിന് പഴയ ഭംഗി നഷ്ടമായിരിക്കുന്നു. ബീച്ചിലേക്ക് സന്ദർശകർ എത്തുന്നുണ്ടെങ്കിലും അപകട സാധ്യതയുള്ളതിനാൽ ഇറങ്ങാൻ കഴിയില്ല. തീരമിടിഞ്ഞ് വലിയ കുഴി പോലെയായതിനാൽ കടലിനടുത്തേക്കെത്തുന്നവർ താഴേക്ക് വീഴാൻ സാധ്യതയുണ്ട്. കടലിനും സന്ദർശകർക്കുമിടയിൽ വലിച്ചുകെട്ടിയ ഈ കയർ മാത്രമാണ് ഇപ്പോഴത്തെ സുരക്ഷ. കാലങ്ങൾക്ക് ശേഷം ഇവിടേക്കെത്തുന്നവർ പണ്ടത്തെ തങ്ങളുടെ ഓർമ്മകളായി വിറക്കി തിരികെ മടങ്ങേണ്ട അവസ്ഥയാണ്. പണ്ട് നമ്മൾ വന്നപ്പോൾ കുറച്ച് ദൂരെ ഇറങ്ങി കാലൊക്കെ നനച്ച് വെള്ളത്തിലൊക്കെ ഒന്ന് കളിച്ച്
എല്ലാവരും കയറിയും വരികയും ഇറങ്ങിയും പോവുകയും വരികയും ഒക്കെ ചെയ്യും. ഇപ്പോൾ കുറേ വർഷത്തിന് ശേഷം ഇപ്പം വന്നപ്പോൾ ഇവിടെ കയറി കെട്ടി വെച്ചേക്കും, നമ്മൾ ദൂരെ നിന്ന് കാണുന്നു, അത്രേ ഉള്ളൂ. ഭയങ്കര ഒരു സങ്കടമായിട്ടൊക്കെ തോന്നി. കാരണം മുമ്പ് ഇപ്പോൾ ഒഴിവ് സമയങ്ങളിലൊക്കെ ഞങ്ങൾ മിക്കവാറും ഇവിടെ ചിലവഴിക്കാൻ വരുമായിരുന്നു. ഇപ്പം നമുക്കൊന്ന് ജസ്റ്റ് ഇറങ്ങാനോ നിൽക്കാനോ പോലും പറ്റാത്തൊരു അവസ്ഥയിലോട്ടാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് മനസ്സിലായി. അതായത് ഭയങ്കര ഇപ്പോൾ ഒരു പേടി തോന്നുന്ന ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു ഭംഗി നഷ്ടപ്പെടുന്നത് മാത്രമല്ല, എനിക്ക് തോന്നുന്നു ഒരുപാട് ആൾക്കാരുടെ ഇപ്പോൾ ഒരു ജീവിതമാർഗവും കാര്യങ്ങളൊക്കെയാണ് ഇപ്പം എനിക്ക് തോന്നുന്നത് ഇതാവുന്നത്. കാരണം ടൂറിസ്റ്റുകളുടെ വരവ് നിലയ്ക്കുമ്പം തന്നെ അവരുടെ മാർഗങ്ങളും എല്ലാം ഇതുണ്ടാവുന്നു. എല്ലാ വർഷവും ഉണ്ടാകുന്ന പ്രതിഭാസമാണെങ്കിലും ബീച്ചിൽ ഇത്രയേറെ ദൂരം കടലെടുക്കുന്നത് ഇതാദ്യമായാണ്. ഇതോടെ തീരദേശവാസികളും ചെറുകിട കച്ചവടക്കാരും ദുരിതത്തിലായി. ഇപ്പോൾ ഒരു 2-3 ആഴ്ചത്തോളമായി ഇവിടെ ഇങ്ങനെ കടൽ കയറാൻ തുടങ്ങിയിട്ട്. കടൽ കയറാൻ തുടങ്ങുകൊണ്ട് ഒരു മനുഷ്യരെ ഇങ്ങോട്ട് അങ്ങ് താഴോട്ട് ഇറക്കത്തില്ല. നമുക്ക് കച്ചവടത്തിനും വളരെ ബുദ്ധിമുട്ടാണ്. നമ്മൾ രാവിലെ തൊട്ട് ഇവിടെ വന്നിരുന്ന വൈകുന്നേരം വരെ നുള്ളി പറക്കി എടുത്താൽ 500 രൂപ 600 രൂപയ്ക്കകത്ത് നമുക്ക് കിട്ടുന്ന. മറ്റേ അങ്ങനല്ലായിരുന്നു, നല്ല കച്ചവടമൊക്കെ ഉണ്ടായിരുന്നു. സങ്കടമാണ് ഇപ്പം നമുക്ക് ഓരോ ദിവസവും ഓർക്കും തോറും നമുക്ക് മരുന്നിനും മണ്ണിനും എല്ലാം ഇതിൽ നിന്ന് തന്നെ എടുത്ത് കൈകാര്യങ്ങൾ ചെയ്യുന്നത്. അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടായിട്ട് നമുക്ക് വരുന്നത്. സാധാരണ കടലേറ്റമുണ്ടാകാറുള്ള സമയം 1-2 ആഴ്ചകൾ കഴിയുമ്പോൾ തന്നെ തീരം പഴയപടിയാകാറുണ്ട്. എന്നാൽ ഇത്തവണ തീരം കൂടുതലായി കടലെടുത്തതിലാണ് ആശങ്ക. ഓണാവധിക്കാലം അടുത്തിരിക്കെയാണ് ജില്ലയിൽ ഏറ്റവും കൂടുതൽ വിനോദസഞ്ചാര സാധ്യതയുള്ള കൊല്ലം ബീച്ചിന്റെ ഈ അവസ്ഥ. ജനം, കൊല്ലം. ഇന്ന് ലോക അവയവദാന ദിനമാണ്. അവയവദാനത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും തെറ്റിദ്ധാരണകളെക്കുറിച്ചും ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കാൻ വേണ്ടിയാണ് എല്ലാ വർഷവും ആഗസ്റ്റ് 13 ലോക അവയവദാന ദിനം ആചരിക്കുന്നത്. ജീവിച്ചിരിക്കുമ്പോൾ ഒരാളെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരുന്നതും മരണശേഷം പലരിലൂടെ ജീവിക്കുന്നതും എത്രയോ മഹത്തരമാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് കൈമാറ്റ ശസ്ത്രക്രിയ ചെയ്തത് ഞങ്ങളുടെ ടീമാണ്. അതുകൂടാതെ ലോകത്തിൽ തന്നെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ കൈകൾ മാറ്റിവെക്കുന്ന ശസ്ത്രക്രിയ നടക്കുന്നതും ഇന്ത്യയിലാണ്. ഇത് പറയാനുള്ള കാരണം, ഇതെങ്ങനെ നടന്നു, എങ്ങനെ സാധിച്ചു എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം, നമ്മൾ കൈകളില്ലാത്തവർക്ക് കൈകൾ മാറ്റിവെക്കണമെങ്കിൽ ആരുടെയെങ്കിലും ശരീരത്തിൽ നിന്ന് നമുക്ക് കൈകൾ കിട്ടണം. അങ്ങനെ കിട്ടുന്നതിനാണ് ഓർഗൻ ഡൊണേഷൻ എന്ന് പറയുക. ഈ ഓർഗനുകൾ കൈകൾ വളരെ പതുക്കെയാണ് പ്രചാരത്തിൽ വന്നത്. പക്ഷെ അതിനു മുമ്പ് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഓർഗനുകൾ വളരെ പ്രധാനപ്പെട്ട, നമ്മുടെ ജീവിതത്തിൽ തന്നെ ജീവിതം തിരിച്ചു കൊടുക്കാൻ പറ്റുന്ന ഓർഗനുകളാണ്. അത് ഉദാഹരണത്തിന് കിഡ്നികൾ, ഹൃദയം, ലങ്സ്, ഇല്ലെങ്കിൽ അതായത് ശ്വാസകോശങ്ങൾ, വൻകുടൽ, ചെറുകുടൽ, കൂടാതെ ഇതൊന്നും അല്ലാതെ വേറെ പല കാര്യങ്ങൾ, അതായത് നമ്മുടെ മജ്ജ, ഇല്ലെങ്കിൽ നമ്മുടെ ബോൺ, അല്ലെങ്കിൽ കൺപടലങ്ങൾ, കോർണിയ, തൊലി, ഇതൊക്കെ കുറേ പേരെ ജീവിതം കൊടുക്കാനോ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനോ നമുക്ക് ഈ ഓർഗൻ ഡൊണേഷനിലൂടെ സാധിക്കും. ആർക്കാണ് ഓർഗൻ ഡൊണേഷൻ ചെയ്യാൻ പറ്റുക? ഇതിൽ ലിവറും കിഡ്നിയും ഒക്കെ നമുക്ക് ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ഭാഗമായിട്ട് നമുക്ക് കൊടുക്കാം. പക്ഷേ മറ്റ് കാര്യങ്ങൾ, അതുപോലെ കൈകൾ, ഇല്ലെങ്കിൽ ഹൃദയം, ലങ്സ്, ഇവയൊന്നും നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ കൊടുക്കാൻ പറ്റില്ല. അത് മരണശേഷം മാത്രമേ പറ്റുള്ളൂ. 2 രീതിയിലുള്ള മരണങ്ങളുണ്ട്. ഒന്ന് ബ്രെയിൻ ഡെത്ത് എന്ന് പറയും. ബ്രെയിൻ പ്രവർത്തിക്കാതെ ആകുമ്പോൾ ഉള്ള മരണത്തിനാണ് ബ്രെയിൻ ഡെത്ത് എന്ന് പറയുക. അപ്പോൾ നമ്മുടെ ഓർഗനുകളൊക്കെ, ഹൃദയം പ്രവർത്തിച്ചിട്ട് ഓർഗനുകളൊക്കെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ ഓർഗനുകൾ എടുത്തിട്ട് നമുക്കിങ്ങനെ കൊടുക്കാൻ പറ്റും. അതുകൂടാതെ ഹൃദയം നിന്നുപോയിട്ടുള്ള മരണം, അതായത് കാർഡിയാക് ഡെത്ത് എന്ന് പറയാം, അങ്ങനെയുള്ളവർക്കും ഇന്ന് പല ഓർഗനുകളും ഡൊണേറ്റ് ചെയ്യാമെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് ലോകത്തിലെല്ലായിടത്തും അത് പ്രചാരത്തിൽ വരുന്നുണ്ട്, ഇന്ത്യയിലും ആകുന്നുണ്ട്. ഇങ്ങനെയുള്ള അവയവദാനത്തിലൂടെ ഏറ്റവും വലിയ കാര്യം, നമുക്ക് 8 പേരെയെങ്കിലും ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതാണ്. ഈ അവയവദാനത്തിൻ്റെ മഹത്വം മനസ്സിലാക്കിയിട്ട് നമ്മളിൽ ഓരോരുത്തരും ഇങ്ങനെ അവയവദാനം നല്ലൊരു കാര്യമാണ്, അതിനെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാവുന്ന, സമൂഹത്തോട് ചെയ്യാവുന്ന ഏറ്റവും വലിയ കാര്യം. ഇന്നലകൾ ഇന്ന് പവേർഡ് ബൈ ഹോട്ടൽ ചിത്ര, പ്യുവർ വെജിറ്റേറിയൻ, മാർത്താണ്ഡം, കന്യാകുമാരി, നാഗർകോവിൽ. പുത്തൻപുലിയുടെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ശുഭദിനം ആശംസിക്കുകയാണ്. നമസ്തേ.
Thank you.